പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ക്യൂരിയോക്കോണിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി NITയിൽ നമ്മുടെ ജില്ലയിലെയും ജില്ലയ്ക്ക് പുറത്തുമുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഓരോ ദിവസവും ഈ സെമിനാറിൽ പങ്കെടുക്കുകയും അതേപോലെ തന്നെ പ്ലാസ്മ എക്സിബിഷനും ഇന്നൊവേഷൻ ഫെസ്റ്റും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നൊവേഷൻ ഫെസ്റ്റ് ഇന്നലത്തോടു കൂടിയിട്ട് പൂർത്തിയായി കഴിഞ്ഞു. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച വിദ്യാലയങ്ങൾക്കുള്ള സ്കൂൾ ഇന്നൊവേഷൻ അവാർഡ് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഇന്ന് ഇവിടെ വിതരണം ചെയ്യും. ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ നടക്കുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ചിൻ്റെ പ്ലാസ്മ എക്സിബിഷനാണ്. പ്ലാസ്മ എക്സിബിഷനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അടുത്ത 5 മിനിറ്റിനകം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ചിലെ സയൻറ്റിസ്റ്റുകൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് തരും. എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ തന്നെ. ഇവിടെ നടക്കുന്ന സെമിനാറിൽ ഇന്ന് നമുക്ക് നോളജ് മിഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീ റിയാസ് സാറാണ് ക്ലാസ് എടുക്കുന്നത്. സാറ് ഷാർപ്പ് 10:30 തന്നെ സെഷൻ ആരംഭിക്കും. അതിനു മുമ്പേ NITയിലേക്ക് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും അതേപോലെ തന്നെ അധ്യാപകരോടും, നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് NITയുടെ സോംസ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ MBA ഹാൾ എന്ന് പറയുന്ന സെമിനാർ ഹാളിലാണ്. നിങ്ങൾക്കറിയാം, ഇന്നലെയും മനയാന്നും കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട് ഉൾപ്പെടെ കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട് എവറി ഡേ 2000-ത്തിലധികം വിദ്യാർത്ഥികളും 500-ലധികം അധ്യാപകരും അതേപോലെ തന്നെ 100 കണക്കിന് പൊതുജനങ്ങളും ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഒരു കടലാസ് പോലും കാണില്ല. കാരണം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഒന്നും കാണില്ല. കാരണം ഈ സ്ഥാപനം ഒരു ഹരിതചട്ടം പാലിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ മഹത്വം അങ്ങേയറ്റം ഉയർത്തുന്ന രീതിയിൽ നമ്മുടെ കുട്ടികളും അധ്യാപകരും ഒക്കെ തന്നെ ഇവിടെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു കടലാസോ ഭക്ഷണത്തിൻ്റെ വേസ്റ്റോ എവിടെയും നിക്ഷേപിക്കുന്നില്ല. അപ്പം നിങ്ങളും കഴിഞ്ഞ 4 ദിവസം നടന്നതുപോലെ തന്നെ അതേ ഒരു കൾച്ചർ, അതല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ഔന്നത്യം കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ബിഹേവിയേഴ്സ് നിങ്ങൾ കാണിക്കണം. ചുരുക്കി പറഞ്ഞാൽ പ്ലാസ്റ്റിക് വേസ്റ്റുകളോ വെള്ളം കുടിച്ച ബോട്ടിലുകളോ ഒന്നും ഇവിടെ എവിടെയും കളയാൻ പാടില്ല. ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും പുറത്ത് കളയാൻ പാടില്ല. നിങ്ങൾക്ക് കൊണ്ടുവന്ന ഭക്ഷണം നല്ലോണം ഒരു പാത്രത്തിലാക്കിയിട്ട് കഴിച്ചതിന് ബാക്കിയുണ്ടെങ്കിൽ ആ പാത്രം അങ്ങനെ അടപ്പിട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കോഴിക്കോ പൂച്ചയ്ക്കൊക്കെ കൊടുക്കുക. ഇവിടെ ദയവ് ചെയ്ത് കളയരുത്. അഥവാ കളയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ വേസ്റ്റ് ബിൻ ഉണ്ട്, ആ വേസ്റ്റ് ബിന്നിൽ മാത്രം നിക്ഷേപിക്കുക. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ എക്സിബിഷൻ നടക്കുന്നത് സോംസിൻ്റെ മെയിൻ ബിൽഡിംഗ് ആണ്. ഇതിന് ഒരു 25 മീറ്റർ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ബിൽഡിംഗ് ആണ്. ആ സോംസിൻ്റെ മെയിൻ ബിൽഡിങ്ങിൽ അവിടെ ക്ലാസ്സുകളും റിസർച്ചും നടക്കുന്നുണ്ട്. 60ഓളം റിസർച്ച് സ്കോളേഴ്സ് അവിടെ റിസർച്ച് നടത്തുന്നുണ്ട്. 8 ബാച്ചുകളിലായിട്ട് അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നമുക്ക് എക്സിബിഷൻ ഹാള് മാത്രമാണ് അവർ പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നത് നിങ്ങൾ ഒഴിവാക്കണം. ഇന്നലെ ഇന്നൊവേഷൻ ഫെസ്റ്റ് ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി തിരക്കൊഴിവാക്കാൻ കഴിയുമായിരുന്നു. കാരണം പകുതി കുട്ടികൾ ഇന്നൊവേഷൻ ഫെസ്റ്റിലേക്ക് പോകുന്നത് കൊണ്ട്. ഇന്ന് ഇന്നൊവേഷൻ ഫെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്ലാസ്മ എക്സിബിഷനിലേക്ക് നിങ്ങൾ ഷാർപ്പ് ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാസ്മ എക്സിബിഷൻ കാണാനാണ് പോവുക. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം, പ്ലാസ്മ എക്സിബിഷൻ കഴിഞ്ഞതിന് ശേഷം 11 മണിക്ക് നിങ്ങൾക്ക് വീണ്ടും തിരിച്ച് ഇവിടേക്ക് വരാവുന്നതാണ്. ഏതാണ്ട് ഒരു 3/4 മണിക്കൂറാണ് പ്ലാസ്മ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട്. 11:30 മുമ്പേ ഒരു കുട്ടി പോലും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പാടില്ല. നിർദ്ദേശങ്ങൾ തരുന്നതിനനുസരിച്ച് ചിലപ്പം പിന്നിലുള്ള 4 റോയിലുള്ള കുട്ടികളെ അവിടുത്തെ തിരക്കൊഴിവാക്കുന്ന രീതിയിൽ 4 റോയിലുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും, എക്സിബിഷന് വിടും. അപ്പോൾ അതുകൊണ്ട് വേറെ ആരും എഴുന്നേറ്റ് നിൽക്കരുത്. കാരണം യു ഹാവ് ടു കീപ് ദ ഡിഗ്നിറ്റി ആൻഡ് ഡെക്കോറം ഓഫ് യുവർ സ്കൂൾ ആസ് വെൽ ആസ് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ സ്ഥാപനത്തിൻ്റെയും അതേപോലെ തന്നെ NIT എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനത്തിൻ്റെ മഹത്വവും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിദ്യാലയത്തിൻ്റെ മഹത്വവും അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ മഹത്വവും നിലനിർത്തുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഇവിടുത്തെ മൂവ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ. അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യുക. അല്ലാതെ അനാവശ്യമായിട്ട് ബഹളവും കാര്യമൊന്നും എവിടെയും ചെയ്യാൻ പാടില്ല എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അതേപോലെ സോംസിലെ വാഷ് ബേസിൻസ്, ബാത്റൂംസൊക്കെ ഉപയോഗിക്കുമ്പം വളരെ ക്ലീനായിട്ട് ഉപയോഗിക്കുക. ഭക്ഷണ വേസ്റ്റുകളൊന്നും ദയവ് ചെയ്ത് വാഷ് ബേസിനിലൊന്നും ഇടാതിരിക്കുക.
നിങ്ങൾക്ക് കാണാം അവിടെ പോയിട്ടുണ്ടെങ്കിൽ വളരെ ക്ലീൻ ആയിരിക്കും. അതൊന്നും നമ്മളായിട്ട് വൃത്തികേടാക്കരുത്. നിങ്ങളുടെ സ്കൂളിലും വീട്ടിലൊക്കെ നിങ്ങളത് പാലിക്കുകയും വേണം. അതാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത്. ഇന്ന് നമുക്ക് കൃത്യം 11:30 നമ്മുടെ ക്ലോസിംഗ് സെറിമണി ഇവിടെ നടക്കും. ക്ലോസിംഗ് സെറിമണിയിൽ നിങ്ങൾക്ക് പകരം വേറെ ആളുകളായിരിക്കും ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങൾ എക്സിബിഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വരണം. ഒന്ന് ഇന്നൊവേഷൻ ഫെസ്റ്റിൻ്റെ അവാർഡ് ഇവിടെ വിതരണം നടത്തും. അതോടൊപ്പം തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സ്തുത്യർഹമായിട്ടുള്ള സേവനം നൽകിയിട്ടുള്ള കൈറ്റ് പിന്നെ വോളണ്ടിയർമാർക്കുള്ള അവാർഡുകൾ, അതേപോലെ തന്നെ SPC വോളണ്ടിയർമാർക്കുള്ള വിദ്യാലയങ്ങൾക്കും വോളണ്ടിയർമാർക്കുമുള്ള സർട്ടിഫിക്കറ്റുകൾ, ഈ പ്രോഗ്രാമിൻ്റെ ഓർഗനൈസിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ, നമ്മുടെ ഈ പരിപാടിയുമായിട്ട് സഹകരിച്ചിട്ടുള്ള NITയിലെയും അതേപോലെ തന്നെ IPRൻ്റെയും സയൻറ്റിസ്റ്റുകൾക്കും ഗസ്റ്റുകൾക്കുമുള്ള പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ മുതലായ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ഇവിടെ വിതരണം ചെയ്യും. നമ്മളോടൊപ്പം ഇന്ന് ധാരാളം ഗസ്റ്റുകൾ ചേരുന്നുണ്ട്. CWRDMൻ്റെ ഡയറക്ടർ ചേരുന്നുണ്ട്, NITയുടെ ഡയറക്ടർ ചേരുന്നുണ്ട്, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കും. അപ്പം ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു മഹത്തായ വേദി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡിസിപ്ലിൻ നിങ്ങൾ എല്ലായിടത്തും കീപ്പ് ചെയ്യണം. നിർദ്ദേശിക്കുന്ന സമയത്ത് മാത്രം അങ്ങോട്ട് പോവുകയും ഇവിടേക്ക് നിർദ്ദേശിക്കുന്ന സമയത്ത് സൈലൻസ് കീപ്പ് ചെയ്യണം. ഇവിടേക്ക് വരേണ്ട സമയത്ത് നിങ്ങൾ പിന്നെ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ് കൂടി കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ തിരിച്ച് ഇവിടേക്ക് കൊണ്ടുവരണം. ഇവിടെ രാവിലെ നടക്കാൻ പോകുന്നത് മികച്ചൊരു സെഷനാണ്. അപ്പം അതുകൂടി പറയണം. ഇനി ഏതാനും നിമിഷങ്ങൾക്ക് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ച് അവരുടെ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് വരും. അതുവരെ നിങ്ങൾക്ക് എല്ലാവരും റെസ്റ്റ് ചെയ്യാം.
Ready? Thank you. So we are from Institute for Plasma Research under the Department of Atomic Energy, and we have come here with our experiments, different models and other things to introduce you with the fourth state of matter, which is very new subject for each and everybody here. So Harsha, my colleague, she will explain you what is plasma, what are the different experiments we have here, and what are the different applications, why we study about the plasma, how to generate the plasma, etc. Thank you so much. Please concentrate. Harsha. Very good morning. Today we'll have some basics of the plasma. Plasma, the fourth state of matter, is not the plasma which related to the blood. You must be thinking about the blood plasma, but it's some fourth state of matter, that plasma, the ionized state of the matter, that's plasma. Okay? So, we know our universe very wide. So that universe, 99.999% is made of plasma. But our Earth has existence of plasma on the Earth region is not feasible in the normal condition, but we can create a plasma with some specific condition on the Earth. And plasma is very useful in our day-to-day life. There are many applications. So to understand the plasma, to know the plasma is important. So we'll go in detail little bit about the plasma. So these days we are facing the problem of the energy and pollution. If we use plasma, any application based on the plasma, that is a very clean energy. There is no pollution. We'll see about the applications of the plasma because we are using plasma in our day-to-day life. And where we are using, we know, but we don't know that actually it is a plasma. That I'll clarify you today. So you can see this picture. In Stone Age, Patthar Yug, that man is using the fire by using the two stones rubbing together and generating the spark and making the fire. So fire is also one form of the plasma. It means we were using the plasma from very ancient age, but we were not knowing that fire consists the plasma. Now you can see this Pancha Mahabhuta. Our body is made from the Pancha Mahabhuta. What is that? Prithvi, earth, jal, water, vayu, gas, akash, ether, and fire, space and fire. Means our ancestors were knowing about the state of the matter. They named as a solid, we have named it as solid, liquid, gas, and now the space and fire as a plasma. So it means they have named it another way, just like a Prithvi, Jal, Vayu, Agni and Akash. But we have named as a solid, liquid, gas and plasma. So we'll see how the plasma, history of the plasma, how the name plasma came, who has invented. You can see. So this scientist, Sir William Crookes, has invented the plasma. You can see this video. Can you play this video from the computer, this last one? Yeah. Yeah, this one, that only. So this is the Crookes tube. William Crookes had made experiment. He applied the high voltage to this tube and the green light is generated. And it's called, he named it as a radiant matter. But later on,
next other scientist. In 1928, Sir Irving Lungmer has named it as a plasma. Plasma actually is a Greek word. Plasma means a moldable substance. It means you can mold, you can shape, you can control the plasma. But how we can mold, how we can control, we'll see in the next one. Now I told the plasma, but how we can make the plasma? We take the example of one ice. Ice is in the solid state. In the solid state, atoms are very close together. If I give the heat energy to the ice, then it will convert to the water, okay, in the liquid state. At that time, the atoms will be little bit far away compared to the solid state. And if I give more heat energy to the water, then it will convert to the steam, okay. So in the steam form, atoms will be more far away from each other. But if I heat very high temperature the steam, around more than 10,000, 12,000 degree temperature, what will happen? Atoms get break down. It will convert into the ions and electrons. Form of this matter is called the ionization state of the matter, and we call it as a fourth state of matter, and it's named as a plasma. So this is the form of the plasma. This is the basics of the plasma. Okay. Now we'll consider the one basic atom, hydrogen atom. You can see there is a proton inside the nucleus, and the electrons is revolving around the positive charge particle, okay. But if I give some external energy to the hydrogen atom, then electrons which is revolving around this positively charged particle inside the ions, hydrogen ions, electrons will be knocked out from this, and it will remain the separate form. So electrons and hydrogen will remain the separate form when you apply the energy to hydrogen atom. So the form where the electrons and hydrogen ions in the separate form, the mixture of such forms is called the plasma. And how much time it will remain the plasma state? It will remain in the plasma state as long as you give the energy. If you stop giving the energy, it will not remain in the plasma state. So any matter to be remain in the plasma state, we need to apply energy. Okay. And what will be the density of this plasma? It depends on the how much ionization is taken place. So more ionization taken place, density will be more. If ionization taken place less, density will be less. So where do we see the plasma in the nature? So we normally see the sun, stars, galaxies, and the lightning in the monsoon. These all are the natural plasma. Even in the earth, North Pole and South Pole, there is a colorful light. That is called the aurora. That is also a natural plasma. So we do see every day sun, moon that are. So it means we are seeing the plasma every day. Plasma has one property. No other system in the universe has such a good property which plasma has. Plasma has a wide range of the temperature and a wide range of the density. Plasma can be made from the room temperature to the millions of degree temperature, and density varies from 1 particle per cubic centimeter to the more than 10 to 23 particle per cubic centimeter. So by combination of the different temperature and different density, plasma can be utilized in various applications. Suppose, as per example, if low temperature, low density, we can utilize it for the medical applications, for agriculture applications, and when there is a high temperature, it can be used for the arcing, welding, waste disposal. So
these are the main advantage of the plasma, that you can make a combination of the different temperature and density. Plasma application varies in the different areas. Now you can see these ions and electrons are revolving. Can you play this video, this one? This one? So ions and electrons, when they are separate from, it means it is a plasma. And when I apply the magnetic field, they don't move randomly, they confine towards the magnetic field. It means to confine the plasma, you need a magnetic field. It's okay. You can see this picture. This is some part of the sun, and this one, small dot, that is the earth, and the solar flares. So can you imagine how giant is sun? Our 13 legs, earth can fit into the sun, that much giant. And sun, we can say fireball. So continuous activities going in the sun. The solar flares are coming out from sun many times, and size of the solar flares are sometimes much higher than the earth, maybe 5 earth or 10 earth. So if some part of the solar flares touches to the earth, it can damage or destroy the earth drastically. But it has not happened yet. Why so? Yes, that's a magnetic field. Earth has a magnetic field from North Pole to South Pole, continuous magnetic field is going on. So Earth is completely covered by the magnetic field. And because of the magnetic field, any higher energy particles coming towards the Earth cannot enter in an Earth area, and so Earth is protected. But sometimes when some high magnetic field lines breaks, through that breaking line when joins it, at that time some high energy particles enters in the Earth North Pole and South Pole region, and because of that high energy particles in Earth's upper ionosphere layer, there are different gases. That gases get ionized and generating colorful lights. That is called the aurora. So people are going to see that aurora, the colorful light in the North Pole and South Pole region. So aurora is because of that. I told that fire is a plasma, but if I prove it, when any matter is in the form of electrons and ions, it's a plasma. If the fire has enough number of free electrons and ions, we can call fire as a plasma. Now how do we prove it? We'll see here. So video is not playing here? Not to. Yeah, it's not coming. It's not seen here, but when we apply the electric field to the, suppose the candle is lighted, so the flame of the candle will be bent towards the electrodes when we give the electric field, and if you put the candle in between the magnetic field, the flame will be quenched. So it means it has a free electrons and ions, so we can consider flame is has a plasma. And you can see the monsoon in lightning. So lightning is very powerful. With 1 microsecond lightning has a 30 lakhs of volt and 30 kiloampere of the current. So very huge power. So it means your 60 volt of volt can run continuously for 6 times. But unfortunately,
we doesn't have any vessel, any super capacitor, super battery where we can store that energy. But in future, if some research may go successful, they find out some super capacitor, super battery and divert the lightning in decided area, then we can store the energy and we can reuse the energy. Now it depends on the future generation who can invent such super capacitor, super battery. You can see, I told that plasma can be generated with a different energy. With heat energy, we can see from ice to the water, water to the steam and steam to the plasma. Here you can see different energy, thermal energy, electrical energy, optical energy, radio frequency energy. So when you apply any of this energy, you can generate the plasma, you can make the plasma, but only the condition is that application of the energy should be more than the ionization energy of the matter. Now you can see this picture of the man-made plasma. You can see when you go to the restaurant, you see the signboard. They are made from the neon lamp, and that is a man-made plasma. Also, you can see here the plasma torch. That is a hot plasma and can be used for the waste disposal. And we have made one system, it's called the pyrolysis system, and where we use a plasma torch. Next one is a plasma nitriding. That system is developed by the IPR, and plasma nitriding used to make the surface hardening of the moving parts. And what will happen when you do the surface hardening? So with moving parts, where just like a gear, piston, where the wear and tear more, if they are used after nitriding, their lifespan is increased by the 3 times. Suppose they last for the 10 years, they will last for the 30 years. In the plasma nitriding, we use normally ammonia. When you apply the voltage, it will become the plasma form, and hydrogen will be used as a catalyst, and nitrogen atoms will be fused on the surface of the component and make the iron nitride, and that makes the surface hard, and so wear and tear will be less and lifespan is increased. And that pink one, that is tokamak plasma, where tokamak is the machine to study the plasma, where we use some different gases to generate the plasma, and color of the plasma depends on which gas you are using. Here you can see the lighter. In the morning, when you prepare some tea, coffee with the gas, you use the lighter, there is a little spark, that is a plasma. And the tube light where you use in your house, not the LED one but the old one, where there is a little mercury, when you apply the voltage, mercury generates the UV lights, and glass is coated with the phosphor, so you get the white light over here. So that is where you use the plasma in the house. And gas burner, that is also a plasma. So it means every day you are using plasma, but we don't know that we are using plasma. You can see here the colorful lights from helium to mercury. So each gas has a different color because each gas has its own property. There is each gas is wavelength different, and release of the photon energy also different. So we get the different color of the different gases. Here you can see the tube light which I showed you. Here you can see in the tube light it's written 6500K. It means there is such a high temperature, but we can touch it. Why so? Because in the gas, the ionization is around 1%. When the ionization around is 1%, you don't feel the heat. When ionization level is around 100%, you feel the heat. We'll see, simulate that example with this one. Okay, suppose you see this candle is burning here. So if you are on the other side of the room, you won't feel the heat because all the environment is taking up the heat and that is not reaching to you. But
when there is thousands of candles together, so there is a cumulative effect, and they are releasing the energy, and environment also taking the energy, but it's coming to you. It means when the ionization level is 1%, you don't feel the heat. When ionization is around 100%, you feel the heat. This is the example of the cold plasma and hot plasma. Actually, this video is not running over here. No video is running. Actually, this video shows that when there is a hot plasma, if you touch your, if you put a paper on this, it will burn. Even matchstick will burn. With a cold plasma, if you take a matchstick towards it, it won't burn, and you can even touch the plasma. It means with the cold plasma, it can be used for the agriculture, for medical treatment, and hot plasma with other applications. This was all basics of the plasma, and we should study the plasma. Why? Because it is useful in all area of our life. But what we will study in the plasma? The plasma has two main characteristics: plasma temperature and the density. But how we will study the plasma? There are different methods to study the plasma, but actual plasma is hot, so we can study the plasma by the non-contact method. And the non-contact method, there are many, but we will see just brief about the spectroscopy method and the microwave reflectometry method. Okay, so you can see here spectroscopy method. There is a emission spectroscopy and the absorption spectroscopy. When you might have studied about the prism, when any light passes through the prism, then you can see the colorful 7 color spectrum. Okay, so you can see here the one bulb is emitting the light. When it passes through the diffraction medium, you see the colorful spectrum. But if any gas releases the energy and passing through this diffractive medium, then you see some particular lines. This line shows which gas it was. And other way, in absorption spectroscopy, if any light passes through cold gas will absorb some of energy from it. So in the spectrum, you can see some missing line. From that missing line, you can understand which gas it was. So this is the method one, which spectroscopy method through which you can study the plasma. And another method is the plasma reflectometry. You can hear the BBC London over here, but you cannot hear FM radio of Trivandrum over here. Okay, so why so? FM radio has a frequency range in the FM is frequency modulation. Range in the frequency range in the megahertz, where the AM radio has a frequency range in the kilohertz range. When FM signal can pass directly through the ionosphere layer, where the AM signal will reflected out, so BBC London can reach to you, but not the Trivandrum FM radio will reach to you. So by using this technique, you can study the plasma. You can give the signals to the plasma. Some of the energy may be absorbed and some may be reflected, and through this technique you can study the plasma. This was the main basics of the plasma. Plasma is applied in all the area of our life. You can see here. You can see plasma can be used in the magnetic fusion, inertial fusion, advanced fusion, nanoscience, high energy physics, nuclear physics, space program, everywhere, bioscience, everywhere plasma is used. There is no other, no such
area where the plasma is used. Even in the making the chips is used in the computer, in the mobile, everywhere. In making the chips also, we use the plasma. So we know about the fission. Fission, what is the atom bomb? We know, na? Fission. That means atom, high power, heavy atoms breaks down and release the energy. It's a fission. That fission reactor to generate the electricity, we have many areas in our. But fusion means you combine the atoms, low weight atoms. It means hydrogen atoms. You combine that and release the energy. So there are two areas. If we study the plasma, then after the plasma is used to get the high temperature. When you get the high temperature, then only you can go to the fusion. So there are energy generated by the fusion will be 4 to 5 times more than the fission reactor. And there is no chain reaction fusion like a fission. And there is no any radiation, dangerous radiation occurring due to fusion. So this is the main advantage of fusion. So fusion research is going on. If it will be successful, then we will solve the energy problem which we are facing these days. You can see energy released by the fusion reaction. You can see deuterium and tritium, when they react, it produces the helium and releases the neutron. When it releases the neutron, the energy generated, this mass difference is 0.02 AMU. It means when one neutron is releases, there is a 17.6 MeV energy produced. So if there are number of so much reactions, then we can produce a very high energy through the fusion reaction. These are the two tokamaks which can be used, which are used to study the plasma. This is the true tokamak of our IPR. This is the first Indian indigenous tokamak, Aditya, and the second one is the SST1, steady state superconducting tokamak. The difference in this both the tokamak, that the sort can be done for the 200 milliseconds in the Aditya, where we can run the short for the 1000 seconds in the Aditya tokamak, because in the Aditya tokamak confinement of the plasma can be done by the superconducting coil, so which can sustain for the 1000 seconds. Here you can see some example of the cold plasma which is used to skin treatment. Here is the application of the plasma for the textile applications. When you wear the jeans, so jeans normally get it faded by the chemical or by the stone wash, but this is done by the plasma. So you can, this is a plasma pen where the plasma is generated, and this pen can move X, Y and Z direction through the computer control. You can select the design through the computer, and this pen will move. Wherever the plasma will fall on the cloth, it will remove the dye particles from that area, and it will become, it will fade that area. This another application of the plasma. These are all other applications of the plasma, can be used for the beautification, for the sterilization, for the white light generation, for there are many other applications. So for dentistry applications, normally in root canal treatment, it takes 4 to 5 sittings or sometimes more. But if the dentistry application for root canal treatment done through the plasma pen, it 1 or 2 sitting, but it's not available in India. For foreign, they are doing dentistry root canal treatment with a plasma. So these are the
not working. Okay, I finish. Okay. This I can take up. Okay, this was all there are many other applications. You can see our exhibitions where the complete live demonstration of the plasma with the other applications are there. And one more thing, I just give brief about our institute. You can come to our institute. If you are in the school or college, we can get the request to visit our institute. You can visit through your school, not personally, but there is a National Science Day in our institute in the February that is open for the all Indian citizens. At that time you can visit our institute, or you can come for the training purpose when you are in a BE or MTech for your semester training. You can come. There is one other course, summer school students course for 3 months for a master MSc students. At that time you can apply, and if you select you can come to our institutes. These are the main, or if there is any open job interview applications, then at that time you can apply. If you are selected, you can come at that time also. So, and also for the PhD, you can give the exam just, and you can come to the institute. These are the main way you can visit to our institute. Thank you. If you have any questions, you can ask right now, or you can ask when you visit to our exhibition. You can see all the models, live and static models, and you can ask at that time also. Thank you very much. Thank you. ലോകമാണ് പ്ലാസ്മയുടേത്. മാത്രമല്ല നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിനും പ്ലാസ്മക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നാണ് പറഞ്ഞത്. പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളെടുത്താൽ അവയിൽ 99% കൂടുതൽ പ്ലാസ്മ എന്ന അവസ്ഥയിലാണ്. നമ്മുടെ സൂര്യനടക്കം എല്ലാ നക്ഷത്രങ്ങളിലും പ്ലാസ്മാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യനിൽ നിന്നുള്ള ചൂടും പരിശീലന പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള ശ്രീ അജയൻ അനാട് സാറ് റിയാസ് സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ പ്രോഗ്രാമിൻ്റെ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടും ക്ഷണിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ്. നിങ്ങൾക്കൊക്കെ ഓൺട്രപ്രണർഷിപ്പ് എന്താണെന്ന് അറിയണോ? ഇന്നോവേഷൻ എന്താണെന്ന് അറിയണോ? അതിന് പറ്റിയ ഒരാളെ വേണോ? റിയാസ് സാറുണ്ട്. ഐ ആം വെരി ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് മൈ ഫ്രണ്ട് മിസ്റ്റർ റിയാസ് PM. കേരളത്തിലെ സ്റ്റാർട്ടപ്പ്, എസ്പെഷ്യലി സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലും ഓൺട്രപ്രണർഷിപ്പിലും വളരെയധികം ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ച വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ റിയാസ്. ഞാൻ അങ്ങനെ ക്വാളിഫിക്കേഷൻസിലേക്ക് ഒന്നും പോകുന്നില്ല. ഐ എം ഗോയിങ് ടു ടെൽ വാട്ട് ഹീ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു യു, ഹൗ യു ഷുഡ് റിലേറ്റ് ടു വാട്ട് ഹീ ഈസ് ഗോയിങ് ടു ടോക്ക്.
that's going to be my focus. Because Riya sir, ASAP, എൻ്റെ കുറേ കാലം അസിസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ വളരെ ഇനീഷ്യേറ്റീവ് റിയ സാറിൻ്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. പിന്നെ അതേമാതിരി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രൊജക്ട് ഡയറക്ടറായിരുന്നു. പല ഞങ്ങൾ KSU വഴിയാണ് റിയാസിനെ ഞങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഞാൻ ഇത്രയും വൈബ്രൻ്റായിട്ട് ഒരു കോസിന് വേണ്ടി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. റിയ സാറ് KSUമിൽ പ്രൊജക്ട് ഡയറക്ടറായിട്ട് കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ റിംഗ് എന്ന് പറഞ്ഞൊരു കേരള ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കീഴിലുള്ള റിംഗ്, റിസർച്ച് ഇന്നൊവേഷൻ നെറ്റ്വർക്ക് ഓഫ് കേരള, കേരളത്തിലെ റിസർച്ച് സ്ഥാപനങ്ങളെ എങ്ങനെ അവരെ റിസർച്ച് കൊമേഴ്സ്യലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള അതിൻ്റെ പ്രസൻറ്റേഷനും അതിനെ ഓൺടർപ്രണേഴ്സിനെ കണക്ട് ചെയ്യുന്നതുമായിട്ടുള്ള വളരെ വളരെ ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് മിസ്റ്റർ PM റിയാസിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഇന്നും വളരെ നല്ല നിലയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൽ പലപ്പോഴും പലപ്പോഴും എന്നെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്, ഞാനും ഇൻവോൾവ് ചെയ്യാറുണ്ട്. അത് അനദർ ഇനീഷ്യേറ്റീവ്. ഇപ്പോൾ കേരള നോളജ് മിഷൻ്റെ ജനറൽ മാനേജറാണ് മിസ്റ്റർ റിയാസ്. റിയാസിന് നിങ്ങൾക്ക് പല കാര്യങ്ങളും വളരെ ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ചും, ഓൺടർപ്രണർഷിപ്പ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം, ഇന്ന് നടക്കുന്ന 4ാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ 4ാം വ്യവസായ വിപ്ലവം എന്ന് നമ്മൾ പറയുന്ന ടെക്നോളജി നമ്മളെ മുഴുവൻ അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നൊവേഷനും ക്രിയേറ്റിവിറ്റിയും ടെക്നോളജിയും എങ്ങനെ ഓരോ ഫീൽഡിലും, ഹെൽത്തിലായാലും ശരി, മെഡിക്കൽ ഫൈനാൻസ് ഫീൽഡായാലും ശരി, ടൂറിസം മേഖല ആയാലും ശരി, മാനുഫാക്ചറിങ് മേഖലയായാലും ശരി, ഇതിന് എങ്ങനെയാണ് നൂതനമായ ചേഞ്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എഡ്യൂക്കേഷൻ ഫീൽഡിലും, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നടക്കുന്ന എനിക്കറിയാവുന്ന പല വ്യക്തികളും ഒരു നല്ല കോളേജ് ഡിഗ്രി ഇല്ലെങ്കിൽ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റ അനലറ്റിക്സിലും വളരെയധികം പ്രാവീണ്യമുള്ള ആൾക്കാരെയാണ് ഇന്ന് ഇൻഡസ്ട്രിക്ക് വേണ്ടത്. അപ്പോൾ ഇൻഡസ്ട്രിക്ക് വേണ്ടത് പണ്ട് ഉണ്ടായ മാതിരി കുറേ റെഡിമെയ്ഡ് ഡോൾസിനെ അല്ല അവർക്ക് വേണ്ടത്. ഇൻഡസ്ട്രിക്ക് ആവശ്യമായ വിധത്തിൽ പ്രവർത്തിക്കാനും ചിന്തിക്കാനും ടെക്നോളജി യൂസ് ചെയ്യാനും കഴിയുന്ന ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കേപ്പബിലിറ്റിയുള്ള സ്കിൽസുള്ള ആൾക്കാരെയാണ് ആവശ്യമുള്ളത്. സ്കിൽ സെറ്റ്സ് എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ മാറിത്തുടങ്ങി. നമ്മൾ ഇത്രയും കാലം ചർച്ച ചെയ്തിരുന്ന സ്കിൽ സെറ്റ്സ് അല്ല ഇന്ന് നമുക്ക് ആവശ്യമുള്ളത്. ഡാറ്റ എന്ന് പറയുന്ന സാധനം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയായി മാറിയിരിക്കുന്നു. പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, എനിക്ക് വാട്സപ്പ് വേണ്ട, എനിക്ക് ഇൻ്റർനെറ്റ് വേണ്ട, എനിക്ക് അതില്ലാണ്ട് തന്നെ ഞാൻ മാനേജ് ചെയ്തോളാമെന്ന്. പക്ഷെ അന്ന് നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു, ഇന്ന് നിങ്ങൾക്കത് സാധ്യമല്ല. ബിക്കോസ് നിങ്ങൾ മാറി നിന്നാലും നിങ്ങളെ അതിലേക്ക് വലിച്ചെടുക്കുന്ന വിധത്തിൽ ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിസിനസ് മാറിക്കൊണ്ടിരിക്കുന്നു, എഡ്യൂക്കേഷൻ സിലബസ് മാറിക്കൊണ്ടിരിക്കുന്നു, ഡെലിവർ ചെയ്യുന്ന എഡ്യൂക്കേഷൻ എങ്ങനെയാണ് അതും മാറിക്കൊണ്ടിരിക്കുന്നു, കുട്ടികളുടെ ചിന്ത മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓൺടർപ്രണർഷിപ്പിന് വളരെയധികം സാധ്യതകളുള്ള ഒരു കാലഘട്ടത്തിലാണ്. നിങ്ങളെല്ലാം ഭാഗ്യവന്മാരാണ്. നിങ്ങൾക്ക് വേണ്ട മാതിരിയുള്ള ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട മാതിരിയുള്ള മെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങളെ ഫണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ഫണ്ട് ചെയ്യാനുള്ള പല ഏജൻസികളും വ്യക്തികളും ഉണ്ട്. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു എക്കോസിസ്റ്റത്തിനെ നിങ്ങൾ വളരെയധികം കൂടുതൽ അറിഞ്ഞിരിക്കണം. കൂടുതൽ അതിൻ്റെ ഒപ്പം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. കേരളം ഇന്ന് സ്റ്റാർട്ടപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റായി മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു 5 കൊല്ലം കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതാണ്, ഒരു 5 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ചൊരു സെഷൻ നടത്തി കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 റോയിൽ ഒരു 5-8 കുട്ടികളുണ്ടാവും. ഇന്ന് ആ കാലഘട്ടം മാറിയിരിക്കുന്നു. ഇന്ന് ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇതേമാതിരി ഒരു ഈവൻറ്റിന് പോയിരുന്നു. അന്ന് ഞാൻ കണ്ടത് ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ചിട്ടും ഇന്നോവേഷനെ കുറിച്ചിട്ടും ടെക്നോളജി കൊണ്ടുണ്ടാകുന്ന ഡിസ്റപ്ഷനെ കുറിച്ചും മനസ്സിലാക്കാനും മാത്രമല്ല അവരുടെ ഭാഗത്തുനിന്ന് വളരെയധികം പുതിയ ടെക്നോളജി, പുതിയ ഇന്നോവേഷൻ സ്റ്റാർട്ടപ്സ് വന്നുകൊണ്ടിരിക്കുന്നു. ആ പല സ്റ്റാർട്ടപ്പുകളും
നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതിനെ പോലും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകൾ വരുന്ന വിദ്യാർത്ഥികളിൽ നിന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമൂഹമാണ് നിങ്ങൾ, അങ്ങനത്തെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ ശക്തമായ പവേഴ്സ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. നിങ്ങളെ അക്കാര്യത്തിൽ സഹായിക്കാനും എല്ലാമാണ് റിയാസിനെ മാതിരിയുള്ള നമുക്കുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉള്ളത്. നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കുന്ന വ്യക്തികളുള്ളത്. വേറൊരു സന്തോഷ വാർത്ത കൂടി പറയട്ടെ. ഫാബ് ലാബ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഫാബ് ലാബ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ നമ്മുടെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയിട്ട് അതിനുള്ളൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക, അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളുള്ള അതിനെയാണ് ഫാബ്രിക്കേഷൻ ലാബിനെയാണ് ഫാബ് ലാബ് എന്ന് പറയുന്നത്. ആ ഫാബ് ലാബ് കേരള സ്റ്റാർട്ടപ്പിൻ്റെ ഏറ്റവും വലിയ ഫാബ് ലാബ് എടുക്കുന്നത് എറണാകുളത്താണ്. നോർത്തിൽ മലബാറിലായിട്ട് അങ്ങനത്തെ ഒരു ഫാബ് ലാബ് ഇല്ല. അങ്ങനത്തെ ഒരു ഫാബ് ലാബ് കേരളത്തിൽ നോർത്ത് മലബാറിന് വേണ്ടി കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്ത വ്യക്തിയാണ് മിസ്റ്റർ റിയാസ് കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫാബ് ലാബ് വരാൻ പോവുകയാണ്. അതിന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ 5 കോടി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സാങ്ഷനാക്കി കഴിഞ്ഞു. യൂണിവേഴ്സിറ്റി അതിനുള്ള സ്പേസ് ഉണ്ടാക്കി കഴിഞ്ഞു. അടുത്ത് തന്നെ അപ്പോൾ നിങ്ങളെ മാതിരിയുള്ള യങ്സ്റ്റേഴ്സിനൊക്കെ അവിടെ പോയി വർക്ക് ചെയ്യാനും മാത്രമല്ല MIT USA യൂണിവേഴ്സിറ്റിയുടെ സപ്പോർട്ടോടുകൂടി നടക്കുന്ന ഒരു ഫാബ്രിക്കേഷൻ ലാബ് ആയിരിക്കും അത്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല നിങ്ങളിൽ നിന്ന് നാളെ പലരും നൂതനമായ ഐഡിയാസും നൂതനമായ ഓൺടർപ്രണർഷിപ്പിൻ്റെയും വ്യക്തികളായി മാറും എന്നുള്ളൊരു ധൈര്യം കൂടി എനിക്കുണ്ട്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. Presenting to you before you, Mr. Riyaz PM. Thank you. Welcome, Riyaz. Thank you, Mr. Achin, for the kind words. ഇവിടെ വേദിയിലും സദസ്സിലുമൊക്കെയുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എസ്പെഷ്യലി ഡോക്ടർ റാം മൗര്യ സർ ആൻഡ് ഡോക്ടർ ഷാജിൽ, എനിക്ക് ഈ സംവിധാനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം മനോഹരമായി ഉറങ്ങാൻ പറ്റുന്ന ഒരു സന്ദർഭമായിട്ടാണ് എനിക്ക് തോന്നുന്നു. സച്ചിദാനന്ദൻ്റെ ഒരു കവിതയുണ്ട്. അതെങ്ങനെയാണ്? ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നവർ ഭാഗ്യവാന്മാർ, കാരണം അവർക്ക് അവരുടെ സ്വപ്നങ്ങളെങ്കിലും നഷ്ടപ്പെടില്ലല്ലോ. എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നോളജ് ദ ഫിഷിൻ്റെ സംഗതിയെക്കുറിച്ച്. ഈ സംവിധാനം നിങ്ങൾക്ക് ഉറങ്ങുന്നവർക്ക് സുന്ദരമായി ഉറങ്ങാം. എന്തായാലും എന്നോട് പറഞ്ഞിട്ടുള്ളത് 11:45 വരെ സംസാരിക്കാനാണ്. അതുവരെ ഞാൻ വിളിക്കുക. ഞാനൊരു പ്രസംഗകനായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലെറ്റ് മീ ആസ്ക് സംതിങ്. ഹൗ മെനി ഓഫ് യു ക്യാൻ സിങ് എ സോങ്? ജസ്റ്റ് റേസ് ഹാൻഡ്. എത്ര പേർക്ക് പാടാനറിയും? എല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ്, സ്വന്തം കാര്യമൊന്നും നോക്കുന്നില്ല. ഓക്കെ, യാ ഫൈൻ, താങ്ക് യു. ഇതേ ചോദ്യം 1-ാം ക്ലാസ്സിൽ ആണ് ചോദിച്ചിരുന്നെങ്കിൽ എത്ര പേര് കൈ ഉയർത്തും? എല്ലാവരും ഉയർത്തും. ഞാനിതിനൊന്ന് ചെറുതായിട്ട് മാറ്റട്ടെ. നിങ്ങളിൽ എത്ര പേര് സംരംഭകരാവാൻ ആഗ്രഹിക്കുന്നുണ്ട്? യെസ്, ഓക്കെ, താങ്ക് യു. ഇത് ഞാൻ നേരത്തെ ചോദിച്ച പോലെ 1-ാം ക്ലാസ്സിലാണ് ചോദിക്കുന്നതെങ്കിൽ സംരംഭം എന്താണെന്നൊന്നും അറിഞ്ഞിട്ടല്ല, പക്ഷെ എല്ലാവരും കൈ ഉയർത്തും. സംരംഭകന് വേണ്ട പ്രാഥമികമായ ചില സാധനങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ലെറ്റ് മീ ആസ്ക് എ ക്വസ്റ്റ്യൻ. നമ്മൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ഇടയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അതായത് 1-ാം ക്ലാസ്സിൽ വളരെ ക്യൂരിയസ് ആയിട്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് വരുന്ന കുട്ടികൾ കുറേ കഴിയുമ്പോഴേക്കും സംരംഭവും ഒന്നും ചെയ്യാത്തവരായിട്ട് മാറാൻ എന്താണ് തടസ്സം നിൽക്കുന്നത്? നിങ്ങളിലൂടെ ഞാൻ പാട്ട് പാടാൻ അറിയുന്നവരുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പാടാനൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ എന്നാലും എൻ്റെ പാട്ട് കൊള്ളാമോ, അതോ മറ്റുള്ളവർ എന്ത് കരുതും, ഇത്രയും ഗ്രൂപ്പിനിടയിൽ ഞാൻ പൊന്തിക്കുകയോ, ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്, വോയിസ് ഓഫ് ജഡ്ജ്മെൻ്റ് എന്നൊക്കെ പറയും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് എക്സാക്ട്ലി ദ പോയിൻ്റ് ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ്. ഇതിന് നമ്മുടെ PPT ഉണ്ടായിരുന്നു. PPT ഉണ്ടോ? എനിക്ക് സ്ലൈഡ് ചേഞ്ചർ ഉണ്ടെങ്കിൽ അതും കൂടെ ഉണ്ടെങ്കിൽ തന്നായിരുന്നു.
ആരെങ്കിലും ഒരാൾ ഒന്ന് മുന്നോട്ട് വരാൻ പറ്റുമോ? ഇത് വല്ലാത്തൊരു സത്യത്തിൽ ഇത് നമ്മൾ ഇവിടെ നിൽക്കുന്ന ആളും നിങ്ങളും തമ്മിലുള്ള അകലം കൂട്ടുന്ന ഒരു സംവിധാനമായിട്ടാണ് എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. IIM-ലൊക്കെ ഉണ്ടാകുന്ന ക്ലാസ്സിൽ ടീച്ചർ താഴെയും സ്റ്റുഡൻസ് മുകളിലേക്കുമായിട്ടാണ് നിൽക്കാറുള്ളത്. ആരെങ്കിലും ഒരാൾ മുന്നിലേക്ക് വരാൻ പറ്റുമോ സ്റ്റേജിലേക്ക്? ഇത്രയും പേരിരുന്നിട്ട് ഒരാൾക്ക് മുന്നിലേക്ക് വരാനുള്ള ധൈര്യമില്ല. വരൂ പ്ലീസ്. അതെ, ലെജിൻ. ലെജിൻ എന്ത് ചെയ്യുന്നു? ലെസിൻ എന്ത് ചെയ്യുന്നു? 10th. ഏത് സ്കൂളാണ്? CIRHS മാത്ര. ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നല്ല വിളിച്ചത്. I just wanted to give a book. I request Professor to hand over this gift to this. Yeah. Entrepreneurship is all about this thing. Thank you. നിങ്ങൾ ആര് വന്നാലും കിട്ടാമായിരുന്നു ഇത്. നിങ്ങളിലൊക്കെ ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ടായിരുന്നു. ഇതെടുത്താൽ എനിക്കെന്തെങ്കിലും പണി കിട്ടുമോ എന്നൊക്കെയാണ് കരുതിയത്. ഇൻഫാക്ട് ഓണ്ടർപ്രണർഷിപ്സ് ഓൾ അബൌട്ട് ടേക്കിംഗ് റിസ്ക് ആൻഡ് ഗെറ്റിംഗ് റിവാർഡഡ്. ക്യാൻ എനിവൺ, ഒരാളും കൂടെ വരാമോ? പ്ലീസ് കം. രണ്ടുപേരുണ്ടോ? ഓ ഫൈൻ, ദാറ്റ്സ് ഗുഡ്, വെരി ഗുഡ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ആൾക്കാരാണ് എപ്പോഴും മുന്നോട്ട് വരിക. പേരെന്താ? മുഹമ്മദ് റാഷിദ്. യുവർ ഗുഡ് നെയിം? അൽഫിയ. നിങ്ങൾ രണ്ടുപേരും ആ വാളില്ലേ, ചുമരിന് അവിടേക്ക് പോകും. എന്നിട്ട് നിങ്ങൾ ആദ്യം റാഷിദിന് ഇഷ്ടമുള്ളടുത്ത് തൊട്ടെ. അൽഫിയ തൊട്ടെ. അത്രേ തൊടാൻ പറ്റുള്ളൂ. റാഷിദ് ചാടുടാ, ചാട്. ജംപ്. റാഷിദ് ഒന്നുകൂടെ. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. Can you see that? ഇവിടെയായിരുന്നു റാഷിദ് തൊട്ടത്, ഇവിടെയായിരുന്നു അൽഫിയ തൊട്ടത്. പക്ഷേ when I asked them to jump, thank you. ഗിഫ്റ്റ് ഒന്നുമില്ല, അടുത്ത തവണ വരുമ്പോൾ കാണാം. Thank you. Please go on. The first സ്ഥലത്തൊട്ടില്ലേ, അതാണ്, that is our comfort zone. Most of our are comfortable to sit in that place. പിന്നീട് ഞാൻ പുഷ് ചെയ്തപ്പോൾ when we have an external pressure, അപ്പോൾ ഒന്ന് സ്റ്റൈലിൽ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ നോക്കി. That is where our true potential lies. So we need to identify our true potential. The programs like this actually enable you to find your true potential. Grab that opportunity. ഹിന്ദുവിൻ്റെ പരസ്യം കണ്ടിട്ടില്ലേ? ഓപ്പർച്യൂണിറ്റീസ് നോക്സ് അറ്റ് വൺസ്. കിട്ടുന്ന സമയത്ത് അത് മുതലെടുക്കണം. സോ ഐ വിൽ ടോക്ക് അബൌട്ട് കപ്പിൾ ഓഫ് പോയിന്റ്സ്. നിങ്ങളിൽ എത്ര പേര് ആലീസ് ഇൻ വണ്ടർലാൻഡ് വായിച്ചിട്ടുണ്ട്? ഗ്രേറ്റ്. ലൂയിസ് കരോളിൻ്റെ ആലീസ്. ആലീസ് ഇൻ വണ്ടർലാൻഡിൽ ആലീസ് ഇങ്ങനെ നടന്നു പോയിരിക്കുകയായിരുന്നു. ഒരു ജംഗ്ഷനിലെത്തി, അതിലൊരു ചെഷയർ കാറ്റർ ഉണ്ട്. എത്തിയിട്ട് 4 ഭാഗത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആലീസ് ചോദിച്ചു, വിച്ച് റോഡ് ഐ ഷുഡ് ടേക്ക്, ഏത് വഴി പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ കാറ്റിൻ്റെ മറുപടി ഇമ്മീഡിയറ്റ്ലി പറഞ്ഞ്, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വേർ യു വാണ്ട് ടു ഗോ. ആലീസ് പറഞ്ഞു പറഞ്ഞാൽ, ഐ ഡോണ്ട് മൈൻഡ് വേർ വിച്ച് എവർ വേ ഈസ് ഫൈൻ വിത്ത് മീ എന്ന് പറഞ്ഞു. കാറ്റിൻ്റെ ഇമ്മീഡിയറ്റ് റിപ്ലൈ വാസ്, then it doesn't matter whether right or left, you can choose any road. എഡ്യൂക്കേഷനിൽ നമ്മൾ സംഭവിക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ തീരുമാനിക്കണം നമ്മൾ എങ്ങോട്ട് പോകണമെന്ന്. And one of the way is job seeker. Do you want to become a job seeker? Then please proceed with that path, job seekers. The second thing, job creator. തൊഴിലെടുക്കുക. നമ്മൾ ആരുടെ കീഴിലും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല.
നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, പുതിയ ആളുകളെ ഉണ്ടാക്കാം. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പാത്ത്. ഐ വിൽ ടോക്ക് അബൌട്ട് ദ സെക്കൻഡ് പാത്ത്. ഇവരൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ദ ഫസ്റ്റ് ജെന്റിൽമാൻ ഹിഷാം. ഹിഷാമിനൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. സ്റ്റാർട്ടപ്പിൻ്റെ പേര് എൻട്രി എന്നാണ്. കേട്ടിട്ടുണ്ടോ? എൻട്രി PSCക്കും കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചെയ്യുന്ന എൻട്രിക്ക് യൂസേഴ്സ് 1.2 crore ആൾക്കാരുണ്ട്. കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും അത്ര ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് ദ വേ ദ ബിസിനസ് മോഡൽ ഈസ് ഇവോൾവിങ്. ഹിഷാം. സെക്കൻഡ് ജോണിനെ കണ്ടിട്ടുണ്ടോ? ജോണിനെ അറിയാമോ? നിങ്ങൾ പത്രം വായിക്കുകയാണെങ്കിൽ 2-3-4 ദിവസം മുൻപ് ഗൂഗിള് ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഗൂഗിളിൻ്റെ ആപ്പ് ഡെവലപ്പറായിട്ട് എടുത്തിട്ടുള്ള റിയാഫി ടെക്നോളജീസിൻ്റെ CEO ആണ് പിന്നെ ജോൺ, തൃശ്ശൂർക്കാരൻ, എറണാകുളം വരെ. ദെൻ കംസ് വിമൽ, ദ ജെൻ റോബോട്ടിക്സ്. ഈ മാനുവൽ സ്കാവഞ്ചിങ്ങിനെ മാറ്റിയെടുത്ത് റോബോട്ട് യൂസ് ചെയ്ത് മാറ്റിയത് വിമൽ. ദെൻ ലാസ്റ്റ്ലി നജീബ്. ദീസ് ആർ ഓൾ ദ ജോബ് ക്രിയേറ്റർ റോൾ. ഇവരെല്ലാം സാധാരണ നടക്കാത്ത വഴികളിലൂടെ നടന്നു പോയവരാണ്. ദർ ഇസ് എ സബ്സ്റ്റാൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ്. നമ്മൾ എന്ത് ചെയ്താലും, പുതുതായിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും, ഒരു ചായക്കട തുടങ്ങുകയാണെങ്കിലും, ഒരു ഗ്രോസറി ഷോപ്പ് തുടങ്ങുകയാണെങ്കിലും, അതെല്ലാം ഓണ്ടർപ്രണർഷിപ്പ് കാറ്റഗറിയിലുണ്ട്. ബട്ട് സ്റ്റാർട്ടപ്പ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. സ്റ്റാർട്ടപ്പ് ടെക്നോളജി ഉപയോഗിക്കുന്ന, ചായക്കട ഓൺലൈനാണ് ചായ വെക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ സ്റ്റാർട്ടപ്പ്. ദർ ഇസ് എ സ്റ്റാർട്ടപ്പ് കോൾഡ് ചായ്വാല ഇൻ ചെന്നൈ. അതല്ല, മീൻ വിൽക്കുകയാണെങ്കിൽ, മീൻ വിൽക്കുന്ന സ്റ്റാർട്ടപ്പിനെ അറിയാമോ? ഫ്രഷ് ടു ഹോം. മാത്യു ആക്ച്വലി ഒരു മീൻ കച്ചവടമാണ് മാത്യുവിൻ്റെ പണി. അപ്പം മാത്യു സ്റ്റാർട്ട് ചെയ്തത്, മൈ ഫ്രണ്ട് മാത്യു സ്റ്റാർട്ട് ചെയ്തത് ഫ്രഷ് ടു ഹോം. മാത്യു ആദ്യം വേറെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരുന്നു, അത് പൊളിച്ചു, അതിനുശേഷം തുടങ്ങിയതാണ്. ഐ എം നോട്ട് ടേക്കിംഗ് ടു മച്ച് ടൈം. ദിസ് ഐ വിൽ സ്കിപ്പ്. ആക്ച്വലി ദിസ് ഇസ് എ ഇന്നോവേഷൻ പ്രോസസ്. എന്താണ് ഒരു സംരംഭം വേണ്ടത്? പ്രധാനമായിട്ടും വേണ്ടത് ഇനി ഐഡിയ. ഇത് നല്ല പരിപാടിയാണ്, മിണ്ടാതിരിക്കുക, ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? ഓരോരുത്തരെ പറയൂ. പ്രോബ്ലം. വെരി ഗുഡ്. പ്രോബ്ലം കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ഏറ്റവും വേണ്ടത് ഏതൊരു സംരംഭകത്തിൻ്റെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലങ്ങളുണ്ടോ? ഉണ്ടോ? സാധാരണ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയണം സർക്കാരിനെ എങ്ങനെ കുറ്റം പറയുക എന്നുണ്ടാവും, അല്ലെങ്കിൽ ഓരോ റോഡ് മോശം, അത് മോശമാണെന്ന് അറിയുന്ന കാര്യങ്ങളുണ്ടാവും. ഇത് നമുക്ക് പറ്റുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് എ ട്രേറ്റ് ഓഫ് എ ഓർഡിനറി സിറ്റിസൺ. വെയർസ് എൻ ഓൺട്രപ്രണർ വിൽ ഫൈൻഡ് ദാറ്റ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി. അതെങ്ങനെ നമുക്കും നമ്മുടെ ലെവലിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. സോ ഫസ്റ്റ് വൺ ഈസ് ഒരു പ്രോബ്ലം കണ്ടെത്തുക. അത് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന പ്രോബ്ലം കണ്ടെത്തുക എന്നുള്ളതാണ്. ദെൻ അതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക. പിന്നീട് അത് വാലിഡേറ്റ് ചെയ്യുന്നു, എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു, വീണ്ടും എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു, അങ്ങനെ പ്രോട്ടോടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഇന്നോവേഷൻ പ്രോസസ്സിലെ ഇത്. ദിസ് ഇസ് എ പാത്ത് ടു എൻ്റർപ്രണർഷിപ്പ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ ഇവിടെയുള്ള കൂടുതൽ സംഗതികളും വേറെ ആരൊക്കെയോ ചെയ്ത കാര്യങ്ങളായിരിക്കും. അതിനെ നമ്മൾ കോപ്പി ക്യാറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് കൂടുതലായിട്ട് ഇന്നോവേഷനിലുള്ളത്, അഡോപ്റ്റ് ചെയ്യുന്നത്. ചില സിസ്റ്റംസുകൾ, പ്രോസസ്സുകൾ ഇംപ്രൂവൈസ് ചെയ്യുന്നുണ്ട്, അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇന്നോവേറ്റ് ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ്. അതിനേക്കാൾ കുറവാണ് പുതുതായിട്ടൊരു കാര്യം കണ്ടുപിടിക്കുക എന്നുള്ളത് കാര്യം. നിങ്ങൾ ചെയ്യേണ്ടത് അവസാനത്തെ എണ്ണത്തിലാണ് ഇൻവെൻറ്റ് എന്ന് പറയുന്ന ഇതുവരെ ഇല്ലാത്ത, ആരും ചിന്തിക്കാത്ത ഒരു പുതിയ സംഗതികൾ കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിലേ നിങ്ങളെ ചരിത്രത്തിൽ നിങ്ങളെ അടയാളപ്പെടുത്തുകയുള്ളൂ. ലോകത്തിൻ്റെ എല്ലാ ടെക്നോളജി എടുക്കില്ല, എസ്പെഷ്യലി ടെലികോം ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി എന്ത് എടുക്കുകയാണെങ്കിലും ലോകത്തിലെ എല്ലാ കമ്പനികളുടെയും നിയന്ത്രിക്കുന്നത്, നയിക്കുന്നത് ഇന്ത്യൻ എൻജിനീയറിംഗ് ടാലൻ്റാണ്. പക്ഷേ എല്ലാ കമ്പനികളുടെയും എല്ലാ പ്രൊഡക്റ്റിൻ്റെയും പാറ്റൻ്റ് കിടക്കുന്നത്, പാറ്റൻ്റ് എന്ന് പറയുന്ന ബൗദ്ധിക സ്വത്തവകാശം എന്നൊക്കെ പറയുന്ന, അത് കിടക്കുന്ന US കമ്പനിയാണ്. അതിനർത്ഥം നമ്മൾ ഉപയോഗിക്കുന്നതർത്ഥം ഈ പണം മുഴുവൻ പോകുന്നത് അങ്ങോട്ടേക്കായിരിക്കും. ഇതിനൊരു മാറ്റം വരണമെങ്കിൽ നമ്മുടേതായ ഒറിജിനലായ ഒരു ആശയത്തെ നമ്മൾ പരിവർത്തിപ്പിച്ച് നമ്മുടെ സംഗതികളായിട്ട് കൊണ്ടുവരണം.
അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ മെച്ചം ഇവിടേക്കായിരിക്കും, നമ്മുടെ നാട്ടിലേക്കായിരിക്കും. I'll skip this slide because you might have already. സ്റ്റാർട്ടപ്സിൻ്റെ വരുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ടെക്നോളജി എനേബിൾഡ് ആയിട്ടായിരിക്കും ഇൻപുട്ടായിട്ട് വരുന്നത്, ഇന്നൊവേഷൻ ആയിരിക്കും, പ്രൊഡക്റ്റ് ആയിരിക്കും ഇൻപുട്ടായിട്ട് വരുന്നത്. പ്രോസസ്സ് ഇതൊരു ഗ്രാഫാണ് ബേസിക്കലി. എങ്ങനെയാണിത്, ഇത് പരാജയം കൂടുതലായിരിക്കും സംഭവിക്കുക. അപ്പോൾ അത് പരാജയം കുറയ്ക്കുന്നതിന് വേണ്ടി പ്രോസസ്സിലുള്ള ഇന്നൊവേഷൻ കൊണ്ടുവരുന്നത്. അതിൽ അഗൈൻ സ്കിപ്പ് ദീസ് ആർ ഓൾ ടു തിയററ്റിക്കൽ തിങ്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ പിന്നെ ഇങ്ങനത്തതിലേക്കൊന്നും മുന്നിട്ടിറങ്ങാത്തത്? നമ്മൾ എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്ന അപ്പോൾ അടിച്ചിരുത്തും. നിന്നെ കൊണ്ട് കൊള്ളില്ല, നീ കളിക്കേണ്ട സമയമല്ല, പഠിക്കേണ്ട സമയമാണ്, ഈ ഐഡിയ കൊള്ളില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ഇതല്ലേ സംഗതീകരിക്കുന്നത്? ആണോ? വീട്ടിൽ നിന്ന് തുടങ്ങും. വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു 3 വയസ്സായ ഒരു കുട്ടിയുടെ അടുത്ത് ഒരു കളിപ്പാട്ടം കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കുമോ ചെയ്യുക? പൊട്ടിക്കും, കടിക്കും, പല തിരിച്ചു കുറച്ച് നോക്കും. ഞാനിത് ഇത്രയും കൃത്യമായിട്ട് പറയുന്നത്, എൻ്റെ മോനാകെ 6 വയസ്സായിട്ടുള്ളൂ. ഞാനുള്ള വളരെ ക്യൂരിയസ് ആയിട്ട് അവൻ്റെ ഗ്രോത്തിനെ ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ കാണാത്ത പല തലങ്ങളും അവർ കണ്ടിട്ടുണ്ടാവും. ഒരു സാധനത്തിൻ്റെ നമ്മളിതുവരെ കാണാത്ത ഉപയോഗം പോലും അവർ കണ്ടെത്തിയിരിക്കും. പക്ഷേ അതൊരു ക്യൂരിയോസിറ്റിയാണ്. കുട്ടിക്ക് ആദ്യം കിട്ടുന്ന സാധനത്തെ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി ഇതിനെ നോക്കിയിട്ട് അതിനെ പല രീതിയിലേക്ക് ശ്രമിക്കുകയാണ്. അവൻ്റെ മുന്നിൽ ലേണിംഗ് ഒന്നുമില്ല, അവനക്ക് പുതിയ സാധനങ്ങൾ കണ്ടെത്തുകയാണ്. പക്ഷെ വേറെ നമ്മൾ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കടക്കുമ്പോഴേക്കും നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകുന്നു. നമ്മുടെ അധ്യാപകർ നല്ലതല്ലെങ്കിൽ, ഞാൻ അത് വീണ്ടും അടിവരയിട്ട് പ്രതിക്കുന്നു. ഈ വിജയൻ മാഷ് പറയാറുണ്ട്, അധ്യാപകർ ഒരു ചൂട്ട് പോലെയാണെന്ന് പറയുന്നത്. എം എൻ വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ പ്രശസ്തമായ എഴുത്തുകാരൻ പറഞ്ഞതാണ്, അധ്യാപകർ ഒരു ചൂട്ട് പോലെയാണെന്ന് പറഞ്ഞു. ആ വെളിച്ചത്തിലായിരിക്കും നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുന്നത്. പക്ഷെ പുതിയ കാലത്ത് നമുക്ക് ഒരുപാട് വെളിച്ചങ്ങൾ പലയിടങ്ങളിൽ ഇതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു വെളിച്ചത്തെ മാത്രം ആശ്രയിക്കേണ്ട കാര്യമില്ല, പലതരത്തിലുള്ള വെളിച്ചങ്ങളിൽ നിന്ന് നമുക്ക് ഊർജം ഉൾക്കൊള്ളാൻ കഴിയും. സോ ദ പോയിന്റ് ഐ എം ഹിയർ ഇറ്റ്സെൽഫ്, നമുക്ക് ഇത്രയും നിങ്ങൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഉണ്ട്, ഇത് ഭയങ്കര റിസ്ക്കാണ്, ജോലി കിട്ടില്ല. ഇപ്പം വിമൽ ജെൻ റോബോട്ടിക്സ്, വിമൽ TCS ഉയർന്ന ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളായിരുന്നു. അവന് സ്വന്തമായി TCS കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. പക്ഷെ ഹി ക്വിറ്റ് ദ ജോബ്. ദാറ്റ് ഈസ് വേർ ഐ ഇൻസിസ്റ്റ് ദാറ്റ് എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നോവേറ്റ് ചെയ്യാത്തതെന്നുള്ളതിൻ്റെ കാരണമായിട്ട് കാണിക്കുന്നത്. ആൻഡ് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പരീക്ഷയിലില്ല, ദ റൈറ്റ് ആൻസർ, സെലക്ട് ദ റൈറ്റ് ആൻസർ. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് സൈൻസ്. റൈറ്റ് ആൻസർ ഉണ്ട്, പക്ഷേ അത് മാത്രമല്ല ആൻസർ. നമ്മൾ ഞാനിത് പറയുന്നത് അധ്യാപകരെ കൂടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ പോയിന്റ്, നമ്മൾ എഴുതിയിട്ടുള്ള തെറ്റായ ആൻസർ എന്ന് അധ്യാപകർ പറയുന്നത് മറ്റേതോ ശരിയായ ചോദ്യത്തിനുള്ള ആൻസറും കൂടിയായിരിക്കും. സോ ദാറ്റ് വി നീഡ് ടു ഇൻസിസ്റ്റ്. സോ അവർ സിസ്റ്റം ഓൾവേസ് ഇൻസിസ്റ്റ് റൈറ്റ് ആൻസർ. അപ്പം നമ്മൾ ഫ്രെയിം ഓഫ് മൈൻഡ് അങ്ങനെ കൊണ്ടുവരിക, റൈറ്റ് റൈറ്റ് റൈറ്റ്. ദർ ആർ അതർ ഓപ്ഷൻസ് ആസ് വെൽ. ഇതൊക്കെയാണ് നമ്മളെക്കുറിച്ച് പറയാറുള്ളത്. ലുക്ക് ഫൂളിഷ്, എന്താ പറയുക, ബി ലോജിക്കൽ, കുറച്ചുകൂടി മര്യാദക്ക് നടക്ക്. ഇങ്ങനെയൊക്കെ മീൻ കച്ചവടം നടക്കാൻ പോകുമെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ സമ്മതിക്കുമോ? അല്ലെങ്കിൽ പച്ചക്കറി കച്ചവടം നടത്താമെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതൊക്കെ സ്റ്റാർട്ടപ്പ് ആട്ടോ. ഫാർമേഴ്സ് ഫ്രഷ് സോൺ, പിന്നെ ഫ്രഷ് ടു ഹോം, ജെൻ റോബോട്ടിക്സ്, ദീസ് ആർ ഓൾ സ്റ്റാർട്ടപ്സ് ആക്ച്വലി. പ്ലേ ഈസ് കളിച്ച് കിടന്നുകൊണ്ട് വേസ്റ്റ് ആക്കും. നിങ്ങളുടെ നന്നായി കളിച്ചാൽ ചിലപ്പോൾ ആരറിഞ്ഞില്ല അവരൊരു നല്ല ഫുട്ബോൾ താരമാകുന്നില്ല എന്നുള്ള. പക്ഷെ ഡു വി ആക്ച്വലി പ്രൊമോട്ട്? ആൻഡ് ഈവൻ ഐ ഡു ഡൗട്ട് വെദർ മൈ കിഡ്സ് ഗ്രോൺ അപ്പ്. എൻ്റെ ഉള്ളിലും ഈ ചോദ്യങ്ങളൊക്കെ വരികയും പിന്നെ നമുക്ക് തന്നെ ഉണ്ടായിരിക്കും, ഞാൻ അത്ര ക്രിയേറ്റീവ് അല്ല. ഞാൻ നേരത്തെ ചോദിച്ചില്ല, നിങ്ങളോട് പാട്ട് പാടാൻ ചോദിച്ചപ്പോൾ ധൈര്യത്തിൽ പാടാം. കാരണം ബാക്കിയുള്ളവരൊന്നും മിണ്ടാതിരിക്കുമ്പോൾ മുന്നിൽ വന്നാൽ കിട്ടുന്ന, നേരത്തെ ലെസ്റ്റിന് കിട്ടിയ പോലത്തെ ഗിഫ്റ്റുകൾ നമ്മൾ പോലും അറിയാതെ കിട്ടുമായിരിക്കും. ആൻഡ് സിഗ്നേച്ചർ പ്രദർശിപ്പിക്കുക എന്നല്ല. ദെൻ പലപ്പോഴും നിങ്ങൾക്ക് എന്തിനാ വേറെ എന്തിനാ മാറ്റി നടക്കുന്നത്? സ്റ്റാറ്റസ് കോ പാലിച്ചാൽ പോരെ, മറ്റുള്ളവർ പോയാൽ പോരെ. നിങ്ങൾക്ക് രസകരമായ, ഞാൻ ഐ സ്കിപ്പ് ദാറ്റ് തിങ്, ദാറ്റ് ഇസ് കോൺട്രവേഴ്ഷ്യൽ. ഈ കോവിഡൊക്കെ വന്നപ്പോൾ പലപ്പോഴും എപ്പോഴും ഒന്നും അറിയാതെ ചെന്നത് വേൾഡ് ഓഫ് ബിസിനസ് ഭയങ്കരമായിട്ട് മാറി. ആദ്യമേ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതായിരുന്നു. ഒന്ന്, ഓഫീസ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ കംപ്ലീറ്റ്ലി മാറിക്കൊണ്ടിരുന്നു. എവിടെ ഇരുന്നും വർക്ക് ചെയ്യുക എന്നുള്ളത്.
I do remember that I was fortunate enough to start the Akshaya project. അന്ന് ഇൻ്റർനെറ്റ് 2002 ഐ ഡു റിമെമ്പർ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് കിട്ടാക്കനിയായിരുന്നു. ഇന്ന് നിങ്ങൾ 5Gയിലൊക്കെ കിടന്നിങ്ങനെ അർമാദിക്കുകയില്ല, അങ്ങനെയല്ല ഭാഷ, അർമാദിക്കുന്നതിനിടയിൽ അന്ന് ഇൻ്റർനെറ്റിന് വലിയ പോളുകൾ സ്ഥാപിക്കുകയായിരുന്നു നമ്മൾ ഇൻ്റർനെറ്റ് കിട്ടാൻ വേണ്ടി അക്ഷയയുടെ സാധനത്തിൽ. നൗ വേൾഡ് ഓഫ് വർക്ക് ഹാസ് ചേഞ്ച്ഡ്. എവിടെ ഇരുന്നും വർക്ക് ചെയ്യാം, ഓഫീസിൽ വരണം നിർബന്ധമൊന്നുമില്ല. ആ ഒരു സാധ്യത വരുന്നത് ജോബിൻ്റെ നാച്ചറുകൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും? ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആസ് ഇൻഫാക്ട് മെനി ഓഫ് ദ ന്യൂ കമ്പനീസ് ഡസ് നോട്ട് ഹാവ് മച്ച് എംപ്ലോയീസ്. ടെക്നോളജി ഉപയോഗിച്ച് എക്സ്പോണൻഷ്യലായിട്ട് മാറുക. മാർക്സ് ഒരിക്കൽ പറയുന്നുണ്ട്, ഏതൊരു സംഗതിയിൽ പറയുന്നുണ്ട്, too many useful equipments, too many useful tools will create too many useless men. കഴിഞ്ഞ 200 വർഷത്തെ ഇന്നോവേഷൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെയൊക്കെ തന്നെ കാലത്തിൽ, നിങ്ങളുടെയൊക്കെ കാലത്തിൽ നോക്കുകയാണെങ്കിൽ, മൊബൈൽ വന്നതിന് ശേഷം ദിസ് ഇസ് എൻ ഓഫീസ് ടൂൾ ഫോർ മീ. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ സംഗതികളും ചെയ്യുന്നു. നിങ്ങൾ ഓരോന്നും എടുത്തു നോക്കൂ, നമ്മൾ എത്ര കണ്ട് മടിയന്മാരാക്കാൻ, അലസന്മാരാക്കാൻ ചെയ്യാവുന്ന സംഗതികളൊക്കെ വരുന്നു. പക്ഷേ ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഓൾസോ. ഐ വാസ് വർക്കിംഗ് ഇൻ ദ ഗെയിമിംഗ് ഇൻഡസ്ട്രി ഫോർ ഡ്യൂറിങ് ദ 2008 ഫിനാൻഷ്യൽ ഇയർ. എല്ലാ ഇൻഡസ്ട്രിയും തകർന്നു പോയി, പക്ഷേ എൻ്റെ ഇൻഡസ്ട്രി മാത്രമായിരുന്നു വിജയിച്ചിരുന്നത്. കാരണം എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ എല്ലാവരും വീട്ടിലിരുന്നപ്പം ഗെയിം കളിക്കാൻ തുടങ്ങി. ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ദർ ആർ numbers of companies were emerged. So this is an opportunity for us. ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവിടെയാണ് ക്ലാസ് റൂമിൽ നിന്നുള്ള ലേണിങ്ങുകൾ, നമ്മൾ ക്ലാസ് റൂമിൽ നിന്നുണ്ടാക്കുന്ന ലേണിങ്സിൽ. അതിനെ ഇപ്പം നേരത്തെ അജിൻ സാർ പറഞ്ഞു ഫാബ് ലാബ് എന്നൊക്കെ പറയുന്നത്, നമുക്കത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടി നമ്മുടെ ക്യാമ്പസിനകത്തുണ്ടാവുകയാണെങ്കിൽ എക്സ്പെരിമെൻ്റ് നടത്താൻ, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, പരാജയപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്മളൊരിക്കലും പരാജയപ്പെട്ടെന്ന് പറയാൻ താല്പര്യമില്ലാത്തവരാണ്. പരാജയപ്പെടുന്നതാണ് ലേണിങ്സിന് കുറേയും കൂടി, പരാജയം അല്ല അത്, നമ്മളതൊരു ലേണിംഗ് ആണ്. സോ ദാറ്റ് ഈസ് ദ ലേണിംഗ് അറ്റ് ലാബ്സ്. നമ്മുടെ പ്രാക്ടിക്കൽ ലാബുകൾ അങ്ങനെയായി മാറണം. നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ സിസ്റ്റംസുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന്. ഗവൺമെൻറ് ഒരുപാട് സ്കീമുകൾ കൊണ്ടുവരുന്നു, ഫാബ് ലാബുകൾ, IDCകൾ, അഡൽട്ട് ടിങ്കറിങ് ലാബുകൾ. ഇതൊക്കെ നമ്മൾ കൂടി ഉപയോഗിച്ചാലേ ഇത് നടക്കുകയുള്ളൂ. ദെൻ ഫൈനലി ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് യു ടു ടേക്ക് അപ്പ് ഇൻറ്റേൺഷിപ്പ്. നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്തോ വെക്കേഷൻ സമയത്തോ അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞിട്ടോ എടുക്കുക. കാരണം നോളജ് അപ്ലൈ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണത്. എന്തുകൊണ്ടായിരിക്കും 99% സ്റ്റാർട്ടപ്പുകൾ ഫെയിൽഡ് ആണെന്നാണ് പറയപ്പെടുന്നത്? എന്തുകൊണ്ടായിരിക്കും കാരണം? ക്യാൻ യു നെയിം? എന്തായിരിക്കും കമ്പനികൾ പരാജയപ്പെടാൻ കാരണം? പ്ലാനിങ്, ലാക്ക് ഓഫ് പ്ലാനിങ്. ദെൻ ഒബ്സർവേഷനാ, സപ്പോർട്ടില്ലാത്തത്. ഗുഡ്. പേടിയാ, പേടി. ഓക്കെ. കേട്ടില്ല. പണ്ട് കാലത്തുള്ള ഓക്കെ സ്റ്റഡീസ് പറയുന്നത് ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത സാധനം ഉണ്ടാക്കിയാൽ ഇത് പരാജയപ്പെടും. വളരെ സിമ്പിളാണ്. നമ്മളൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ അത് ആർക്കെങ്കിലും ഹാപ്പിനെസ് പ്രദാനം ചെയ്യണം. അത് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഹാപ്പിനെസ് പ്രദാനം ചെയ്യുകയാണെങ്കിൽ അവർ ഹാപ്പിനെസ് കിട്ടിയ ആൾക്കാർ ബാക്കിയുള്ളവരോട് പറയും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു വാലിഡേഷൻ ഉണ്ടായിരിക്കും, അത് കൂടുതൽ പോവും. അങ്ങനെയാണ് ഇത് ചെയ്യുക. പരാജയപ്പെടുന്നതിന് ഒറ്റ കാരണമുള്ളൂ, ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോളേജുകൾ പൂട്ടിപ്പോവുകയാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ കോളേജുകൾ നമ്മുടെ കുട്ടികളെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതല്ല, നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് കാനഡയിലേക്കും UK മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം കേരളം സ്റ്റേറ്റ് ഗവൺമെൻറ് അവർക്കാവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുന്നില്ല. തുമ്മാരക്കുടി പറഞ്ഞത് അതിന് കാരണവറിസം എന്ന് പറഞ്ഞു കണ്ടാണ് തുമ്മാരക്കുടി അതിനെ പറഞ്ഞത്. അത് അങ്ങോട്ട് തിരിയരുത്, ഇങ്ങോട്ട് തിരിയരുത്, അങ്ങോട്ട് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കണ്ട് നമ്മുടെ മൂത്തവരൊക്കെ ചെയ്ത് പറയുമല്ലോ. ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് മലയാളി യുവത്വം മറ്റിടത്തേക്കൊക്കെ പോകുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു.
സോ മൈ പോയിന്റ് ഈസ്, ഒരു സംരംഭം പരാജയപ്പെടുന്നതിന് ഒറ്റ കാര്യമുള്ളൂ, അത് ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത സാധനം ഉണ്ടാക്കുന്നു എന്നുള്ള. പലപ്പോഴും കണ്ടിട്ടുള്ള, ഇതെൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. കേരളത്തിലെ സ്റ്റാർട്ടപ്സുകൾ അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സ് 3 തരത്തിലാണ്. ഒന്ന്, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കും, അവർ ടെക്നിക്കലി ഭയങ്കര സൗണ്ടായിരിക്കും, അവരതിനോട് ഭയങ്കര പാഷനേറ്റ് ആയിരിക്കും, പക്ഷെ ദേ മേ നോട്ട് ഹാവ് ദ ബിസിനസ് സ്കിൽസ്. അത് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്നൊന്നും നോക്കില്ല. എൻ്റെ സ്കിൽ, എൻ്റെ ടെക്നിക്കൽ നോ ഹൗ, അത് വെച്ചിട്ടുള്ള പ്രോഡക്റ്റിനോട് ഭയങ്കര പാഷനേറ്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ. ഇത് നമ്മൾ ആളുകൾക്ക് എത്ര കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ കഴിയുമോ അത്ര കണ്ട് നമ്മുടെ സംരംഭത്തിൻ്റെ വിജയം വർദ്ധിക്കും. ദിസ് ഈസ് ഒരു ഇൻഗ്രീഡിയൻ്റ് ഓഫ് എ റൈറ്റ് സ്റ്റാർട്ടപ്പ്. ഒന്ന്, നമ്മുടെ സ്റ്റാർട്ടപ്പിന് ഒരു നല്ല, അല്ലെങ്കിൽ നമ്മുടെ സംരംഭത്തിന്, ഞാൻ സംരംഭം എന്ന് പറയുന്നു, അതിനൊരു നല്ല പർപ്പസ് വേണം, വലിയ രീതിയിൽ അതിനെ മീനിങ് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ വി ഷുഡ് ഹാവ് എ പ്രോഡക്റ്റ്, ഓർ എന്താണോ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അത് വളരെ ക്ലിയർലി ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് വേണം. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ, അതിൻ്റെ കൂടെ നമ്മൾ വിശ്വസിക്കുന്ന പോലെ നമ്മുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല ആളുകൾ വേണം. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞാലും കറക്റ്റ് സമയത്ത് ടൈമിങ്ങിൽ, പെർഫെക്റ്റ് ടൈമിങ്ങിൽ ഇത് ചെയ്യാൻ പറ്റണം. ഞാൻ 2004 ഐ വാസ് പാർട്ട് ഓഫ് ദ ഗവൺമെൻറ്, ഈ IT മിഷൻ ഹെഡ് ചെയ്യുന്ന സമയത്ത് വി സ്റ്റാർട്ടഡ് എ പ്രോജക്റ്റ് കോൾ ഈ കൃഷി. കർഷകനെയും പിന്നെ വാങ്ങുന്ന ആൾക്കാരും കൺസ്യൂമറെയും കണക്ട് ചെയ്യുന്ന, മിഡിൽ മാനിനെ മുഴുവൻ മാറ്റിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് അത് കൊണ്ട് ഈ കൃഷി എന്ന് പറയുന്നത്. പിന്നീട് കേന്ദ്ര ഡിഫൻസ് സെക്രട്ടറി ഒക്കെ ആയിരുന്ന അജയ് കുമാർ സാറായിരുന്നു അതിൻ്റെ ബ്രെയിൻ ചൈൽഡ്. ഐ വാസ് ഇംപ്ലിമെൻറ്റിംഗ് ദാറ്റ്. വി തറലി ഫെയിൽഡ്. കാരണം അന്ന് ഇൻ്റർനെറ്റ് ഇത്ര അധികം ഉണ്ടായിരുന്നില്ല. വി ക്രിയേറ്റഡ് എ ടെക്നോളജി പ്ലാറ്റ്ഫോം, പക്ഷേ ദ ടൈമിംഗ് വാസ് എ പ്രോബ്ലം. ദെൻ പാർട്ണർഷിപ്പ്. ആദ്യം നമ്മൾ ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ വരുമാനം ഉണ്ടാവണം എന്നുണ്ടാവില്ല. ആ സമയത്ത് വളരെ സ്ട്രാറ്റജിക്കലി ആയിട്ട് പരമാവധി ആളുകളുമായിട്ട് പാർട്ണർഷിപ്പ് ഉണ്ടാക്കി നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ദാറ്റ് ഈസ് വാട്ട് പാർട്ണർഷിപ്പ് മീൻസ്. പിന്നെ പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു പണിക്കും നിൽക്കരുത്, പണം ഉണ്ടാക്കണം. പണം ഉണ്ടെങ്കിലേ നിൽക്കുകയുള്ളൂ. ബാക്കിയൊക്കെ ആൾക്കാരൊക്കെ കൈയടിക്കാനുണ്ടായിരിക്കും. ഡോണ്ട് ഗോ വിത്ത് ദാറ്റ് തിങ്. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു മേക്ക് എ പ്രോഫിറ്റ് വിത്തിൻ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരിയഡ് ഇറ്റ് സെൽഫ്, പ്ലീസ് വൈൻഡ് അപ്പ് ദ. നമ്മൾ പറയും ഫെയിൽ ഫാസ്റ്റ് ഓർ സക്സീഡ്. പരാജയപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് പരാജയപ്പെടണം. ഇത് 5 കൊല്ലം 10 കൊല്ലം എടുത്തിട്ട് നമ്മുടെ ജീവിതം അതിനു വേണ്ടി കളയാൻ പാടില്ല. 5 മാസം കൊണ്ട് 1 കൊല്ലം കൊണ്ടോ പെട്ടെന്ന് ഇതിന് അടുത്തേക്ക് പോകാം നമുക്ക്. നമ്മൾ ഫെയിൽഡ് ഓണ്ടർപ്രണർ എന്നല്ല പറയുക, സീരിയൽ ഓണ്ടർപ്രണർ എന്നാണ് പറയുക. ആ സീലുണ്ടല്ലോ, ഇങ്ങനെ ഗ്രിറ്റ് ഉണ്ടല്ലോ, ഇത് ജയിച്ചേ മതിയാവുമെന്ന്. നിങ്ങളിൽ പലരും ആംഗ്രി ബേർഡ് ഗെയിം കളിച്ചിട്ടുണ്ടോ? അത് ആ കമ്പനിയുടെ എത്രാമത്തെ ഗെയിമാണെന്നറിയോ? 63ാമത്തെ ഗെയിമാണ്. 62 ഗെയിം ഉണ്ടാക്കിയിട്ട് അവർ തോറ്റു. 63ാമത്തെ ഗെയിമിലാണ് അവർ ജയിച്ചത്, ആംഗ്രി ബേർഡ്. സോ ഞാൻ ഗെയിമിങ്ങൊക്കെ പറയുന്ന എൻ്റെ പഴയത് ഇങ്ങനെ ഓർമ്മയിലേക്ക് വരിക. അപ്പം പരാജയം ഇതിനൊന്നിൻ്റെ അവസാനമൊന്നുമല്ല. പിന്നെ പരാജയപ്പെടണമെന്നുണ്ടായൊക്കെ കൂടുതൽ പരാജയപ്പെട്ട ഒരാളെ തോൽപ്പിക്കാൻ വേറെ ആർക്കും പറ്റില്ല. കാരണം അവൻ അത്രയധികം ലേണിങ്സ് ഉണ്ടായിരിക്കും. അടുത്തതിലേക്ക് ആ ലേണിങ്സുമായിട്ടാണ് നിൽക്കുക. ദെൻ പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പ് വേണം. വെറുതെ കയറി ഞാനും ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളതല്ല. നന്നായി പഠിക്കണം. ആ സെക്ടറിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്താണ് മാർക്കറ്റ്, എത്രയൊക്കെ ആൾക്കാർ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര കസ്റ്റമേഴ്സ് ഉണ്ടാകും, ഇങ്ങനെയുള്ളത്. സാധാരണ പറയും 5P പ്രിൻസിപ്പിൾ എന്ന്. പ്രീവിയസ് പ്ലാനിങ് പ്രൊട്ടക്ട് പുവർ പെർഫോമൻസ്. നന്നായിട്ട് പ്ലാൻ ചെയ്യുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. എത്രയൊക്കെ ഇത് ഉണ്ടെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ആകും എന്നുള്ളതാണ് ഒരു. ദെൻ ദ DNA, ദ പാഷൻ. ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് ദ പാഷൻ ക്യാപിറ്റൽ. പണമാണ് വേണ്ടതെന്ന് ആണെന്നൊക്കെ ആളുകൾ പറയുക ഒരു അല്ലെങ്കിൽ പ്രോഡക്റ്റ്. ബട്ട് മൈ പോയിന്റ് വുഡ് ബി ദാറ്റ് ദ പാഷൻ, ഇഫ് യു ഹാവ് ദ പാഷൻ ടു ഡ്രൈവ് ദാറ്റ് ബിസിനസ് or to make it your venture successful, passion economy or passion capital, that will survive. Then continuous ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടത്, ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യമോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനത്തെ ഒക്കെ എടുക്കുകയാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് കേൾക്കുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആളുകളുടെ സുഖം, അത് കൊള്ളത്തില്ല, നമ്മളെ എങ്ങനെയൊക്കെ അടിച്ചിരുത്താൻ നോക്കൂ, അതൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ബിസിനസ് ഐഡിയ ഉണ്ട്. എയർബിഎൻബിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എയർബിഎൻബി എന്ന് പറയുന്നത് അമേരിക്കയിൽ എയർബിഎൻബി, അതിന് മുൻപ് ഞാൻ പറയാം, 1921 മാരിയറ്റ് ഹോട്ടൽ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? മാരിയറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടൽ ചെയിൻ. ലുലുവിൻ്റെ ഒക്കെ അടുത്തൊക്കെ ഒരു മാരിയറ്റ് ഹോട്ടൽ കാണാം കൊച്ചിയിൽ.
1921 22 മാരിയറ്റ് ഹോട്ടൽ സ്ഥാപിച്ചത്. ഇന്ന് മാരിയറ്റിന് 152 രാജ്യങ്ങളിൽ നിന്നായി ഏകദേശം 14 ലക്ഷം റൂമുകളുണ്ട്. 14 ലക്ഷം റൂമുകൾ. 2008 ഞാൻ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ് എയർബിഎൻബി. എയർബിഎൻബി ചെയ്യുന്നത് സ്വന്തമായിട്ടൊന്നും ഓൺ ചെയ്യുന്നില്ല. എവിടേക്ക് ആരൊക്കെ വീട്ടിൽ ഏതൊക്കെ വീടുകളിൽ റൂം ഒഴിവുണ്ട് അല്ലെങ്കിൽ സ്പേസ് ഒഴിവുണ്ട് അതിന് മുഴുവൻ അഗ്രഗേറ്റ് ചെയ്ത് താമസിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ തുറന്നു കൊടുക്കും. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇഷ്ടംപോലെ വലിയ വലിയ രമ്യഹർമ്മങ്ങളില്ലേ. ഹിന്ദുവിൻ്റെ ലത്തീഫ് നഹ ഒരിക്കൽ എഴുതുകയുണ്ടായി, ദ ലാൻഡ് ഓഫ് മാൻഷൻസ് എന്ന് മലബാറിനെ കുറിച്ച് പറഞ്ഞു. അത്രയധികം ഏത് വില്ലേജ് ഏരിയയിൽ പോയാലും വലിയ വലിയ രമ്യഹർമ്മങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടേക്ക് 1-2 ആളുകളെ താമസിക്കുന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ള റൂമൊക്കെ ഫ്രീ ആയിരിക്കും, ഒഴിഞ്ഞെടുക്കായിരിക്കും. ഇങ്ങനെയുള്ള ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളെ മുഴുവൻ റൂമുകളാക്കി കൺവേർട്ട് ചെയ്ത് ടെക്നോളജി പ്ലാറ്റ്ഫോം വഴി ബുക്ക് ചെയ്യാനുള്ള സംവിധാനം കൊടുത്ത കമ്പനിയുടെ പേരാണ് എയർബിഎൻബി. ഇതിൽ 2 സന്ദേശം നൽകാൻ വരുന്നു. ആദ്യം പറഞ്ഞത് ബ്രിക്ക് ആൻഡ് മോട്ടർ മാരിയറ്റ് ഹോട്ടൽ അതൊരു സാധാരണ സംരംഭമാണ്. എന്നാൽ എയർബിഎൻബി ടെക്നോളജി യൂസ് ചെയ്ത് ബിസിനസ്സിലെ പുതിയൊരു ഇന്നോവേഷൻ കൊണ്ടുവന്ന കമ്പനി എന്നുള്ള അതാണ് സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പ് വിൽ പ്രൈമർലി ബിൽഡ് ഓൺ ദ ബിസിനസ് on technology, using innovation and looking for exponential growth. ഇന്ന് അവരുടെ നമ്പർ ഓഫ് റൂംസ് എത്രയെന്നറിയോ? 60 ലക്ഷമാണ്. 100 വർഷം പൂർത്തിയായ ബ്രിക്ക് ആൻഡ് മോർട്ടൽ സംരംഭത്തിന് 14 ലക്ഷവും കേവലം 14 വർഷം കൊണ്ട് 60 ലക്ഷം എത്തുകയും ചെയ്യും. ഇതാണ് സ്റ്റാർട്ടപ്പും സംരംഭവും തമ്മിലുള്ള കേവലമായ വ്യത്യാസം. പക്ഷെ അതിനേക്കാളും അപ്പുറത്ത് എയർബിഎൻബി വെൻ ദേ പ്രസന്റഡ് ദയർ ഐഡിയ ടു ദ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും റിജക്റ്റ് ചെയ്തു. എല്ലാവരും, ആരും പണം കൊടുത്തില്ല. പക്ഷെ ദേ പെർസ്യൂഡ്. ബട്ട് നൗ ദേ ബിക്കെയിം വൺ ഓഫ് ദ ബ്രില്യൻറ്റ് സ്റ്റാർട്ടപ്പ്. ഐ ഡു ഹാവ് എ സാഡ് സ്റ്റോറി ടു ഷെയർ. ദർ ഇസ് എ കമ്പനി കോൾഡ് വാട്ടേസെയിൽ. വാട്ടേസെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നുണ്ടായിരുന്ന ബ്യൂട്ടിഫുൾ ഒരു ഇന്നോവേഷൻ ആയിരുന്നു. റീറ്റെയിൽ സെഗ്മെൻറ്റിലെ ഓട്ടോമാറ്റ്. അത് നിങ്ങളൊരു കടയിലേക്ക് കയറി പോകുന്നു, അവിടെ ക്യാഷ്യർ ഇല്ല, സപ്ലയർ ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ എടുക്കുന്നു, നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ വാലറ്റിൽ നിന്ന് പണം ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു. ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. വാട്ട് എ സെയിൽ. ആമസോണിന് മാത്രമായിരുന്നു അങ്ങനെയുള്ളൊരു സ്റ്റോറുള്ളത്, ആമസോൺ ഗോ എന്ന് പറഞ്ഞ US-ൽ. വി ട്രൈഡ് അവർ ലെവൽ ബെസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ദിസ് കമ്പനി ടു വേരിയസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ആദിത്യ ബിർള, ഒരുപാട് പേര്, റിലയൻസ്, എല്ലാവരും വന്ന് നോക്കി. പക്ഷെ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. കൊച്ചിയിൽ നമ്മളൊരു സാമ്പിൾ സ്റ്റോറും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ഫൈനലി ദർ ആർ 4 യങ്സ്റ്റേഴ്സ് ഹു ബിൽഡ് ദിസ് പ്രോഡക്റ്റ്. ഫൈനലി ആമസോൺ കെയിം ആൻഡ് ടുക്ക് ദം. എല്ലാവരും ഒറ്റ ദിവസം കൊണ്ട് മില്യണയറായി. പക്ഷെ കേരള ലോസ്റ്റ് എ ബ്യൂട്ടിഫുൾ എമേർജിങ് എ യൂണിക്കോൺ സ്റ്റാർട്ടപ്പ്. അപ്പം ഞാൻ പറയുന്നത് റിജക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു അർത്ഥം അത് നല്ലതല്ല എന്നല്ല, പെർസ്യൂ ചെയ്യുക എന്നുള്ളതാണ്. Then the persistence. And I already talked about this technique. People see problems, but an entrepreneur should see this as an opportunity. If you don't have an opportunity, if you don't have a problem, you are missing the opportunity to grow എന്ന് പറയാം. അപ്പോൾ പ്രശ്നങ്ങൾ വരട്ടെ. ഇന്ത്യയിലാണെങ്കിൽ ഇഷ്ടം പോലെ പ്രശ്നമാണ്. 130-140 കോടി ആളുകൾ എല്ലായിടത്തും. നിങ്ങളൊന്ന് പത്രം എടുത്താണ്ട് വായിച്ചാൽ മതി, ഇഷ്ടം പോലെ പ്രശ്നം, ഇഷ്ടം പോലെ. നിങ്ങൾക്ക് ചെയ്യാനൊരു എക്സസൈസ് ചെയ്യുക, ഒരാഴ്ചത്തെ പത്രം മുഴുവൻ വായിക്കുക, എന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പ്രോബ്ലം റിപ്പോസിറ്ററി ആണ് ഉണ്ടാക്കുക. ആദ്യം പ്രോബ്ലം റിപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യുക. ആൻഡ് ഇഫ് യു വുഡ് ബി ഏബിൾ ടു ബ്രിങ് ദാറ്റ് സൊല്യൂഷൻസ്, ഐ ആം പ്രെറ്റി ഷുവർ ദാറ്റ് ദ സ്റ്റേറ്റ് വുഡ് ബി ഓർ ദ കൺട്രി വിൽ ബെനിഫിറ്റ്. ദ പ്രൈം മിനിസ്റ്റർ ഈസ് ടോക്കിംഗ് അബൌട്ട് ദ 5 ട്രില്യൺ എക്കണോമി. അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ തുടങ്ങണ്ടേ? നമ്മളെപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്താൽ മതിയോ? നമുക്കത് മാറ്റണ്ടേ? നമ്മുടെ റോഡുകൾ മാറണ്ടേ? ഇപ്പോൾ ക്ലീൻ കേരള മിഷന് പ്ലാസ്റ്റിക് ഒരു പ്രശ്നമായിട്ട് നടക്കുകയാണ്. ഇഷ്ടം പോലെ പ്രശ്നമാണ്, ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ലിസ്റ്റ് എഴുതി കോളേജിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഇതങ്ങ് ലിസ്റ്റ് ഔട്ട് ചെയ്യും, ആളുകൾ കാണട്ടെ പ്രശ്നങ്ങളുടെ കൂമ്പാരങ്ങൾ. ആൻഡ് ഐ ടോക്ട് അബൌട്ട് ഫെയിലിയർ. ഫെയിലിയർ ഈസ് എൻ എക്സ്പീരിയൻസ്. വിക്ടർ ഹ്യൂഗോ അല്ലേ പറഞ്ഞത്, ഫെയിലിയർ നിങ്ങൾ ഒന്നിലേക്കൊന്ന് മുടന്തിപ്പോകരുത്, അടുത്ത കാലത്തേക്ക് കയറിപ്പോകണമെന്ന്. പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് വിക്ടർ ഹ്യൂഗോ. These are the skill set. The entrepreneur will brim with confidence and problem solving ആയിരിക്കും. These are all some of the creative thing. Everyone is creative, everyone is unique. ദൈവം അങ്ങനെയാണ് എല്ലാവരും സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ക്രിയേറ്റീവ് അല്ല അങ്ങനെയൊന്നും കാണണ്ടല്ല. ചിലപ്പോൾ നിങ്ങൾ പതുക്കെ നിൽക്കുന്നത്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, യു ഗോ ഹെഡ് വിത്ത് യുവർ പാത്ത്. ഇതെന്ന് പറയോ ടാമോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല റൈറ്റ് ആൻസർ, അതിനുള്ള ഒരു ക്വസ്റ്റ്യനാണ്.
ഈ ആളുകൾ പറയും ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ്, ഇത് മാത്രമാണ് ഉള്ളത്, വേറെ ഒന്നുമില്ല എന്ന്. ഓണ്ടർപ്രണർ ബിലീവ് there are many alternatives. ടാമ, there are many alternatives. പല രീതിയിൽ നോക്കണം, പല രീതിയിൽ നോക്കണം. നിങ്ങളിൽ എത്ര പേർ can you ever hear the sound of a rising sun? കേട്ടില്ലേ? അത് നമ്മുടെ സെൻസിറ്റീവ് അല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. കാരണം നമ്മൾ കാഴ്ചയെ മാത്രമാണ്, ഒരു സെൻസിനെ മാത്രം വയ്ക്കുന്നത്. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, അങ്ങനെ സ്വഭാവം ഉണ്ടെങ്കിൽ. പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നില്ലേ, അത് നമുക്കൊരു സൂചനയാണ് അല്ലേ? അങ്ങനെ പല രാവിലത്തെ ദിവസം ചിലപ്പോൾ അത് അമ്പലത്തിൽ നിന്നുള്ള കീർത്തനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പള്ളിയിൽ നിന്നുള്ള ബാങ്കുകളായിരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇത് കാണുക. അപ്പം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് ഇങ്ങനെയും കുറേ മാനങ്ങളുണ്ട്. സോ മൈ പോയിന്റ് വുഡ് ബി ദാറ്റ് ഒന്നിൽ ഇത് മാത്രമാണ് ആൾട്ടർനേറ്റീവ്, അല്ല ഇത് മാത്രമാണെന്നുള്ളത് വിശ്വസിക്കാതിരിക്കുക. ദർ ആർ മെനി. ചിലപ്പം ചിലർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. ചേൺ ബേബി ചേൺ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് കാലാകാലം അത് മരിക്കുകയല്ല. അതിന് അത് പെട്ടെന്ന് ആളുകൾക്ക് കൊടുക്കുക. എത്ര പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്, എത്ര പേര് ഹാപ്പി ആവുന്നുണ്ട്, അതിൻ്റെ വാലിഡേറ്റ് ചെയ്ത് കണ്ട് പെട്ടെന്ന് മാറ്റിക്കൊണ്ടിരിക്കുക. സ്പീഡ് ഈസ് ദ ഗെയിം. ബിൽഗേറ്റ്സിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് ബിസിനസ് അറ്റ് ദ സ്പീഡ് ഓഫ് തോട്ട് എന്നാണ് പറഞ്ഞിട്ട്. സ്പീഡാണ് ഗെയിം, സ്പീഡ് മാത്രമാണ് ഗെയിം. എത്ര വേഗതയിൽ നിങ്ങൾ സഞ്ചരിക്കുന്നു അത്ര വേഗതയിലായിരിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ആർ അവെയർ അബൌട്ട് എ ടൂൾ കോൾഡ് പേജർ. ഒരു സൊല്യൂഷൻ പേജർ കണ്ടിട്ടുണ്ടായിരുന്നോ? നിങ്ങളിൽ വരുന്നതിൻ്റെ കുറച്ച് മുൻപാണ് വെക്കും. മൊബൈൽ ഫോൺ വരുന്നതിന് മുൻപ് മെസ്സേജ് അയക്കാൻ വേണ്ടി ആളുകൾ ഭയങ്കര അഭിമാനത്തോടെ ഈ ബെൽറ്റിൻ്റെ അവിടെയൊക്കെ തൂക്കിയിരുന്നു. പക്ഷെ 6 മാസം 7 മാസമായിട്ട് അതിനുണ്ടായിട്ടുള്ളൂ കാലാവധി. സ്പീഡ് കൊണ്ട്, ഇന്നോവേഷൻ കാര്യം കൊണ്ട് സംഭവിക്കുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പെട്ടെന്ന് ചെയ്യണം. നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ള ഒരുപാട് പേരും ഇതേ സാധനം വേറെ പലയിടത്തും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുക, റൈറ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യുക. I'll skip this thing. I'll just talk about this part ഒക്കെ. ഗവൺമെൻറ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് 20 ലക്ഷം ജോലി കൊടുക്കുമെന്ന്. അങ്ങനെ നടക്കുമോ? നടക്കില്ല. നിങ്ങളെല്ലാവരും കൂടി ഓണ്ടർപ്രണറായ ഇത് ഈസി ആയിട്ട് ചെയ്യാം. ഓരോരുത്തരും 1000 പേര് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംരംഭം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ. സോ ദർ ആർ ഡിഫറെൻറ്റ്. ഞാൻ അതിനെക്കുറിച്ച് അധികമൊന്നും പറയുന്നില്ല. ഈ ഭാഗത്തെക്കുറിച്ച് മാത്രം അറിയാം. പണ്ട് സംരംഭം തുടങ്ങുന്നതിൻ്റെ ലാൻഡായിരുന്നു മൂലധനമായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് വലിയ മാസ് ഫാക്ടറികളിലേക്ക് മാറി. പിന്നീട് ഇൻഫർമേഷൻ ടെക്നോളജി. പുതിയ കാലത്ത് നോളജാണ്. നിങ്ങളുടെ അടുത്തൊരു ആശയമുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്തുള്ള അറിവുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് എക്കണോമി വയ്ക്കാം. യു ഡോണ്ട് നീഡ് മച്ച് ഫാക്ടറീസ്, യു ഡോണ്ട് നീഡ് ടു മച്ച് സ്പേസസ്, ആൻഡ് വി നീഡ് ടു ലീവറേജ് ഓൺ ഇറ്റ്. ഗവൺമെൻറ് ഈസ് പ്ലാനിങ് ടു ഡു ദിസ് ആസ്പെക്ട്. ഇതിനു വേണ്ടിയിട്ട് ഒരു ബിഗർ ടെക്നോളജി ടെക്നോളജി പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളത്. വി വാണ്ടഡ് ടു പൊസിഷൻ ദാറ്റ് ആസ് എ വേൾഡ്സ് ലാർജസ്റ്റ് പബ്ലിക് ടാലൻറ്റ് ക്ലൗഡ്. നിങ്ങൾക്ക് ജോലി വേണ്ടവർക്ക്, ഓണ്ടർപ്രണർക്ക്, പിന്നെ അങ്ങനെയുള്ള ഇതുമായി ബന്ധപ്പെട്ട ടാലൻറ്റ് എക്കോസിസ്റ്റത്തിൽ വരുന്ന എല്ലാവരെയും കൊണ്ടുവരുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട്. ഞാൻ അതിനെക്കുറിച്ച് അധികം എടുക്കുന്നില്ല. ദീസ് ആർ ഓൾ സം ഓഫ് ദ അതിൽ ഇംഗ്ലീഷ് പഠിക്കാവുന്നവർക്കൊക്കെ ആണെങ്കിൽ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ഇംഗ്ലീഷ് സ്കോർ സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ മെൻറ്റേഴ്സ് will train you. If you want to enhance your English communication skill, you can enroll for that thing. അതല്ല, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കണമെങ്കിൽ there is a beautiful tool in that thing. അത് നിങ്ങൾ ടെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞ് നിങ്ങളുടെ കൗൺസിലറുമായിട്ടുള്ള സമയം സംവദിക്കാം. This is what I wanted to tell. There are 3 type of people or organization in the world. ഒരു സെറ്റ് ഓഫ് ആളുകൾ നമ്മളൊക്കെ ഇരിക്കുന്ന പോലെ എങ്ങനെ ഇരിക്കും, പുറത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചൊന്നും നോക്കില്ല, അങ്ങനെ പോകുന്നൊരു സെറ്റ് ഓഫ് ആളുണ്ട്. അത് ഓർഗനൈസേഷനും അങ്ങനെ. രണ്ടാമത്തെ സെറ്റ് ഓഫ് ആൾക്കാർ പുറത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ അറിയാം, അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിലായിരിക്കും. മൂന്നാമത്തെ സെറ്റ് ഓഫ് ആളുകൾ പുറത്ത് ഉള്ള മാറ്റങ്ങളെ സാഗൂതം വീക്ഷിക്കുകയും അത് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ രീതിയിലേക്ക് മാറ്റാൻ, അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഈ മൂന്നാമത്തെ ആളുകൾ മാത്രമായിരിക്കും പുതിയ കാലത്ത് വിജയിക്കുക.
നമ്മൾ ഈ മൂന്നാമത്തെ ഗ്രൂപ്പിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പി രാമചന്ദ്രൻ എന്നുള്ള ഒരു കവിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ കവിത ഒക്കെ വായിക്കുന്ന കൂട്ടത്തിലാണോ? അത് പുസ്തകം വായിക്കുന്ന കൂട്ടത്തിലൊന്നും ഉണ്ടാവില്ല അല്ലേ? അത് ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങൾ 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1, നന്നായി പുസ്തകം വായിക്കുക, നല്ല ആശയങ്ങൾ ഒരുപാട് കിട്ടും. 2, നന്നായി യാത്ര ചെയ്യുക, കിട്ടാവുന്ന അവസരങ്ങൾ മുഴുവൻ യാത്ര ചെയ്യുക, അപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. 3, നല്ല ആളുകളുടെ കൂടെ മാത്രം കമ്പനി കൂടുക. ആരൊക്കെയാണ് നെഗറ്റീവ് പറയുന്നത് അവരുടെ വരുത്ത് മെല്ലെ മെല്ലെ സ്കിപ്പ് ചെയ്ത് പോവുക. എന്നാൽ തന്നെ നമ്മുടെ ജീവിതം വളരെ അപ്പം പി രാമചന്ദ്രൻ കവിത ഇങ്ങനെ: ഞാനിവിടെ ഉണ്ടെന്നതിന് മധുരമാമൊരു കൂവൽ മാത്രം മതി, ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ വെക്കണം, അല്ലാതെ ജനിച്ചു മരിച്ചു അതിൻ്റെ ഇടയിൽ അങ്ങനെ ആയിട്ടുള്ള. വി ഷുഡ് മേക്ക് എ സിഗ്നേച്ചർ ആൻഡ് യു ഷുഡ് ടേക്ക് എ പ്ലാറ്റ് ആൻഡ് ടുഡേ യൂസ് യുവർ ലാസ്റ്റ് ഡേ ആക്ച്വലി ഈ പരിപാടിയുടെ. അപ്പോൾ അറ്റ്ലീസ്റ്റ് വെൻ യു ഗോയിങ് ഔട്ട് ഓഫ് ദിസ് കോൺഫറൻസ് ഓർ എ മീറ്റിംഗ് യു ഷുഡ് ടേക്ക് എ കോൾ. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ആവുന്നു. പരാജയപ്പെട്ടോട്ടെ, പക്ഷെ പരാജയപ്പെട്ടതിനെ കുറിച്ച് നിങ്ങൾ അത്ര ബേജാറാവേണ്ട കാര്യമില്ല. പക്ഷേ ടേക്ക് ദ എഫേർട്ട്, ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. വിത്ത് ദിസ് വേർഡ് ലെറ്റ് മീ കൺക്ലൂഡ് മൈ ഷോർട്ട് പ്രസൻറ്റേഷൻ. ഐ എം നോട്ട് ഷുവർ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നറിയില്ല. ഞാനൊരു ചെറിയ കഥയെ കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒരിക്കൽ ഒരു പ്രസംഗകൻ ഇതുപോലെ നിങ്ങളൊക്കെ വിളിച്ച പോലെ ഒരു കോളേജിൽ വന്ന് പ്രസംഗിക്കാൻ വന്നു. അപ്പം കോളേജാണല്ലോ, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ആകുമ്പോൾ കിടിലുള്ള കുട്ടികൾ എങ്ങനെയൊക്കെ തലവേദന ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ അവർ ചോദിച്ചത് ഒരു കാര്യം, പ്രസംഗം ചോദിച്ചു, ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വെച്ചു. അപ്പോൾ എക്സാക്ട്ലി 50% ആൾക്കാർ പറഞ്ഞു മനസ്സിലായില്ല, മറ്റേ 50% ആൾക്കാർ പറഞ്ഞു മനസ്സിലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മനസ്സിലായവർ മനസ്സിലാവാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. എനിക്കും പറയാനുള്ളതാണല്ലോ, നിങ്ങളിൽ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. വിത്ത് ദിസ് വൺ ലെറ്റ് മീ ഹോക്ക് യു. താങ്ക് യു. If you have any question, I am happy to answer it. I think I kept my word. 11:45. പരിപാടിയുടെ ഏറ്റവും അവസാനത്തെ ഇൻട്രാക്റ്റീവ് സെഷനാണ് ഇവിടെ അവസാനിക്കുന്നത്. അവിടെ റിയാസ് സർ വളരെ രസകരമായി ഒരു നല്ല ഫ്ലോയിൽ ഈ സംരംഭകത്തെക്കുറിച്ചും എൻ്റർപ്രണർഷിപ്പിനെ കുറിച്ചും എങ്ങനെ നമുക്കൊരു ഐഡിയ ജനറേറ്റ് ചെയ്തെടുക്കാം, അതുപോലെ അതെങ്ങനെ നമുക്ക് വിജയകരമായിട്ട് പ്രാക്ടിക്കലൈസ് ചെയ്യാൻ കഴിയും, അതുപോലെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, വാട്ട് ആർ ദി പാർട്ണർഷിപ്പ് റിക്വയർഡ്സ്, ദെൻ ഹൗ ടു ജനറേറ്റ് പ്രോഫിറ്റ്, അതുപോലെ ടൈം ഫാക്ടർ തുടങ്ങി വിവിധ വിഷയങ്ങളെക്കുറിച്ച് സാർ ഇവിടെ സംസാരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു സെഷനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ കുട്ടികൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ 1-2 പേർക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ക്ഷണിക്കുകയാണ്. ഏതെങ്കിലും കുട്ടികൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തണം, മൈക്ക് തരുന്നതായിരിക്കും. ഇതാ സർ, മൈക്ക് ഇവിടെ കൊടുക്കും സർ.
ഹെലികോപ്റ്റർ ആംബുലൻസ് സ്റ്റാർട്ടപ്പ് ചെയ്തൂടെ? എന്താ വെച്ചാൽ ട്രാഫിക് ജാംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ. ഇഫ് യു സീ ദാറ്റ്, നിങ്ങളത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആളുകളെ പ്രശ്നമെന്ന് കാണുന്നത്. ഒരുപാട് പേരെ അത് പ്രശ്നങ്ങൾക്കത് സോൾവ് ചെയ്യുകയും ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഇറ്റ്. എൻ്റെ അടുത്തുനിന്ന് തുടങ്ങാൻ ആൻസർ യെസ് പറഞ്ഞിട്ട് തുടങ്ങാൻ കിട്ടില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അത് നിങ്ങൾ, ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്രില്യൻ്റ് ഐഡിയ, ഐ ഹാവ് നോ ഡൗട്ട്. ദിസ് ഇസ് എ ഗുഡ് ക്വാളിറ്റി. ഒരാൾ സംഗതി ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാം. ദാറ്റ്സ് എ വെരി വെരി ഗുഡ് ക്വാളിറ്റി. ഞാൻ വീണ്ടും പറയുന്നത്, നമ്മൾ എന്തും നിങ്ങൾക്ക് തുടങ്ങാം, പ്രൊവൈഡഡ് നിങ്ങളതിനെക്കുറിച്ച് നന്നായി പഠിക്കുക. അത് എത്ര കൂടുതൽ, ഞാനത് നേരത്തെ പറയാൻ പറയാം, എത്ര കൂടുതൽ പേരിലേക്ക് ആ സർവീസ് എത്തിക്കാൻ കഴിയും, അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിജയം. ഇപ്പോൾ ഇതിൽ ഞാൻ കണ്ടു, ഇവിടെ സ്പോൺസർ ചെയ്തത് സൈലം. ഐ ഡോണ്ട് നോ വെദർ സൈലം പീപ്പിൾ ആർ ഹിയർ. അവരുടെ വിജയം എന്താ പറഞ്ഞിട്ട് അത്രയധികം ആളുകളിലേക്ക് അവരെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? യു ഗോട്ട് ഇറ്റ്? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? സോ ഇഫ് ദാറ്റ് ഈസ് എ ഗുഡ് ഓപ്ഷൻ, ചൂസ് ഇറ്റ്. ഇപ്പോൾ AI വേൾഡ് ആണ് മൊത്തമായി നടക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ എത്രത്തോളം സ്വാധീനിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്? ഞാനിതിനെ ആധികാരികമായി പറയാൻ ആളല്ല, എന്നാലും ഞാൻ പറയാം. ഞാൻ ഈ ഭാഗത്ത് ഞാൻ ഏറ്റവും അവസാനം ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് ദ AI റെവല്യൂഷൻ ആൻഡ് ദ എൻഡ് ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് വായിക്കുന്നത്. അയിലയുടെ കണക്ക് പ്രകാരം ഏകദേശം 95 ലക്ഷത്തോളം ജോബുകൾ AI will replace. Having said that, there are another 80 lakhs new job role AI will bring it. ഇപ്പോഴത്തെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂമൻ ബ്രെയിനനുസരിച്ചിട്ടുള്ള രീതിയിൽ AI ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് മെഷീൻ ലേണിംഗ് ആണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും മടിയന്മാരാവുമോ അതോ നമ്മളെ മറികടക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇറ്റ്സ് എ ബ്രില്യൻറ്റ് ടെക്നോളജി and many of the startups are using. Say for example, one of our startup, I told ജോണിനെ കുറിച്ച് പറഞ്ഞു. ഫെഡറൽ ബാങ്കിൻ്റെ ഫ്രെഡി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അത് ചാറ്റ് പിന്നെ AI യൂസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ ബോട്ടാണ്. സോ ദർ ആർ പ്ലെൻറ്റി ആൻഡ് മോസ്റ്റ് ഓഫ് അവർ സ്റ്റാർട്ടപ്സ് ആർ യൂസിങ് ഓർ അറ്റ്ലീസ്റ്റ് ട്രൈങ് ടു ലേൺ ദ AI in that. ടെക്നോളജി അല്ല, ഞാൻ again I am telling, technology is only a tool. Identify a right problem and come up with a solution. Use technology as an enabler to solve that solution. ഹലോ, ഇവിടെ കൂടുതലായിട്ട് കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉള്ളത്, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഫ്യൂച്ചർ സ്കൂൾസ്? ഫ്യൂച്ചർ ഓഫ് സ്കൂൾസാ? ഞാനൊരു അക്കാഡമിഷ്യൻ അല്ല, എന്നാൽ പോലും ദർ ഇസ് എ ഇൻട്രസ്റ്റിംഗ് ടെഡ് ടോക്ക് കോൾ കെൻ റോബിൻസൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. കെൻ റോബിൻസൻ്റെ ഒരു ടോക്ക് കേൾക്കുന്നത് നന്നായിരിക്കും. അതിൽ ഒന്ന് എനിക്കിഷ്ടമുള്ളത് സ്കൂൾ സ്കിൽസ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഫ്യൂച്ചർ ഓഫ് സ്കൂൾസ് പറയുന്ന ടീച്ചേഴ്സ് ഇൻ എ ഡിലമ നൗ, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. ഐ വാസ് ഒബ്സർവിങ് ദിസ് വെരി ക്ലോസ്ലി. കാരണം ക്ലാസ്സിലിരിക്കുന്ന കുട്ടി ഇവരെക്കാളും ബുദ്ധിമാനും അവൻ്റെ കയ്യിൽ 5G ആണ്. ടീച്ചർ എന്ത് പറഞ്ഞാലും അപ്പം സെർച്ച് ചെയ്യുകയാണ്. ദിസ് പോസസ് എ ഗ്രേറ്റ് ചലഞ്ച് ടു ദ ടീച്ചർ കമ്മ്യൂണിറ്റി. ദിസ് ഇസ് ഓൺ വൺ സൈഡ്. ഓൺ ദ അതർ ഹാൻഡ്, പണ്ടൊക്കെ പറയല്ലോ, ഇപ്പോൾ I was talking to Jeff. Jeff is a CEO of the Coursera. കേരളത്തിൽ നിന്ന് 7.5 ലക്ഷം പേര് കോഴ്സറയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ജെഫിൻ്റെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അൺലെസ് ആൻഡ് അണ്ടിൽ ദ എഡ്യൂക്കേറ്റേഴ്സ് എംബ്രേസ് ദ ടെക്നോളജി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ലേണർ എഫക്റ്റീവ്ലി, ഈ ട്രഡീഷണൽ വേ വിൽ മിസ്.
And one classic example he mentioned, നമ്മൾ സ്കൂൾ ഡിസൈനുകൾ നോക്കുകയാണെങ്കിൽ, സ്കൂൾ ബിൽഡിങ്ങുകളുടെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ, ഇത് ആക്ച്വലി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അത് ഓൾമോസ്റ്റ് സിമിലർ ടു എ പ്രിസൺസ്. അതൊരു ഭാഗത്ത്. പക്ഷെ ഹാവിങ് സെഡ് ദാറ്റ്, എ ന്യൂ വേ ഓഫ് ലേണിംഗ് ഈസ് എമർജിങ്, ദാറ്റ് ഈസ് പിയർ ടു പിയർ ലേണിംഗ്. And we call it as and in fact at Knowledge Mission we are trying to experiment through learning circle. അത് കുട്ടികൾ പരസ്പരം ധരിക്കുകയും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പഠിക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിസം. I'm not sure I was able to answer your question, but this is a one area actually going to disrupt in the near future. Even many of the new gen companies are ഇപ്പോൾ പറയുന്ന ചലഞ്ച് ബേസ്ഡ് പെഡഗോഗി. For example, ഈ റോഡ് ലേണിങ്ങിന് പകരം നിങ്ങളൊരു പ്രോബ്ലം കൊടുക്കുന്നു, കുട്ടികളത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു, അങ്ങനെ വരുമ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്യും, അത് ചെയ്യുന്ന ആ രീതിയിലേക്ക് വരുന്നുണ്ട്. ഇൻഫാക്ട് ഐ ഹാപ്പൻ ടു സീ സം ഓഫ് ദ ഇൻക്ലൂഡിങ് ദ സൈലം കൈൻഡ് ഓഫ് അത് ചെയ്യുന്ന ക്ലാസ് എടുക്കുന്ന രീതികൾ ട്രഡീഷണൽ ടീച്ചറിൻ്റെ ഇതിനെ തന്നെ തകർത്ത് ധരിക്കുകയാണ് ചെയ്യുന്നത്. So one thing I am pretty confident and sure that അടുത്ത റെവല്യൂഷൻ ഇത്രയും കാലം കോവിഡ് വരെ ഡിജിറ്റലൈസേഷൻ അഫക്റ്റ് ചെയ്യാത്ത ഒരു മേഖല എഡ്യൂക്കേഷനായിരുന്നു, എസ്പെഷ്യലി അത് വിൽ ഡിസ്റപ്റ്റ് ഇൻ ദ നെക്സ്റ്റ് 10 years ടൈം, നോ ഡൗട്ട്. സോ ഒരു ഒറ്റ കാര്യം കൂടി പറഞ്ഞിരിക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പവർഫുൾ ടൂൾ എന്ന് പറയുന്നത് ആസ്ക് എന്നാണ്. ആരെ കണ്ടാലും ചോദിക്കുക, പിടിച്ചു തിരുത്തി ചോദിക്കുക, നിങ്ങളുടെ ആവശ്യം എടുക്കുക. യൂസ് ഇറ്റ് എഫക്റ്റീവ്ലി. ഇഫ് യു ആർ കീപ്പിംഗ് സൈലൻറ്റ്, നോ വൺ വിൽ സേവ് യു. താങ്ക് യു. ഹലോ സർ, ഒരു ക്വസ്റ്റ്യൻ. ടെക്നോളജി ഇത്രയും മുന്നോട്ട് പോകുന്ന സമയത്ത് ടെക്നോളജി ക്ലാസ് റൂമിൽ റീപ്ലേസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ ടെക്നോളജിക്ക് പറ്റുമോ? ഒരു കുട്ടീൻ്റെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും ആവശ്യമുള്ളതാണ് ഇമോഷണൽ സപ്പോർട്ട്. അത് ടെക്നോളജി കൊണ്ട് സാധ്യമാണോ? തീർച്ചയായിട്ടും ഞാൻ ആ കൺസേൺ ഷെയർ ചെയ്യുന്ന ഒരാളാണ്. ടെക്നോളജിക്ക് ഒരിക്കലും മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് എ വൺ ഏരിയ ആക്ച്വലി ദ എഡ്യൂക്കേറ്റേഴ്സ് വിൽ ട്രാൻസ്ഫോം ആസ് എ ഫെസിലിറ്റേറ്റർ ആൻഡ് എ എനേബിളർ. ടെക്നോളജി ഈസ് ഓൺലി എൻ എനേബിളർ. അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും എന്നുള്ളതാണ്. സോ ദിസ് ഇസ് വൺ ഏരിയ, ഇറ്റ്സ് എ കീ കൺസേൺ. ഓക്കെ സർ, ടീച്ചേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോഴേ നിലനിൽക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും ടീച്ചേഴ്സിനെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാൻ ഐ ആം എ പ്രൊവോക്കേറ്റീവ് വേയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ടീച്ചേഴ്സ് വിൽ റിമെയിൻ ആസ് എ ഒരു ഗൈഡിങ് ഫോഴ്സ് ആയിട്ട് തന്നെ നിൽക്കും. പക്ഷെ ദാറ്റ് മേ നോട്ട് ബി ദ ഓൺലി ഗൈഡിങ് ഫോഴ്സ്. ദർ ആർ മെനി അതർ പിന്നെ ഗൈഡിങ് ഫോഴ്സസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലൈറ്റ്സുകൾ ഉണ്ടായിരിക്കും. താങ്ക് യു സർ. കുട്ടികൾ മുന്നോട്ട് കയറിയിരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇവിടെ വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സെഷൻ തന്നെയാണ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് അറിയാം, പക്ഷേ സമയപരിമിതി കാരണം തൽക്കാലം നമ്മൾ ഈ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. എനിവേ ഇത്തരത്തിലൊരു വണ്ടർഫുൾ സെഷൻ ഇവിടെ ഡെലിവർ ചെയ്ത റിയാസ് സാറിനുള്ള താങ്ക്സ് അറിയിക്കുന്നു. Thank you for. Next, a token of love to Riya sir, hand over by Sri Santosh Kumar, RDD, HSC Kozhikode. Welcome, sir. Thank you, sir.
അതോടൊപ്പം നമ്മുടെ അത്തരത്തിലുള്ള എല്ലാ കുട്ടികൾക്കും അവസരം നൽകിക്കൊണ്ട് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാലയങ്ങൾ മികച്ച പെർഫോമൻസും കാണിച്ചു എന്നുള്ളതും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഏതായിരുന്നാലും ഇതിനെല്ലാം സഹായകമാകുന്നുള്ള ഒരു വേദിയാണ് നമുക്ക് ഒരുക്കുന്നത്. നമ്മുടെ ക്ലോസിംഗ് സെറിമണി ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. നമുക്ക് ക്ലോസിംഗ് സെറിമണിക്ക് വേണ്ടിയിട്ട് വേദി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലോസിംഗ് സെറിമണിയുടെ സമയത്ത് പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. അവരെ പരിചയപ്പെടുത്തും, അവർ ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയും. അതോടൊപ്പം നമുക്ക് ഇന്ന് ഈ 4 ദിവസത്തെ പരിപാടികൾ 5 ദിവസവും ഇവിടെ സന്ദർശിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുണ്ട്. എന്നെ ഇന്ന് ഗിഫ്റ്റഡ് ചിൽഡ്രൻ്റെ കോർഡിനേറ്ററാണ് അങ്ങനെ ഉള്ള ഒരു വിദ്യാർത്ഥി ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത്. ശ്രീ മാഹിർ സമാൻ എന്ന് പറയുന്ന കുട്ടി ഇവിടെ ഉണ്ടോ? ഉണ്ട് അല്ലേ? ഓക്കെ. എത്രാം ക്ലാസ്സിലാണ് മോൻ പഠിക്കുന്നത്? ഒന്ന് സ്റ്റേജിലേക്ക് വാ. എന്നെ നേരിട്ട് ഇനിയും വിളിക്കും. ഇപ്പോൾ സ്റ്റേജിലേക്ക് വാ. മാഹിർ സമാന് നമ്മൾ പ്രത്യേകമായിട്ടുള്ളൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. മാഹിർ സമാൻ ഇവിടെ വന്നതിൻ്റെ ഒരു അനുഭവങ്ങൾ, 5 ദിവസം ഇവിടെ എന്ത് നടന്നു എന്നതിൻ്റെ ഒരു അനുഭവം മാഹിർ സമാൻ നമ്മുടെ ഉദ്ഘാടന സെഷന് മുമ്പായിട്ട് അവതരിപ്പിക്കും. ഓക്കെ. അതേപോലെ ഇതിൻ്റെ അനുഭവം പറയാൻ വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഇവിടെ വരാവുന്നതാണ്. കുന്നമംഗലം സ്കൂളിൽ നിന്ന് ഒരു കുട്ടി താല്പര്യപ്പെട്ടുകൊണ്ട് വന്നു എന്നാണ് ഞാൻ അറിയുന്നത്. പേര് ആരാ? കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന്. ഓക്കെ, യെസ്. നമ്മുടെ SPC കുട്ടികളെ മുഴുവൻ ഇവിടേക്ക് വരുത്തിക്കണം സർ. ഓക്കെ, മോൻ തുടങ്ങി. ഞാൻ വരുന്നത് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. എനിക്ക് വരാനുള്ള ദിവസം ശരിക്കും മൺഡേ ആയിരുന്നു. അന്ന് ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ ക്ലാസ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇവിടുത്തെ ഐഡിയാസും ഇന്നോവേഷൻസും ഒക്കെ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. ഇതുവരെ കാണാത്ത കുറേ ഐഡിയാസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് വന്നപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചു എനിക്ക് നാളെയും വരാൻ പറ്റുമെന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞത് സ്കൂളുകാർക്ക് 1 ഡേ മാത്രമേ അലോഡ് ചെയ്തിട്ടുള്ളൂ എന്നാണ്. അപ്പം ഞാൻ എൻ്റെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള സിറാജിൽ സാറിനോട് ചോദിച്ചപ്പം സാറ് പറഞ്ഞതാണ് അടുത്ത ദിവസം എനിക്ക് വരാം, ഇവിടെ സെമിനാർ പബ്ലിക്കിന് ഫ്രീ ആയിട്ട് കാണാമെന്ന്. അങ്ങനെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ ദിവസവും ഓരോ ദിവസവും പുതിയ പുതിയ ഐഡിയാസ് ആയിരുന്നു ഞാൻ കണ്ടത്. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്കിങ്ങനെ ഇവിടെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനൊരു അവസരം തന്നതിന് ഇതിൻ്റെ എല്ലാ ആൾക്കാരോടും ഞാൻ താങ്ക് യു പറയുന്നു. ഇനിയും ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. യെസ്, നെക്സ്റ്റ് മോളെ പേരെന്താ പറഞ്ഞേ? അഷ്മിക കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ, വെരി ഗുഡ്. അഷ്മിക, കമ്മ. ഹായ്, ഗുഡ് മോർണിംഗ് എവ്രി വൺ. എൻ്റെ പേര് ആഷ്മിക VP. ഞാൻ കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു സെഷൻ ക്യൂരിയോകോൺ പ്ലാസ്മ എക്സിബിഷൻ ആൻഡ് ഇന്നോവേഷൻ ഫെസ്റ്റിലേക്ക് വരണമെന്ന് എനിക്ക് ഒരുപാട് മുന്നേ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്ന എനിക്ക് UL സ്പേസ് ക്ലബിൻ്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ തന്നെ അന്ന് ഡോക്ടർ AV രവി സാറാണ് ക്ലാസ് എടുത്തത്. ആ ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് കോൾഡ് പ്ലാസ്മ എന്നത് പോസിബിൾ ആണെന്ന് തന്നെ മനസ്സിലാവുന്നത്. അന്ന് തൊട്ട് തുടങ്ങിയ ഒരു ആഗ്രഹമാണ് ഇവിടെ വരണം, ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, കേൾക്കണം, പ്ലാസ്മയെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടായത്. അങ്ങനെ ക്യൂരിയോകോണിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ എനിക്കിവിടെ വരാൻ പറ്റി. അതിലുപരി അന്ന് എനിക്ക് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നൽകിയത്. സ്റ്റുഡൻസിന് എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതിലും കാണിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു ഫസ്റ്റ് ഡേയിൽ ഡോക്ടർ ഹംസ അഞ്ചുമുക്കൽ സാറിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഈ വലിയൊരു യൂണിവേഴ്സിറ്റി 99% പ്ലാസ്മയായിട്ടും നമ്മുടെ ഒരു കുഞ്ഞത്തിലുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് അവെയർ അല്ല. അതിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചോ അതിൻ്റെ യൂസേജിനെ കുറിച്ചോ ഒന്നും ആളുകൾ അവെയർ അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നല്ലൊരു ക്ലാസ് സക്സസ്ഫുൾ ആയിട്ട് ഇത്രയും സ്റ്റുഡൻസിനെ 5 ദിവസം കൊണ്ട് ഇത്രയും ഒരു ഇൻസ്പയറബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് അവരുടെ മനസ്സിലേക്ക് എത്തിച്ച എല്ലാ കോർഡിനേറ്റേഴ്സിനും എല്ലാവർക്കും ഞാനൊരു താങ്ക് യു പറയുന്നു. ദാറ്റ്സ് ഓൾ.
അടുത്തതായി GHSS നരിക്കുനിയിലെ ജന്ന റയ്യാൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. എൻ്റെ പേര് ജന്ന റയാൻ. ഞാൻ GHSS നരിക്കുനിയിലെ 10ാം തരം വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു വേദിയിലേക്ക് എനിക്ക് കയറാൻ അവസരം കിട്ടുന്നത്. ഇന്നലെ എൻ്റെ ഐഡിയ ഇവിടെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഇവിടെ നടത്തിയ സംഘാടകർ എനിക്ക് തന്നിരുന്നു. സോ ഞാൻ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി 3 ദിവസമായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. എക്സിബിറ്റേഴ്സിൻ്റെ ആ ഒരു കാറ്റഗറിയിലായിരുന്നു. സോ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ ഇങ്ങനെ ഒരു എക്സിബിഷൻ, പ്ലാസ്മയെ പറ്റിയുള്ള ഒരു എക്സിബിഷൻ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഈ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കണമെന്ന്. കാരണം നമുക്കറിയാം NIT പോലുള്ള ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ധാരാളം പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണുള്ളത്. സോ ഇവിടെ വന്ന് പ്ലാസ്മയെ പറ്റി അറിയാൻ പറ്റിയതും അതും നമുക്ക് ഫ്രീ ആയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിനെ നമ്മൾ പ്ലാസ്മയെ പറ്റിയൊക്കെ അറിയാൻ നമ്മൾ അഹമ്മദാബാദ് വരെ പോവുക എന്ന് പറയുന്നത് വളരെയധികം റിസ്ക് ഉള്ള കാര്യമാണ്. സോ ഇങ്ങനെ ഇവിടെ ഒരു പരിപാടി ഒരുക്കി തന്ന ഇവിടുത്തെ സംഘാടകർക്കും അതുപോലെ തന്നെ എന്നെ ഇവിടെ എത്തിച്ച എൻ്റെ അധ്യാപകർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു.
Good morning to all. I am Ramajor Maurya, distinguished guest on the dais and of the dais, dear participants, ladies and gentlemen. Welcome you to this closing ceremony of this program on Plasma Exhibition and Innovation Fest. I'm honored to host this ceremony, and on behalf of the organizing committee, I extend my warm greetings to all of you. We have witnessed an incredible showcase of innovation, creativity, and ingenuity throughout this event. The collective efforts of brilliant minds gathered have brought forth many groundbreaking ideas and innovations. I extend my heartfelt congratulations to all the participants and organizers for their hard work and dedication. Your contribution have made this event a resounding success. So, firstly, we have the privilege of hearing a presidential address by Dr. Sujit, Professor, Department of Chemistry, NIT Calicut. His wisdom and insights will surely enlighten us. So following Dr. Sujit's address, we have honor of witnessing the inaugural address and the honoring of our distinguished IPR faculty by Dr. Manoj P. Samuel, Executive Director, CWRDM Kozhikode. His dedication to the field of education is truly commendable, and his words will surely inspire us all. We also delighted to welcome other guests who bring a wealth of experience and perspective to this gathering. Their presence adds a special significance to this evening. So I would like to welcome all the guests. Dr. Abdul Nasser, UK Principal, Diet Kozhikode. Sri Santosh Kumar M, RDD HS Kozhikode. Dr. A.V. Ravi Kumar, IPR Gandhinagar. I welcome Sri A.K. Kuti, former Director, ISRO. Dr. S. Sunita, HOD, School of Management Study, NIT Calicut. Ma'am will join soon, I heard. Sri K. Jairam, Deputy Director, ISRO. Sri Ajyan Anand, Managing Director, VRDDHI CTS. Srimati Dipti, AEO Mukkam. Sri Ajyan BPC Konamangalam. I welcome Sri Prashantayam, Secretary District Science Club. I welcome Sri Muhammad Basir, KM, Coordinator District 80 Club. And finally, I welcome Sri Sajil UK, Coordinator, Emission Skill Development. Yeah, thank you all once again to this closing ceremony of this event. Thanks. Thank you, sir. Curiocon Plasma Exhibition and Innovation conducted by IPR, Institute of Plasma Research and Plasma Research, under the Ministry of Atomic Energy, Government of India, in collaboration with NITC, open a new gates of technology and information to the higher secondary students and teachers.
A very warm good afternoon to one and all and welcome you all. We are heading towards a closing ceremony of Curiocon Plasma Exhibition and Innovation Fest 2023. I welcome Dr. Sujit A, Professor, Department of Chemistry, NITC, Kozhikode, for the presidential address. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഡോക്ടർ മനോജ് പി സാമുവൽ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ CWRDM കോഴിക്കോട്, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലാസ്മ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ സാധാരണ 2 തരത്തിലുള്ള റിസൾട്ടുകളാണ് നമുക്ക് വരുന്നത്. ഒന്ന്, പ്ലാസ്മ എന്ന് പറഞ്ഞാൽ രക്തത്തിലെ വെളുത്ത രക്താണുക്കളെയും അതുപോലെ തന്നെ നമ്മൾ ചുവന്ന രക്താണുക്കളെയും രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ക്ലിയർ ലിക്വിഡ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ സാധാരണ പ്ലാസ്മ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ സെർച്ചിൽ വരുന്നത് ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ പ്ലാസ്മ എന്ന് നമുക്ക് രണ്ടാമത് കാണാൻ പറ്റും. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ടോ? ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു 1800-കളിൽ ലാങ്മ്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിസിസിസ്റ്റ് ഈ 2 സിമിലാരിറ്റീനെ പറ്റി പഠിച്ചു. അതായത് രക്തത്തിൽ പ്ലാസ്മയിലൂടെ ഒഴുകി നീങ്ങുന്ന വെളുത്ത രക്താണുക്കളും ചുവന്ന രക്താണുക്കളും, അതേപോലെ തന്നെ അദ്ദേഹം പഠിച്ചിരുന്ന ഒരു മേഖല അയോണിക് റേഡിയേഷനെ പറ്റിയിട്ടായിരുന്നു. അതായത് അയോണൈസ്ഡ് ഗ്യാസിനെ പറ്റിയുള്ള ഒരു പഠനമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എങ്ങനെ അതിനെ കമ്പയർ ചെയ്തത്? അയോണൈസ്ഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയോൺസും ഇലക്ട്രോൺസും എങ്ങനെയാണ് ഒരു ഗ്യാസ് എന്ന ഫ്ലൂയിഡിലൂടെ ഒഴുകി നീങ്ങുന്നത്, അതേ തരത്തിലാണ് ബ്ലഡിലും സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഈ 2 പേരുകളും തമ്മിൽ ഏകദേശം സാമ്യമായിട്ടുള്ളൊരു പേര് വരുന്നത്, പ്ലാസ്മ എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥ. പിന്നീട് നമുക്കറിയാം റേഡിയോയുടെ കണ്ടുപിടുത്തം, റേഡിയോ വേവ്സിൻ്റെ ഉപയോഗം ആണ് കൂടുതലും പ്ലാസ്മയെ പറ്റി നമ്മളെ പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ മുകളിൽ അയണോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്. അപ്പോൾ ഈ അയണോസ്ഫിയറിൽ നമ്മുടെ പ്ലാസ്മ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അയണോസ്ഫിയറിൽ റേഡിയോ വേവ്സ് തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നത് മൂലം നമുക്ക് റേഡിയോ സിഗ്നലുകളുടെ നല്ല പ്രധാനപ്പെട്ട ഉപയോഗം പ്രയോഗത്തിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ചില റേഡിയോ വേവ്സ് അയണോസ്ഫിയർ അബ്സോർബ് ചെയ്യുകയും ഒരു ക്രമരഹിതമായ രീതിയിൽ ചില സമയത്ത് അത് ബിഹേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് റേഡിയോയിലൊക്കെ ചില സമയത്ത് ക്രമരഹിതമായ തരത്തിലുള്ള സിഗ്നൽസ് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം. എന്ത് തന്നെ വന്നാലും ഈ അന്ന് പ്ലാസ്മയിൽ തുടങ്ങിയ ആ ഒരു ഗവേഷണം നമുക്കറിയാം ഇന്ന് എത്തി നിൽക്കുന്നത് നിങ്ങളുടെ മുന്നിൽ പ്ലാസ്മ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും വലിയൊരു മെഗാ ഷോ 4 ദിവസമായിട്ട് നമ്മളിവിടെ നടത്തുകയാണ്. നമുക്കിതിൽ അറിയാം, NIT കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രധാനപ്പെട്ട, അതായത് നമ്മൾ കുറേയധികം പ്രോഗ്രാംസ് സ്കൂളിന് വേണ്ടി നടത്തിയിട്ടുണ്ടെങ്കിലും അതിലേറ്റവും മികച്ച ഒരു പ്രോഗ്രാമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. കാരണം മികച്ചത് മാത്രമല്ല, ഒരു ബിഗ് ഈവൻറ്റ്, ഇത്രത്തോളം വലിയൊരു ഈവൻറ്റ് നമുക്ക് വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ സംശയകരമായ കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ പോളിസി അനുസരിച്ചിട്ട് സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് NIT തുറന്നു കൊടുക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി അനുസരിച്ചാണ് നമ്മളിത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിച്ചത്. നമുക്ക് കുട്ടികളെല്ലാവരും ഇത് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, എല്ലാ വിധത്തിലുള്ള പ്രാധാന്യം മീഡിയയിലായാലും എവിടെയായാലും ഇതിന് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അത് വളരെയധികം യൂസ്ഫുള്ളായി ഉപയോഗപ്പെടുത്തി എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്.
ഈ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ, അതായത് ഈ കൺക്ലൂഷൻ സെറിമണി, ക്ലോസിംഗ് സെറിമണി ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മനോജ് പി സാമുവൽ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സ്നേഹ സുഹൃത്തുക്കളെ, പ്രിയ വിദ്യാർത്ഥിനികളെ, കൂട്ടുകാരെ, ആദ്യം തന്നെ ക്യൂരിയോകോൺ എന്നുള്ള പേരിൽ ഏറ്റവും നല്ല നിലയിൽ 5 ദിവസം നീളുന്ന പ്ലാസ്മ എക്സിബിഷൻ ആൻഡ് ഇന്നൊവേഷൻ ഫെസ്റ്റ് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. മനസ്സിലാക്കുന്നത് 4 സ്ഥാപനങ്ങൾ ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഏറ്റവും വിജയകരമായിരുന്നു. ഒരു ദിവസം ശരാശരി 500 കുട്ടികൾ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് ഒരു 2500-3000 കുട്ടികൾ, അവരുടെ ചില മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ ഈ പരിപാടി കാണുകയുണ്ടായി. സ്വാഗത പ്രസംഗൻ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു മേഖലയിലാണ് ഈ ഒരു പരിപാടി നടത്തപ്പെട്ടത്. നമുക്കറിയാം 4ാമത്തെ സ്റ്റേറ്റാണ് പ്ലാസ്മ. ഖരം, വാതകം, ദ്രാവകം എന്നതല്ലാതെ 4ാമത് വരുന്നത് പ്ലാസ്മ എന്നുള്ള സ്റ്റേറ്റാണ്. അതപ്പോൾ പലരും വളരെ കാര്യങ്ങൾ അറിയുന്നതിനെക്കാട്ടി കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ് പ്ലാസ്മയെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഭാവിയിൽ ഗവേഷണ പദ്ധതികൾ ഏകോപിപ്പിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഗവേഷണ പദ്ധതികൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഒറ്റതിരിഞ്ഞ് നടത്തപ്പെടുന്ന ഗവേഷണങ്ങളല്ല. നേരെ മറിച്ച് എല്ലാവരെയും കൂടെ ചേർത്ത് പിടിച്ച് എല്ലാ സ്ഥാപനങ്ങളെയും, വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഗവേഷണ സ്ഥാപനങ്ങളെയും കേന്ദ്ര സംസ്ഥാന ഗവേഷണ സ്ഥാപനങ്ങളെയും അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനങ്ങളെയും എല്ലാവരെയും കൂടെ ചേർത്ത് നെറ്റ്വർക്ക്, കൊളാബറേറ്റീവ് വേയിൽ നമുക്ക് എല്ലാവരും കൂടെ ചേർത്ത് എങ്ങനെ സംയോജിതമായ ഗവേഷണ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കൂടുതൽ ആലോചിക്കുന്നത്. ഗവൺമെൻറ്റുകളും ഇതിനാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ മേഖലയിൽ പുതിയ ആശയങ്ങളും ഗവേഷണ പദ്ധതികളും ഉരുത്തിരിഞ്ഞ് വരണം. അതിനൊരു നാന്ദി എന്നോണമെന്നാണ് ഈ ഒരു പദ്ധതി, ഈ ഒരു എക്സിബിഷനും അതിനോട് കൂടെ ചേർന്ന ഇന്നൊവേഷൻ ഫെസ്റ്റും നമ്മളിവിടെ സംഘടിപ്പിച്ചത്. അപ്പോൾ അതിൽ ഇന്നോവേഷൻ എന്നുള്ള വാക്കിന് തന്നെ ഒരു വലിയ പ്രാധാന്യമുണ്ട്. ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ഉള്ളതിൽ നിന്ന് വി ആർ ഇംപ്രൂവിങ് ഫോർ സംതിങ് ബെറ്റർ. ഇൻവെൻഷൻ എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. ഇൻവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഔട്ട് ഓഫ് ദ ബ്ലൂ തോമസ് ആൽവ എഡിസൺ ഇൻവെൻറ്റഡ് ഫിലമെൻറ്റ്. പക്ഷേ നമ്മളിതിവിടെ ഇന്നോവേഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നിലവിലുള്ള ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ നിലവിലുള്ളൊരു സാങ്കേതിക വിദ്യയെ നമ്മൾ കൂടുതൽ പുതുമയുള്ളതാക്കുകയാണ്. മെച്ചപ്പെട്ട ഫലം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കൂടുതൽ പുതുമയുള്ളതാക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇന്നോവേഷനിൽ കൂടെ വരുന്നത്. അപ്പോൾ നമ്മളിപ്പം ഗവൺമെൻറ് സംസ്ഥാന തലത്തിലായാലും കേന്ദ്ര തലത്തിലായാലും ഇന്നോവേഷന് വേണ്ടി ധാരാളം പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ, മേക്കപ്പ് ഇന്ത്യ, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ്, അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ, അങ്ങനെ പല ഇപ്പം നമ്മുടെ NIT ക്യാമ്പസിൽ തന്നെ ഒരു TBI ഉണ്ട്, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ. അതായത് വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള ഇതേപോലുള്ള സ്പാർക്ക്, തീപ്പൊരി കണ്ടെത്തി താല്പര്യമുള്ള ആൾക്കാരെ മനസ്സിലാക്കി അവർക്ക് കൂടുതൽ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ നൽകി പുതിയ പുതിയ കണ്ടെത്തലുകളും വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു സമൂഹത്തിൻ്റെ ചാലകശക്തി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല വിദേശ രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളെന്ന് നമ്മൾ പറയപ്പെടുന്ന രാജ്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം അവർ ഇതേപോലെയുള്ള ഈ സ്റ്റാർട്ടപ്പ് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നുണ്ട്. സ്റ്റുഡൻറ്റ് ഇൻക്യുബേഷൻ, സ്റ്റുഡൻറ്റ് CEOs, ആ രീതിയിലുള്ള സംവിധാനങ്ങൾ കൂടുതലായിട്ട് മുന്നോട്ട് വരണം. കിച്ചൺ ഗാർഡൻ, ഞാൻ ഒരിക്കൽ US കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലുള്ള വലിയൊരു പദ്ധതിയാണ് കിച്ചൺ ഇൻക്യുബേഷൻ. കിച്ചൺ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയുമായി ബന്ധപ്പെട്ട ഫുഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ സംവിധാനങ്ങൾ. ഈവൻ നിങ്ങളൊരു പുതിയൊരു അച്ചാർ ഉണ്ടാക്കിയാലും പുതിയൊരു ഫുഡ് മെറ്റീരിയൽ ഉണ്ടാക്കിയാലും അതൊരു ഇന്നോവേഷനാണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഒരു ബ്രാൻഡ് ചെയ്ത് വിപണിയിലേക്ക് എത്തിക്കാം. അപ്പോൾ ആ രീതിയിലുള്ള പലതരത്തിലുള്ള ഇന്നോവേഷൻസ്, പുതുമയാർന്ന സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയണം, നമ്മുടെ ഒബ്സർവേഷൻ പവേഴ്സ് കൂട്ടണം, നമ്മളുടെ ഗവേഷണ നിരീക്ഷണ പാടവം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടികളുടെ എല്ലാം ഈ പ്രായത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ പ്ലാസ്മ എക്സിബിഷൻ നടത്തിയതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം നമ്മളുടെ നിരീക്ഷണ പാഠവും നമുക്ക് പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മളുടെ ചിന്തകളെ വഴിതിരിച്ച് വിടണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ ഫ്രാൻസിൽ കുറച്ച് സമയത്തേക്ക് പോയി. അപ്പോൾ അന്ന് നമ്മൾ ബോർഡോ എന്ന് പറഞ്ഞുള്ളൊരു യൂണിവേഴ്സിറ്റിയിലാണ് പറഞ്ഞത്. ബോർഡോ
ബോർഡോ യൂണിവേഴ്സിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ബോർഡോ എന്നുള്ള നഗരം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ വൈൻ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ വൈൻ കണ്ടിട്ടുള്ളവർക്കറിയാം, ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ വില പിടിപ്പിച്ച മുന്തിരി, വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്ന, ലോകമെമ്പാടും നോക്കിക്കഴിഞ്ഞാലും ബോർഡോ വൈനിനാണ് ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ളത്. അത്രയും ഗുഡ് ക്വാളിറ്റിയാണ്, അത്രയും ഗുണമേന്മ ഏറിയ വീഞ്ഞാണ് ഈ ബോർഡോയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ലോകത്തിൽ തന്നെ മുന്തിരി വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഒരു ഹബ്ബാണ് അല്ലെങ്കിൽ ഒരു നഗരമാണ് ഈ ബോർഡോ. അപ്പോൾ ബോർഡോയിൽ വികസിപ്പിച്ചെടുത്ത ഒരു ചെറിയൊരു സാങ്കേതിക വിദ്യയാണ് ബോർഡോ മിക്സ്ചർ. നിങ്ങൾ കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കറിയാം, കൃഷിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കറിയാം. ഈ നമുക്ക് കവുങ്ങൊക്കെ കൃഷി ചെയ്യുമ്പം പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് മഹാളി എന്ന് പറയും, മഞ്ഞളിച്ച് പോവും. അപ്പോൾ അതിന് പ്രധാനമായിട്ട് അതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ ഈ ഫംഗസിനെ തുരത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് അതിലെ ബോർഡോ മിക്സർ പൊരുത്തും. ബോർഡോ മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുരിശും കോപ്പർ സൾഫേറ്റും കാൽസ്യം കാർബണേറ്റും ചുണ്ണാമ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്ന ഒരു ലായനിയാണ്. ആ ലായനി നമ്മൾ ഈ മുകളിൽ ഇങ്ങനെ പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. അത് ചെടികൾക്ക് മാത്രമല്ല, പല ഫംഗൽ ഇൻഫെക്ഷനും ഈ ബോർഡോ മിക്സർ നല്ലൊരു മരുന്നാണ്. അപ്പോൾ ഈ ബോർഡോ മിക്സർ കണ്ടുപിടിച്ചത് എങ്ങനെയെന്നതിനെ കുറിച്ചൊരു കഥയുള്ള ഒരു സംഭവ കഥയുണ്ട്. ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തോ ആണ്. അപ്പം ഈ ബോർഡോ എന്നുള്ള പ്രദേശത്ത് മുന്തിരിയെ ബാധിക്കുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വളരെ വ്യാപകമായിട്ട് പെരുകി. അതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞു. വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്ന ശാലകളൊക്കെ അടച്ചു പൊട്ടേണ്ടി വന്നു. അപ്പോൾ ശാസ്ത്രജ്ഞന്മാരൊക്കെ കെനിഞ്ഞ് ആലോചിച്ചിട്ടും അതിന് പറ്റുന്ന ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം ഇതിൽ പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അവിടുത്തെ ബോർഡോ യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകൻ ആ യൂണിവേഴ്സിറ്റിയിലെ മുന്തിരിത്തോട്ടത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ രണ്ട് സൈഡിലും മുന്തിരികൾ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നതാണ്. പക്ഷേ ഈ ബോർഡോ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കാരണം, ഈ ഒരു കുമിൾ ബാധ കാരണം വേണ്ട രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഇത് ആലോചിച്ച് എന്ത് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹം കണ്ടത് ഈ നടപ്പാതയുടെ രണ്ട് സൈഡിലുമുള്ള മുന്തിരി വള്ളികളിൽ നല്ല രീതിയിൽ മുന്തിരിക്കുല തൂങ്ങി നിൽക്കുന്നുണ്ട്. നല്ല മനോഹരമായ മുന്തിരികൾ അവിടെ വിളഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിലേട്ടുള്ള മുന്തിരികളിൽ അത് കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു അതങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. ശരിക്കും നടപ്പാതയുടെ രണ്ട് സൈഡിലും ഉള്ളിടത്താണ് മോശം കാണാനുള്ള സാധ്യത. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഉള്ളിൽ കുറച്ചും കൂടെ ഇൻക്യുബേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ വിള ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ആളിങ്ങനെ ചോദിച്ച് തോട്ടക്കാരനെ വിളിച്ചു ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങളിവിടെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഈ നടപ്പാതയുടെ രണ്ട് സൈഡിലും നിങ്ങളെന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ നടന്നു പോകുമ്പോൾ ആൾക്കാർ രണ്ട് സൈഡിലുള്ള മുന്തിരിങ്ങ ഇങ്ങനെ പറിച്ച് കഴിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമ്മളായാലും നടക്കുമ്പോൾ ഒരു ആപ്പിളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറിച്ച് കഴിക്കുമല്ലോ. അപ്പോൾ അതേപോലെ അല്ല, ആപ്പിൾ പോട്ടെ, മാങ്ങ കാണുമ്പോൾ പറിച്ച് കഴിക്കുമല്ലോ. അപ്പോൾ അതേപോലെ ഈ നടപ്പാതയുടെ രണ്ട് സൈഡിലും നടന്നു പോകുന്ന ആൾക്കാർ ഈ കുമിൾബാധ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ നടക്കുന്ന സമയത്ത് രണ്ട് സൈഡിലും തൂങ്ങി നിൽക്കുന്ന മുന്തിരിങ്ങയൊക്കെ ആരും അറിയാതെ പറിച്ച് കഴിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പം രണ്ട് സൈഡിലുള്ള ധാരാളം ഫലനഷ്ടം അദ്ദേഹത്തിന് സംഭവിച്ചിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പുള്ളി എന്ത് ചെയ്തു, അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഈ ചുണ്ണാമ്പും തുരിശും കൂടെ മിക്സ് ചെയ്ത് ഈ സൈഡിലെല്ലാം അടിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിക്കുമ്പം ഈ മുന്തിരിക്കൊലകളിൽ വീഴുമ്പോൾ അതിനൊരു ഈ ഒരു ലായനി പതിക്കുമ്പം അതിൻ്റെ ഒരു ചവർപ്പ് രുചി ഉണ്ടാവും. അപ്പോൾ ഈ മുന്തിരിയുടെ ടേസ്റ്റ് കിട്ടില്ല, ചവർപ്പ് കലർന്ന രുചിയായിരിക്കും. അതുകൊണ്ട് ആൾക്കാരത് പറിച്ച് കഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഈ ലായനി അടിച്ചത്. പ്രധാനമായിട്ട് ആ രുചി മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ അത് കഴുകിക്കഴിഞ്ഞാൽ നല്ല രുചി കിട്ടും. അപ്പോൾ നടക്കുന്ന സമയത്ത് പറിച്ച് കഴിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ അധ്യാപകന് മനസ്സിലായി, ഇദ്ദേഹം അടിച്ച ഈ ലായനി കാരണമാണ് ഈ ഫംഗൽ ബാധ ഇവിടെ വരാത്തത്. അങ്ങനെ ആ ലായനിയെക്കുറിച്ച് പഠിച്ച് ആ ലായനി കൂടുതൽ ശാസ്ത്ര ഗവേഷണ പരിപാടികൾക്ക് വിധേയമാക്കി. അങ്ങനെയാണ് ബോർഡോ മിക്സർ എന്നുള്ള ആ ലായനി ഫംഗൽ കുമിൾ ബാധയ്ക്ക് വളരെ എഫക്റ്റീവാണെന്ന് മനസ്സിലാക്കി. അതൊരു ലോകവ്യാപകമായിട്ട് ഇപ്പം ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് ഈ ബോർഡോ മിക്സർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മുടെ നിരീക്ഷണ പാഠമാണ്. അപ്പോൾ അങ്ങനെ ഒരു അധ്യാപകൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നിയില്ലെങ്കിൽ ആ ഒരു ഈ ബോർഡോ മിക്സർ എന്നുള്ളൊരു ലായനി വികസിപ്പിച്ചെടുക്കാൻ ഒരുപക്ഷെ ലോകത്തിന് സാധിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് അതേപോലുള്ള നിരീക്ഷണ പാഠവും നമ്മുടെ കുട്ടികളിൽ വികസിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലും പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിലും പറയുന്നത് 4 കാര്യങ്ങളാണല്ലോ. നോളജ് ഒന്ന് മാത്രമാണ്, അറിവ് ഒന്ന്, സ്കിൽസ്, നോളജ്, സ്കിൽസ്, വാല്യൂസ് ആൻഡ് ഡിസ്പൊസിഷൻസ്. അപ്പം നമ്മളുടെ അറിവ്, നമ്മളുടെ സ്കിൽസ്, നമ്മളുടെ ചെയ്യാനുള്ള സാമർഥ്യം,
നമ്മുടെ വാല്യൂസ്, നമ്മുടെ മൂല്യങ്ങൾ, പിന്നെ നമ്മുടെ ബിഹേവിയർ പാറ്റേൺ, നമ്മുടെ ഡിസ്പൊസിഷൻസ്, നമ്മുടെ സ്വഭാവ രീതി. ഈ 4 കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പുതിയ രീതിയിൽ, പുതിയ പാഠ്യപദ്ധതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ആ രീതിയിലുള്ള ഒരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ ഡയറ്റിൻ്റെയൊക്കെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത്. അപ്പോൾ അതേപോലെയുള്ള സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളും സാധ്യതകളും കണ്ടെത്തണം. പുതുതായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ സാധ്യതകൾ കണ്ടെത്താൻ സാധിച്ചാൽ അതൊരു പുതിയൊരു ഒരു പ്രൊഡക്റ്റായിട്ടോ ഒരു സർവീസായിട്ടോ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്പോൾ അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഗവൺമെൻറ് തന്നെ തരുന്നുണ്ട്. നമുക്കിപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറഞ്ഞ ഒരു സംവിധാനം തന്നെ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു പുതിയൊരു സംവിധാനം വികസിപ്പിച്ച്, ഒരു സാങ്കേതികവിദ്യ വികസിപ്പിച്ച് അതൊരു ബിസിനസ്സിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാമ്പത്തിക സഹായം ഗവൺമെൻറ് തന്നെ തരും. ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിൽ കൊച്ചിയിലാണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എന്ന് പറയും, ഇന്ത്യൻ ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. അപ്പോൾ അവിടെ ഒരു ദിവസം 2 കുട്ടികൾ വന്നു. അവർ ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസാണ്. അവർ പറഞ്ഞത് സാർ, നമ്മളൊരു ചെറിയൊരു ഒരു സംവിധാനം വികസിപ്പിച്ചെടുത്താൽ അന്നാണെങ്കിൽ മീൻ ഇപ്പോഴും ഉണ്ട് പ്രശ്നം. ഈ മീൻ കിട്ടാത്ത സമയങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മീൻ വരുന്നുണ്ട്. അപ്പോൾ മീൻ വരുമ്പോൾ അതിൽ ധാരാളം മീൻ എന്ന് പറഞ്ഞാൽ ഹൈലി പെരിഷബിൾ കമ്മോഡിറ്റിയാണ്. പെട്ടെന്ന് ചീത്തയാവാതിരിക്കാൻ വേണ്ടി മീനിൽ പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ചേർക്കും. സോഡിയം ബെൻസോണേറ്റ്, അമോണിയ, ഫോർമാൽഡിഹൈഡ്. അപ്പോൾ ഇതെല്ലാം അറിയാതെ നമ്മളുടെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കാണുമ്പോൾ മീൻ ഇങ്ങനെ നല്ല കുട്ടപ്പനായിട്ടിരിക്കും, പക്ഷേ ആക്ച്വലി ഇറ്റ് മേ ബി വെരി ഓൾഡ്. അപ്പോൾ അങ്ങനത്തെ ഈ പഴയ മീനിനെ പുതുതാക്കാനുള്ള ഈ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ മീനുകൾ, മത്സ്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് പല ബുദ്ധിമുട്ടുകളുമുണ്ട് ആരോഗ്യപരമായിട്ട്. അതുകൊണ്ട് തന്നെ അതിനെ തടയിടാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഈ 2 കുട്ടികൾ വന്നത്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീനിൻ്റെ കണ്ണിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്കത് വികസിപ്പിച്ചെടുക്കാം. അത് അവർ നമ്മളായിട്ട് ചർച്ച ചെയ്തപ്പം ഉരുത്തിരിഞ്ഞൊരു സാധനമാണ്. അതായത് മീനിൻ്റെ ബാക്കി എല്ലാ ഭാഗവും രാസപദാർത്ഥങ്ങൾ പുരട്ടിക്കഴിഞ്ഞാൽ ഗ്ലോസി ആയിട്ടിരിക്കും, നമുക്കത് മനസ്സിലാവില്ല. പക്ഷേ മീനിൻ്റെ കണ്ണിനെ മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്യാമറ ഡെവലപ്പ് ചെയ്ത് ഒരു ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ് അതിലേക്ക് കൊണ്ടുവന്ന് മീനിൻ്റെ കണ്ണിൻ്റെ ഫോട്ടോ എടുത്ത് ഓരോ ദിവസവും, ഇപ്പോൾ അയല മീനാണെങ്കിൽ ഓരോ ദിവസവും മീനിൻ്റെ കണ്ണിലുള്ള ആ ഒരു HCV എന്ന് പറയും, ഹ്യൂജ് സാച്ചുറേഷൻ വാല്യൂ, ആ വാല്യൂ ഒരു പ്രത്യേക നമ്പറാണ്. അപ്പോൾ ഓരോ ദിവസവും ഒരു അയല എന്നുള്ളൊരു മീനിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നമ്പറുണ്ട്. അപ്പം നമ്മൾ ആ മീനിൻ്റെ കണ്ണിൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പറുമായിട്ട് ഒരു നമ്പർ കിട്ടും. ഈ ഒരു അൽഗരിതത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ നമ്പർ ഓൾറെഡി ലൈബ്രറിയിലുള്ള നമ്പറുമായിട്ട് കമ്പയർ ചെയ്ത് എത്ര ദിവസം പഴക്കമുള്ള മീനാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അയലയ്ക്ക് വേണ്ടി ചെയ്തു, അത് സക്സസ്ഫുൾ ആണ്. അതിന് പാറ്റന്റിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കി എല്ലാ മീനിന് വേണ്ടിയിട്ട്, ഓരോ മീനിന് വേണ്ടിയും ധാരാളം ഇതേപോലെയുള്ള അടിസ്ഥാന ഗവേഷണ പദ്ധതികൾ നടപ്പിലാക്കി ഒരു ലൈബ്രറി ഒക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതേപോലുള്ള സാധ്യതകൾ കുട്ടികളുടെ ഭാഗത്തു നിന്നാണ് വന്നത്. കുട്ടികളാണ് ഒരു ഐഡിയ പറഞ്ഞത്. ആ 2 കുട്ടികളിൽ ഒരാളിപ്പം അമേരിക്കയിലാണ്, മറ്റൊരാൾ വേറൊരു സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് പോയി. അപ്പോൾ അത് അവിടെ നിന്നു. ഞങ്ങൾക്ക് ഒരു കമ്പനിയായിട്ടോ ഒരു പ്രൊജക്റ്റായിട്ടോ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരു പ്രൊഡക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊജക്റ്റായിട്ടോ ഒരു ബിസിനസ് എൻറ്റിറ്റി ആയിട്ടോ മാറ്റാൻ സാധിച്ചില്ല. അപ്പോൾ പറഞ്ഞു വന്ന ഇതേപോലുള്ള സാധ്യതകൾ നിങ്ങൾ കുട്ടികളുടെ ഇടയിൽ നിന്ന് കണ്ടെത്തണം. അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സംവിധാനമായിട്ട് വികസിക്കണം. അതൊരു രാഷ്ട്രതലത്തിൽ തന്നെ അത് കുട്ടികളുടെ ഒരു മൊബിലൈസേഷനിലൂടെ, കുട്ടികളെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾ മാത്രമല്ല, സ്കൂൾ, യൂണിവേഴ്സിറ്റി, NIT, IIT-യിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു കൂട്ടായ്മയിൽ കൂടെയാണ്. അപ്പോൾ ആ ഒരു ജോലി എന്നുള്ള മാത്രമുള്ളൊരു രീതിയിലേക്ക് പോവാതെ ഇതേപോലുള്ള പുതിയ ഇന്നോവേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് എൻറ്റിറ്റികളും വികസിപ്പിക്കാനുള്ള സാധ്യതകളും കൂടെ നോക്കേണ്ടതുണ്ട്. രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണം നമ്മളുടെ എല്ലാവരുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. അപ്പം ഇപ്പോൾ ചന്ദ്രയാൻ്റെ കേസ് വന്നപ്പം പറഞ്ഞല്ലോ, IIT എന്നുള്ള ആൾക്കാരെല്ലാം കോഴ്സ് കഴിഞ്ഞ്, ഞാനും എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ IIT-യിൽ നിന്നായിരുന്നു. അപ്പോൾ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വിദേശത്തേക്ക് പോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, ബെറ്റർ സാലറീസ്, ബെറ്റർ ലിവിങ് കണ്ടീഷൻ. പക്ഷേ സാധാരണ ഇപ്പോൾ ഈ ചന്ദ്രയാനിന് പുറകിൽ പ്രവർത്തിച്ച 90% ശാസ്ത്രജ്ഞരും നമ്മൾ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സാധ്യതകൾ ഈ രാജ്യത്ത് തന്നെയുണ്ട്. അത് ഉപയോഗിക്കാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. രാഷ്ട്ര നിർമ്മാണത്തിന് അത് വളരെ ആവശ്യവും കൂടിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച എല്ലാ സഹപ്രവർത്തകർക്കും ഇതിൽ സംഘാടകരായിട്ടുള്ള 4 സ്ഥാപനങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്.
I request Dr. Manoj P. Samuel, sir, to give away the token of appreciation by Curiocon 2023. Dr. Ravi Kumar and Team IPR. Dr. Ravi Verma, HOD Physics, NITC, Kozhikode. Dr. S. Sunita, HOD, SOMS, NITC, Kozhikode. Professor Muhammad Shafi, SOMS, NIT, Kozhikode. Sri Shajil UK, Admission Skill Development Coordinator. Sri Prashant M, District Science Club Secretary. Sirajuddin PT, GSS Pune. Sri Muhammad Bashir KM, District ET Club Secretary. Varun K, NSS Engineering College, Ottapalam. Sayuj, NIT, Kozhikode. Next, special award for Project X Team Special Award. Thank you. There's also one more award. Special award for LSG Innovation Promotion. Lakshya Project, Selannur Block Panchayat. A token of appreciation for Sayuj, NIT, Kozhikode. For special award for Mahi Zaman, Calicut HS, Madavur. Special award for Sayuj, NIT, Kozhikode. Award for Mahi Zaman, Calicut HS, Madavur. Thank you. Next, I welcome Dr. Prashant Krishna, Director, NIT Calicut, Kozhikode. Next, I welcome Dr. Ravi Kumar sir for the keynote address.
distinguished guests on the podium, friends, I would like to thank NIT Calicut, DIIT Kozhikode, as well as Edumission Curiocon for hosting the plasma exhibition. This, as you know, is our main outreach program, science and outreach program. Plasma നാട്ടുകാരുടെ ഇടയിൽ കൊണ്ടു ചെല്ലുക എന്നാണ് ഞങ്ങളുടെ ദൗത്യം. അത് ഈ 5 ദിവസം നിങ്ങൾ 5 അല്ല 4.5 ദിവസം നിങ്ങൾ പ്ലാസ്മ എക്സിബിഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പുതുതായിട്ട് പഠിച്ചു കാണും എന്നൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത്. And I hope that all of you would have learned something new from the exhibition here. And I wish we had more space because it was difficult to manage the crowd inside that audio on that hall. And the takeaway from this exhibition should be that നിങ്ങൾ ആരെങ്കിലും in another 5 years or 10 years choose to take up plasma physics as your subject, അത് ഞങ്ങൾക്കൊരു എന്താ പറയുക ഒരു win-win situation പോലെയാണത്. അപ്പോൾ I hope that in your future, whether you take physics or engineering or doesn't matter which subject you take, plasma is there everywhere in all subjects. So please keep in mind that there is a subject called plasma science and technology. With this, I would like to once again thank all the people who actually organized the show, especially the student volunteers who helped us with the exhibits, and also the members of the science club as well as NIT who organized this fantastic program with a large number of student visitors, which is most important for us because this is meant for students, and since large number of students have visited, I am happy. Thank you very much once again, all of you. I welcome Sri Santosh Kumar M, RDD, HSE, Kozhikode for the certificate distribution for Innovation Fest winners. I welcome Sir for a few words. ബഹുമാനപ്പെട്ട റിസോഴ്സ് പേഴ്സൺസ്, ബഹുമാനപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, 5 ദിവസങ്ങളായി നടന്നു വരുന്ന ഈ ഒരു വലിയൊരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. 15,000 മനസ്സുകളെ ഒരുമിപ്പിക്കാൻ ഈ NIT വെച്ച് നടക്കുന്ന ഈ ഒരു പ്രവർത്തനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു മനസ്സുകളുടെ ഒരു യോജിപ്പാണ്. ധാരാളം പുതിയ ഐഡിയാസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അത് വലിയൊരു പ്രോഡക്റ്റായിട്ട് മാറും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ ടീച്ചർ ചോദിച്ചൊരു ചോദ്യത്തിന്, കാലിക്കറ്റ് ഗേൾസിലെ ടീച്ചറല്ലേ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചത്. ഈ മാറ്റങ്ങളിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് എല്ലാ കാലത്തും സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഒരു മാസ്ലോ തിയറി വെച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അധ്യാപകൻ്റെ സ്ഥാനം ഉറപ്പാണ്. കാരണം പഴയ കാലത്ത് അധ്യാപകൻ ഭക്ഷണം കൊടുക്കാനും ഡോക്യുമെൻ്റ് വായിച്ചു കൊടുക്കാനും ന്യൂസ് കേൾപ്പിക്കാനും ഒരു കച്ചവടം നടത്താൻ എഴുത്ത് പഠിപ്പിക്കാനുമുള്ള ഒരു ബേസിക് നീഡ്, അതുകൊണ്ട് അത് വലിയൊരു സംഭവമായി ആ സമയത്ത് കാണും. ഇന്നത് കുറേ കൂടെ കുട്ടികളുടെ നീഡ് ഹൈറാർക്കിയിലേക്ക് മുന്നോട്ട് പോയി. സോഷ്യൽ നീഡും സൈക്കോളജിക്കൽ നീഡും അങ്ങ് സെൽഫ് ആക്ച്വലൈസേഷനിൽ വരെയുള്ള റോള് അധ്യാപകനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളി ഈ കാലഘട്ടങ്ങളിൽ ടെക്നോളജിയുടെ ഒരു കടന്നുവരവോട് കൂടിയിട്ട് അത് കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമാണ്. അതുകൊണ്ട് സാധ്യതകൾ വളരെയാണ്.
ഏറ്റവും കൂടുതൽ സാധ്യതകളാണ് നമ്മളെ മുന്നിലുള്ളത്. ഈ സംരംഭത്തിന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നന്ദി പറയുന്നു. Thank you, sir. Next, let's lend our ears to the School Innovation Award. I welcome our Dr. Abdul Nasser UK, Principal of Diet, Kozhikode. Sir, welcome. പേജിലിരിക്കുന്ന ബഹുമാന്യരെ, ആദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ സുജിത് എ, പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രി NIT കോഴിക്കോട്, ഈ ഒരു ക്ലോസിംഗ് സെറമണി ക്യൂരിയോക്കോൺ 2023 ക്ലോസിംഗ് സെറമണി നടത്തിയിട്ടുള്ള ശ്രീ മനോജ് പി സാമുവൽ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ CWRDM കോഴിക്കോട്, ആദരണീയനായിട്ടുള്ള ഡോക്ടർ AV രവികുമാർ, സീനിയർ സയൻറ്റിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ച്, അഹമ്മദാബാദ്, ഗുജറാത്ത്, ഞങ്ങളുടെ അഡ്വൈസറും എഡ്യൂമിഷൻ പ്രൊജക്റ്റിന് അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുകയും ഞങ്ങളെ അഡ്വൈസ് ചെയ്യുകയും ചെയ്യുന്ന ശ്രീ K. കുട്ടി സർ, അതേപോലെ തന്നെ ബഹുമാന്യനായ RDD ശ്രീ സന്തോഷ് സർ, അജയൻ സർ, നമുക്ക് ഇന്ന് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ഇവിടെ നൽകിയിട്ടുള്ള റിയാസ് സർ, അതേപോലെ ഈ ഒരു പ്രോഗ്രാമിന് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ശ്രീ രാം അച്ചോർ മൗര്യ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സ്, പ്രശാന്ത് സർ, ഷച്ചിൽ സർ, അതേപോലെ തന്നെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പ്രൊഫസർ ഷാഫി, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, 4 ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് 5-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന ക്യൂരിയോക്കോൺ 2023 പ്ലാസ്മ എക്സിബിഷൻ, ഇന്നൊവേഷൻ ഫെസ്റ്റ്, സയൻസ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് സെമിനാർ ഇന്ന് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു തുടക്കമാണ്. കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന ശാസ്ത്ര സംവാദങ്ങളുടെയും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വേറിട്ട അന്വേഷണങ്ങളുടെയും ഒരു തുടക്കമാണിത്. വിദ്യാർത്ഥികളെ സംരംഭകത്വത്തിലേക്ക് നയിക്കുന്ന, വിദ്യാർത്ഥികളെ അന്വേഷണത്തിലേക്കും കൗതുകങ്ങളിലേക്കും നയിക്കുന്ന, എക്സ്പ്ലോറേഷൻസിനും ഇന്നൊവേഷൻസിനും നാന്ദി കുറിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ക്യൂരിയോക്കോൺ എന്ന് പറയുന്നത്. കഴിഞ്ഞ 6 വർഷമായി എഡ്യൂമിഷൻ്റെ നേതൃത്വത്തിലും ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഡയറ്റിൻ്റെ നേതൃത്വത്തിലും വിദ്യാർത്ഥികളിലും അധ്യാപകരിലും പൊതുസമൂഹത്തിലും ഒക്കെ തന്നെ സംരംഭകത്വ വികസനത്തിനും ഇന്നൊവേഷൻ വികസനത്തിനും വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലയുടെ മുൻ കലക്ടർ ശ്രീ സാംബശിവറാവു IAS സാറിനെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മ ദൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ഇന്നൊവേഷൻ പ്രോഗ്രാമിലേക്കൊക്കെ തന്നെ ഞങ്ങളെയൊക്കെ ലീഡ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള എഡ്യൂമിഷൻ ഇന്നൊവേഷൻ ലാബുകളാണ് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് പോലും ഇന്നൊവേഷൻ ലാബുകളെയും ഇന്നൊവേഷൻ കൾച്ചറും കോഴിക്കോട് ജില്ലയിൽ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളത്. 4 ദിവസങ്ങളിൽ നമ്മൾ പ്ലാസ്മ റിസർച്ചിനോടൊപ്പം തന്നെ അതേ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ജില്ലയിലെ 92 വിദ്യാലയങ്ങളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളുടെ ഇന്നൊവേഷൻ അവതരിപ്പിക്കാനുള്ള വേദി ഒരുക്കിയിട്ടുള്ളത്. ഓരോ പ്രവർത്തനങ്ങളും, ഓരോ ആശയങ്ങളും, ഓരോ പ്രോട്ടോടൈപ്പുകളും, ഓരോ പ്രവർത്തന മാതൃകകളും വേറിട്ടതാണ്. എല്ലാം സമ്മാനത്തിന് അർഹമാണ്. എല്ലാ വിദ്യാലയങ്ങളും ഇന്നോവേഷൻ സ്കൂളുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിൻ്റെ ജഡ്ജ്മെൻറ്റിന് നേതൃത്വം നൽകിയിട്ടുള്ള NITയിലെ ഇന്നോവേഷൻ സെക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിദഗ്ധരും അതേപോലെ തന്നെ TBIയിലുള്ള അതിൻ്റെ ഹെഡ് ഉൾപ്പെടെയുള്ള വിദഗ്ധരും ഒക്കെ തന്നെ കുട്ടികളുടെ ഇത്തരത്തിലുള്ള അസൂയാവഹമായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഇന്നോവേഷൻ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഈവൻ എൻജിനീയറിംഗ് കോളേജുകളിൽ പോലും നമ്മൾ കുറേ കാലമായിട്ട് നടക്കാത്ത രീതിയിലാണ് കുട്ടികളുടെ അന്വേഷണങ്ങളും കുട്ടികളുടെ ഇടപെടലുകളും കുട്ടികളുടെ മാതൃകകളും കുട്ടികളുടെ അവതരണങ്ങളും ഒക്കെ എന്ന് ഈ ഒരു ജഡ്ജ്മെൻറ്റ് ടീമിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് പറയുകയുണ്ടായി. ആദ്യമായിട്ട് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഇന്നോവേഷൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കാലിക പ്രസക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഏതാനും ഡിവൈസുകളുടെയും പ്രോട്ടോടൈപ്പുകളുടെയും അടിസ്ഥാനത്തിലും
ആ വിദ്യാലയത്തിൻ്റെ ചില പൊതുവായ പെർഫോമൻസിൻ്റെയും അവതരണത്തിൻ്റെ പെർഫോമൻസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിദ്യാലയങ്ങളെ ഇന്നൊവേഷൻ സ്കൂളുകൾ എന്ന രീതിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള വിദ്യാലയങ്ങൾ, ബാക്കി 85 വിദ്യാലയങ്ങൾ ബെസ്റ്റ് സ്കൂളുകളല്ല എന്നുള്ളതല്ല. അവ ഓരോന്നും തന്നെ ബെസ്റ്റ് സ്കൂളുകളാണ്. അവരുടെ കണ്ടെത്തലുകൾ ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഏതായിരുന്നാലും ക്യൂരിയോകോൺ 2023 ഭാഗമായിട്ട് കളക്ടേഴ്സ് ഇന്നൊവേഷൻ സ്കൂൾ അവാർഡ് നേടിയിട്ടിരിക്കുന്ന വിദ്യാലയങ്ങളെ പേരുവിവരങ്ങൾ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. അവരുടെ അവാർഡുകൾ ഏതാണ്ട് ഇന്നലെ രാത്രി 12 മണിക്കാണ് നമുക്ക് ഫൈനലായിട്ടുള്ള അവാർഡിന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ 4 വിദ്യാലയങ്ങളായിരുന്നു അവാർഡായിട്ട് പ്രതീക്ഷിച്ചിട്ടുള്ളത്, 1st, 2nd, 3rd, 4th എന്നുള്ളത്. പക്ഷേ നമ്മുടെ കുട്ടികളുടെ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് 8ഓളം വിദ്യാലയങ്ങൾ ഓരോന്നും തുല്യ രീതിയിൽ ഇടപെടുന്ന വിദ്യാലയങ്ങളായതുകൊണ്ട് ഈ അവാർഡുകൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അവസാനത്തിലേക്ക്, അതുകൂടി നമുക്ക് കോഴിക്കോട് നിന്ന് വരാനുണ്ട്, 5 മിനിറ്റിനകം അതെത്തും. ഏതായിരുന്നാലും വിദ്യാലയങ്ങളുടെ പ്രഖ്യാപനം ഞാനിവിടെ നടത്തുകയാണ്. ഗവൺമെൻറ് സ്കൂൾ വിഭാഗത്തിൽ ഗവൺമെൻറ് HSS നല്ലളം, ഗവൺമെൻറ് HSS നരിക്കുനി, അൺഎയ്ഡഡ് CBSE പബ്ലിക് സ്കൂൾ വിഭാഗത്തിൽ മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഭാരതീയ വിദ്യാഭവൻ ചേവായൂർ, റാണി പബ്ലിക് സ്കൂൾ. എയ്ഡഡ് വിഭാഗം കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട്, CKG MHSS ചിങ്ങപുരം. Congratulations for all winners. Your awards will be distributed in the same stage. എല്ലാവർക്കുള്ള അവാർഡുകൾ ഈ സ്റ്റേജിൽ തന്നെ വിതരണം ചെയ്യും. എല്ലാ വിദ്യാലയങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള ഈ ഒരു ക്യൂരിയോകോണിൻ്റെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ ഇന്നോവേഷൻ ഫെസ്റ്റ് അവതരിപ്പിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. I request Sri Santosh Kumar sir to distribute the frame certificates. Then Muhammad Bashir K.M. Seduram ALP School, Elattur. Next, Shamir TV, MMLP School, Parapil. The next, Danlal P, GVHSS Meenchanda, Kozhikode. Muhammad Suhail M, APLP School, Elattur. Shajal P, MLP School, Kakodi. Nagul P, Saraswati Vidyalayam UPS, Kannur. Arun Kumar, Perumanna ALP School.
Shuhaiba T, Nallur Narayana LP Basic School, Farok. Dhanalal P, GVHSS, Meenanchanda, Kozhikode. Barkatullah KK, GHSS Narikuni. Muhammad Farooq, AUPS Madavur. Ramakrishnan, AUPS Ahmad Ali, GHSS Kakka. Baiju K. Science Club Secretaries, Naufal P, GHS Payambra. Prashad M, SIHS Ummatur. Manoj Kumar K. Suja MV. Manoj Kumar K. Jayanarayanan TP. Ashin P. Uday Kumar N. Agil Chandran. Abdul Hasib M. ALP School. Abdul Hasib M. Thank you, sir. I welcome Sri E.K. Kuti, former Director, ISRO, to give away Innovation Exhibition Team and judges their awards.
Mukkam High School, Mukkam. REC Higher Secondary School. Next, MKM Girls Higher Secondary School, Mukkam. Kunnamangalam HSS. Marcus Boys HSS, Karandur. MKM HSS, Manasheri. Special Appreciation Award to the Shivananda VM, GSS Punur. Shivanandan VM, GSS Punur. Thank you, sir. Next, I welcome to Innovation Exhibition Team and Judges, Dr. P. Muhammad Shafi, Inspire Faculty, Department of Physics, NIT, Calicut. Next, Dr. C.N. Shyam Kumar, Assistant Professor, School of Medical Science, Engineering, NIT. Dr. Jagadish VK, Assistant Professor, Electronics and Communication, NIT, Calicut. Dr. Harish MK, Assistant Professor, Department of Physics, NIT, Calicut. Dr. Sharif M, Assistant Professor, Physics, NIT, Calicut. Dr. Anirban Sarkar, Assistant Professor, Physics, NIT, Calicut. Dr. Biswajit Mandal, Assistant Professor, Physics, NIT, Calicut. Thank you, sir. Next, award for Special Coordinator, SPC, Government HSS, Nayar Kuri. I welcome Government Higher Secondary School, Nayarkoi. I heartily welcome to Nayarkoi Government Higher Secondary School teachers and students. I welcome E.K. Kuti sir to give away the award.
Thank you, sir. Appreciation Certificate Little Kite Award to Kundamangalam High Secondary School. Next, award to MKHMMO Girls High Secondary School, Mukkam. Shinu MS, REC GVHS Chatamangalam. Shinu MS. Next, Abdul Aziz TK. Abubakar TK. Next, Shabir, Calicut Girls VHS School, Kozhikode. Shabir. Next, Nabil EM, JDT Islam LP School. Resina BVCE, GHS Nayarkuri. Nufail Al-Haramain English School, Kozhikode. Okay. Thank you, sir. Next, I welcome Muhammad Shafi, Punnacheri UP School. Abdul Aziz TK. Makada LP School, Abdul Aziz TK. I welcome Sri Ajayan, BPC Kundamangalam for felicitation. വേദിയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഈവൻ്റ് നടന്നിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ് ടു ഓൾ. ഇതിൽ 3 സംഗതികളാണ് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത്. ഒന്ന്, പ്ലാസ്മയെക്കുറിച്ചിട്ടുള്ള റീച്ച് ഔട്ട് മറ്റേ സ്റ്റുഡൻസിൽ മാത്രമല്ല സാധാരണക്കാരിലേക്കും ഇതിൻ്റെ ഒരു മെസ്സേജ് എത്തിക്കാൻ പത്രങ്ങളിൽ കൂടെയും ഒക്കെ സാധിച്ചതിന് വളരെ അത് നമ്മുടെ ഈ ഒരു ഈവൻ്റ് വളരെയൊരു സക്സസ് ആണ്. Thank you, Dr. Ravi Kumar, for the initiative and the efforts taken by you. Second, നമ്മുടെ യങ് മൈൻഡ്സ് ചെറുപ്പക്കാരുടെ കുട്ടികളുടെ ഇടയിൽ സ്റ്റാർട്ടപ്പ് എന്താണ്, ഓണ്ടർപ്രണർഷിപ്പ് എന്താണ്, സ്കിൽ ഡെവലപ്മെൻറ്റ് എന്താണ്, എങ്ങനെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് വളർത്തിക്കൊണ്ടുവരാം, ക്രിയേറ്റിവിറ്റി എന്താണ്, ഇന്നോവേഷൻസ് എന്താണ് എന്നുള്ള പ്രധാനപ്പെട്ട സെഷൻസ് കേരളത്തിലെ
കുട്ടികളെ ഇക്കാര്യങ്ങളിൽ ഗൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് വളരെ നന്നായി പ്രസൻറ്റ് ചെയ്തിരുന്നു. അത് നമ്മുടെ രണ്ടാമത്തെ വലിയൊരു സക്സസ്സാണ്. 3 ഇവിടെ ഈ രൂപത്തിൽ ഇതേമാതിരി ഓർഗനൈസ് ചെയ്ത് ഇത്ര വലിയൊരു ഈവൻറ്റ് ഓർഗനൈസ് ചെയ്യാനും ഇത്രയും കുട്ടികളെ ഇവിടെ കൊണ്ടുവരാനും സാധിച്ചതും വലിയൊരു സക്സസ്സാണ്. മാത്രമല്ല NIT IEM മാതിരിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാലിക്കറ്റ് അല്ലെങ്കിൽ ലോക്കൽ റീച്ച് എങ്ങനെ സാധിക്കും എന്നുള്ളതും NITയുടെ ഈ ഇൻവോൾവ്മെൻറ്റോടുകൂടി സാധിച്ചിരിക്കുന്നു. പുറമേ നിന്ന് വരുന്ന കുട്ടികൾ ഇവിടെ പഠിക്കുന്ന സെലക്ട് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് മാത്രമല്ല ലോക്കൽ സ്റ്റുഡൻസിനും കൂടി NIT IEM മാതിരിയുള്ള ഓർഗനൈസേഷൻസിൽ കൂടെ അതിൻ്റേതായുള്ള ബെനിഫിറ്റ് കിട്ടുന്നുള്ളതും കൂടി നമുക്ക് ഇതിൽ കൂടെ പ്രൂവ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. താങ്ക് യു NIT ആൻഡ് ഓൾ ദ ഫാക്കൽറ്റി ഹു ആർ ഇൻവോൾവ് ഇൻ ദിസ്. ആൻഡ് ഐ ഓൾസോ thank Kerala Startup Mission and all those who supported this. അങ്ങനത്തെ ഒരു വളരെ സക്സസ്ഫുൾ ആയ ഒരു ഈവൻറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു വെരി മച്ച്. Thank you, sir. Next, I invite Kuti, sir. ഈ വൈകിയ വേളയിൽ ഈ ഫെലിസിറ്റേഷൻ ഞാൻ സമയമെടുക്കുന്നില്ല. ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകന്മാരെ, സുഹൃത്തുക്കളെ, ഈ പ്ലാസ്മ ഫിസിക്സ് എന്ന കുട്ടികൾക്ക് അധികം പരിചയമില്ലാത്ത സയൻസ് ടെക്നോളജി മേഖലയിലെ വളർന്നു വരുന്ന ഒരു സയൻസ്, അതേ സമയത്ത് ധാരാളം സാധ്യതകളുടെ ഒരു സയൻസ് കുട്ടികളെ പരിചയപ്പെടുത്താൻ ഇങ്ങനൊരു അവസരം ഒരുക്കിയ NITയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഇതിന് വെള്ളവും വളവും നൽകി ഈ 5 ദിവസം കുട്ടികളുടെ ഹൃദയത്തിൽ അത് സൂക്ഷിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയ IPRലെ നമ്മുടെ സുഹൃത്ത് രവികുമാർ, അതോടൊപ്പം ഈ ഒരു ഉദ്യമത്തിന് ബീജാവാപം കൊടുത്ത, ഈ ഒരു ഉദ്യമം മനസ്സിൽ കൊണ്ടു നടപ്പാക്കിയ ഡോക്ടർ അബ്ദുൽ നാസർ, അദ്ദേഹത്തോടൊപ്പം ഇതിനുവേണ്ടി തോളോട് തോൾ പ്രവർത്തിച്ച UK ഷജിൽ മാഷ് പോലെയുള്ള ധാരാളം അധ്യാപകരെ, അവരാണ് ഇതൊരു വലിയൊരു സന്ദർഭമായി മാറ്റിയത്. ഈ വിധത്തിലുള്ള സന്ദർഭങ്ങൾ വീണ്ടും വീണ്ടും ഒരുക്കണം. ഈ കുട്ടികൾ ഈ 5 ദിവസത്തെ ഈ പരിപാടിയോടുകൂടെ പ്ലാസ്മയെ മറക്കരുത്. പ്ലാസ്മയുടെ വിവിധ വശങ്ങൾ അവർ കണ്ടതും മനസ്സിലാക്കിയ വശങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കണം. ഞങ്ങൾ ഇതിനുള്ള അവസരങ്ങൾ ഇനി വീണ്ടും വീണ്ടും ഒരുക്കും. ഇവിടെ NITയിൽ തന്നെ ഒരുപക്ഷെ അടുത്ത മാസം ഒരു വേൾഡ് സ്പേസ് വീക്കിന് ഒരു 1 ഫുൾ ഡേ പ്രോഗ്രാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഞങ്ങൾ തീരുമാനിക്കാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള അവസരങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നടത്തിപ്പിച്ച എല്ലാവർക്കും അനുമോദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു. Thank you, sir. Next, moving on, felicitation by Prasad, sir, Secretary, District Club, Science Club. Prasad, sir. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായ സഹോദരങ്ങളെ, കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ അധ്യാപകർക്കും
ഒരു വലിയ അവസരമാണ് നമ്മൾ ഈ ഒരു 4 ദിവസങ്ങളിൽ ആയിട്ട് ലഭിച്ചത്. കുട്ടികളുടെ ഭാവിയിൽ അവർക്ക് പല റിസർച്ചുകൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇതുവഴി ഉണ്ടാകും. വെറും 4ാമത്തെ അവസ്ഥ മാത്രമായി ഒതുങ്ങിയ പ്ലാസ്മയെ കൂടുതൽ പരിചയപ്പെടുത്താൻ ഈ ഒരു പ്രോഗ്രാമിന് തീർച്ചയായും സാധിച്ചിട്ടുണ്ട്. സയൻസ് ക്ലബിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവർക്കും ഇന്ന് ഈ ഒരു പരിപാടിയിൽ സമ്മാനം കിട്ടിയവർക്കും അതുപോലെ പങ്കെടുത്തവർക്കും എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്, നന്ദി അർപ്പിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിന് ചുക്കാൻ പിടിച്ച ഡയറ്റിനോടും NIT-യോടും പ്ലാസ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിനോടും. Next, Best School of Innovation Award, Government Schools, Government HSS Nallalam. Hello. Hand over by Riya sir. Hello. Next, I welcome Government Higher Secondary School, Narikuni. Best School of Innovation Award, Government Higher Secondary School, Narikuni. Next, Narikuni Government Higher Secondary School. Next, CKG MHSS Chingapuram. ഭാരതീയ വിദ്യാഭവൻ ചേവായൂർ കോഴിക്കോട്. മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാരന്തൂർ. റാണി പബ്ലിക് സ്കൂൾ ചോറൂഡ് വടകര. റാണി പബ്ലിക് സ്കൂൾ ചോറൂട്. മർക്കസ് ഇംഗ്ലീഷ് സ്കൂൾ കാരന്തൂർ. കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ.
Hello. Next, Calicut Girls Higher Secondary School. I welcome Calicut Girls Higher Secondary School. Thank you. Next, few words by Muhammad Bashir KM, coordinator of ET Club. വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ എണീറ്റ് നിൽക്കുന്നത്. കാരണം നമ്മുടെ ക്യൂരിയോകോൺ ഇവിടെ സമാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ഗ്രാൻഡായിട്ട് തന്നെ നമുക്ക് ക്യൂരിയോകോണിനെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 5 ദിവസം ഇവിടെ ഒരു ഉത്സവമായിരുന്നു, അറിവിൻ്റെ ഒരു ഉത്സവമായിരുന്നു. പുതിയ അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇവിടെ എത്തി. വലിയൊരു ജനാവലി നമ്മുടെ സെമിനാർ ഹാളിലും പിന്നെ എക്സിബിഷൻ ഹാളിലും പിന്നെ അതേപോലെ ഇന്നോവേഷൻ ഹാളിലൊക്കെ എത്തി ഒരുപാട് അറിവ് നേടിയാണ് തിരിച്ചു പോയത്. അപ്പം എഡ്യൂക്കേഷൻ ടെക്നോളജി ടീമിന് ഇതൊരു അഭിമാന മുഹൂർത്തമാണ്. കാരണം ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ കുറേ മുമ്പ് തന്നെ അവർ രാപ്പകൽ അധ്വാനിച്ച് ആണ് നമുക്ക് മറ്റ് സയൻസ് ക്ലബ്ബ് അതേപോലെ എഡ്യൂമിഷൻ എല്ലാ ടീമിൻ്റെയും കൂടെ പോലെ നമുക്ക് വലിയൊരു പ്രവർത്തനം, അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ നടന്നത്. വളരെ മനോഹരമായിട്ട് നമുക്ക് ഈ പ്രോഗ്രാം കൊണ്ടുപോകാൻ പറ്റി. പിന്നെ അതിൽ നമ്മുടെ ടീമിനെ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അതിൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ടീം, അത് ഓരോ സബ് ജില്ലയിലുള്ള കൺവീനർമാർ, പിന്നെ അസിസ്റ്റൻ്റ് കൺവീനർമാർ, പിന്നെ അതേപോലെ നമ്മുടെ എറ്റനോവ എന്നുള്ള മറ്റൊരു സ്റ്റേറ്റ് ടെക്നോളജി ടീം ഇതിൻ്റെ കൂടെ ഭാഗമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതിൽ നമ്മുടെ എ പ്ലാനും ഉണ്ടായിരുന്നു, ബി പ്ലാനും ഉണ്ടായിരുന്നു. നമുക്ക് നടന്നിട്ടില്ല. ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഫുൾ ഓട്ടോമാറ്റിക് AI സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ വിചാരിച്ചിരുന്നു. അത് നെക്സ്റ്റ് ക്യൂരിയോകോൺ അതുപോലെ ആയിരിക്കും, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇവിടെ ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്കത് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഫുൾ ഓഫ്ലൈനായിട്ടും നമ്മൾ ഒരു മുടക്കമില്ലാതെ കാര്യങ്ങൾ ചെയ്തു. പിന്നെ അതേപോലെ ടെക്നിക്കൽ എന്നുള്ളവർക്ക് നിങ്ങളോട് കുട്ടികളോടുള്ള ഒരു ഉപദേശം എന്ന് പറയാനുള്ളത്, നമ്മുടെ നിങ്ങൾക്ക് പുതിയ ടെക്നോളജി പ്രത്യേകിച്ച് പിന്നെ ഈ പുതിയ പ്ലാസ്മ അങ്ങനത്തെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരു വരിയൊക്കെ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എത്തിയിട്ടുണ്ടാവില്ല. സിലബസിലേക്ക് അതെത്താൻ കുറേ കാലമെത്തും. പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലുള്ള ഓരോ അവസരങ്ങളും ഒഴിവാക്കാതിരിക്കുക. ഇനിയുള്ള കാലത്ത് ടെക്നോളജിക്കലായിട്ടും അല്ലെങ്കിൽ പുതിയ അറിവുകളെ പെട്ടെന്ന് സ്വാംശീകരിച്ചിട്ടില്ലെങ്കിൽ അതെന്താവും, നമ്മൾ വൈപ്ഡ് ഔട്ടാവും. അതുകൊണ്ട് തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിനെയോ സ്കൂളിനെയോ കോളേജിനെയോ ഒന്നും കാത്തു നിൽക്കാതെ അറിവ് എവിടെ നിന്ന് കിട്ടുന്നോ അതിന് സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. ഈ ടീം, ഞങ്ങളുടെ ഈ ടെക്നോളജി ടീം എല്ലാ മേഖലയിലും ഇത് ചെയ്തിട്ടുണ്ട്. ആ ടീമിനും പിന്നെ നമ്മുടെ ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് തന്നെ ഇതിൻ്റെ മെയിൻ സംഘം NIT, പിന്നെ അതേപോലെ എഡ്യൂമിഷൻ, പ്രത്യേകിച്ച് ഡയറ്റ്, പ്ലാസ്മ ടീം എല്ലാത്തിനോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. Thank you, sir. Next, I invite Dr. Muhammad Shafi, Associate Professor of NIT Calicut, Kozhikode. വേദിയിലും സദസ്സിലുമുള്ള പ്രിയ വ്യക്തിത്വങ്ങളെ, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടിയുടെ സംഘടിപ്പിച്ചതിന് മുൻകൈയെടുത്ത പ്ലാസ്മ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ
ശാസ്ത്രജ്ഞന്മാർ, അതിൽ സയൻറ്റിസ്റ്റ്, അവരെ ഞാൻ ആദ്യമായി അവരോട് നന്ദി പറയുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു സയൻറ്റിസ്റ്റ് ലെവലെത്തിയ ആൾക്കാരും പബ്ലിക്കും തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്, മറ്റു രാജ്യങ്ങളെ പോലെയല്ല. അപ്പോൾ അവരുടെ കണ്ടുപിടുത്തങ്ങൾ, ആ ലെവലിലുള്ള സംഭവങ്ങളൊക്കെ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരു എക്സിബിഷൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. കാരണം ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ്. ഇതിലൂടെ പ്രധാനമായിട്ടും നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്കൂൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അവർ യങ് മൈൻഡ്സാണ്. അവർക്ക് ഒരുപാട് ഐഡിയകളുണ്ടാവും. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ നേച്ചർ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർ സ്റ്റുഡൻസാണ്, അല്ലെങ്കിൽ കുട്ടികളാണ്. ഇപ്പോൾ കുട്ടികളുടെ മൈൻഡിൽ വരുന്ന അത്രയും ഐഡിയ മുതിർന്നവരുടെ മൈൻഡിൽ വരണമെന്നില്ല. കാരണം ഇപ്പം ഞങ്ങളൊക്കെ PhD കഴിഞ്ഞവരാണ്. PhDയിൽ നമ്മൾ ചെയ്യുന്നത്, ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, അതാണല്ലോ PhD. അപ്പോൾ നമ്മളൊക്കെ വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഏരിയയിൽ മാത്രം റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളുടെ ചിന്ത എപ്പോഴും ആ ഏരിയയിൽ മാത്രം ഒതുങ്ങിയതാണ്. പക്ഷേ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലെങ്കിൽ അവൾ പ്രകൃതിയിൽ കാണുന്ന എല്ലാ പ്രതിഭാസങ്ങളെയും ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നിന്നും അവർക്ക് പലതരം ഐഡിയകൾ ഉതിർത്ത് വരും. അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ ഈ ഇന്നൊവേഷൻ ഫെസ്റ്റിൽ നമ്മൾ കണ്ടത്. ഞാൻ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ടീമിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു ചില ഇന്നൊവേഷൻസൊക്കെ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, പക്ഷേ അത് ഭയങ്കര ഇമ്പാക്റ്റ്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പല കണ്ടുപിടുത്തങ്ങളും പല ഇന്നൊവേഷൻസും അവിടെ നമുക്ക് ഈ ചെറിയ സ്കൂൾ സ്റ്റുഡൻസ് പ്രസൻറ്റ് ചെയ്തതിൽ നിന്നും കാണാൻ പറ്റി എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതൊരു ഈ പ്രോഗ്രാമിൻ്റെ ഒരു വലിയ വിജയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഒരു പബ്ലിക്സിന് വേണ്ടി ഇങ്ങനെ നടത്തുന്ന ഒരു പരിപാടി, അത് നമ്മുടെ ഒരു ഭയങ്കര ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കുമെന്നുള്ളത് അവർ കണ്ടറിഞ്ഞ് മുന്നേ കണ്ട് അത് നടത്തിയതിന് ഞാൻ ആദ്യം അവരോടും IPR ടീമിനോടും അതുപോലെ ഇത് ഓർഗനൈസ് ചെയ്ത ഡയറ്റിനോടും പിന്നെ ഹോസ്റ്റ് ചെയ്ത NIT കാലിക്കറ്റിലെ ടീംസിനോടും വളരെ ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു. ഈ പരിപാടിയെല്ലാം നടന്നതിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. Thank you, sir. Let's move on. Vote of thanks. For that, I invite Sri Shajil UK, Coordinator of Edumission and Skill Development. Welcome, sir. ഈ പരിപാടിയുടെ ബഹുമാന്യായ അധ്യക്ഷൻ പ്രൊഫസർ ഡോക്ടർ A. സുജിത്ത്, വേദിയിലിരിക്കുന്ന EK കുട്ടി സാർ, റിയാസ് സാർ, ജയറാം സാർ, ഡയറ്റ് പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ സാർ, RDD ബഹുമാന്യായ RDD സന്തോഷ് കുമാർ സാർ, മറ്റ് ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 5 ദിവസമായി കോഴിക്കോട് NIT നമ്മുടെ കോഴിക്കോട് ജില്ലയിലെയും സമീപ ജില്ലകളിലെയും വേണമെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള കുട്ടികൾക്കായി തുറന്നിട്ടിരിക്കുകയാണ്. ഇത്തരമൊരു അവസരം NITയിൽ വളരെ അപൂർവമാണ്. JEE കഴിഞ്ഞ് ഇവിടെ BTech കോഴ്സുകൾക്ക് കയറുന്ന സ്വപ്നങ്ങൾ കുറച്ച് കുട്ടികളുടെ മനസ്സിലാണുള്ളത്. ഈ സ്ഥാപനം കണ്ടിട്ടില്ല. അത്തരത്തിൽ സ്ഥാപനങ്ങൾ കാണാനും ഇവിടെയുള്ള സൗകര്യങ്ങൾ അറിയാനും ഇവിടെയുള്ള സാധ്യതകൾ അറിയാനും അതുവഴി പുതിയ പുതിയ സ്വപ്നങ്ങൾ നിറച്ചുകൊണ്ട് അവർക്ക് അവരുടെ പുതിയ കാഴ്ചകളിലേക്ക്, പുതിയ ലോകത്തേക്ക് നടന്നെടുക്കാനുള്ള പരിപാടികളാണ് എഡ്യൂമിഷൻ്റെ ഭാഗമായിട്ടും ഡയറ്റ് കോഴിക്കോടിൻ്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെയുള്ള NITയുടെ ഔട്ട്റീച്ച് പ്രോഗ്രാമിൻ്റെയൊക്കെ പരിപാടികൾ NITയിൽ നടന്നു വന്നിട്ടുള്ളത്. എന്നാൽ അതിനെല്ലാം ഒരു മാർഗം അല്ലെങ്കിൽ പുതിയൊരു ദിശ Curiocon 2023 കൈവന്നിരിക്കുകയാണ്. തീർച്ചയായും ഈ പ്ലാസ്മ എക്സിബിഷൻ ഒരു ദിവസം കൊണ്ട് ഉണ്ടായി ചേർന്ന ഒന്നല്ല. ഒരു വർഷം മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ചിൻ്റെ ബഹുമാനായ സയൻറ്റിസ്റ്റ്, ഇവിടെ നേരത്തെ സംസാരിച്ച ഡോക്ടർ AV രവികുമാർ, അദ്ദേഹത്തെ വളരെ യാദൃശ്ചിക എന്ന പോലെ പരിചയപ്പെടുകയാണ്. അതിനും കാരണമായത് കോഴിക്കോട് NIT-ആണ്. ഇവിടെയുള്ള പല സെഷനുകളിലും ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് സ്പേസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. അതിലൂടെ കുട്ടികളെ ശാസ്ത്ര ലോകത്തെ കൈപിടിച്ചു ഉയർത്താൻ വേണ്ടി ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ പേര് UL സ്പേസ് ക്ലബ് എന്നാണ്. UL സ്പേസ് ക്ലബിൻ്റെ ഫൗണ്ടർ ആൻഡ് മെൻറ്റർ ഇപ്പോൾ നമ്മോടൊപ്പം ഇരിപ്പിക്കുന്നുണ്ട് EK കുട്ടി സാർ. അങ്ങനെ കഴിഞ്ഞ വർഷം UL സ്പേസ് ക്ലബിൻ്റെ ഫൗണ്ടേഷൻ ഡേയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് NIT-യിൽ ചാന്ദ്രയാൻ 1
മുഖ്യ പങ്ക് വഹിച്ച ഡോക്ടർ മക്ബൂൽ അഹമ്മദ്. ചന്ദ്രയാൻ 1 കണ്ടുപിടുത്തം മൂൺ ഇമ്പാക്ട് പ്രോബ് അതിനകത്ത് അടിച്ചിറങ്ങിയപ്പോഴാണ് അതിനുള്ള റിപ്പോർട്ടിലാണ് ചന്ദ്രനിൽ ജലമുണ്ടെന്ന് ഇന്ത്യ കണ്ടെത്തുകയും നാസ അത് എൻഡോഴ്സ് ചെയ്യുകയും ചെയ്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ മക്ബൂൽ അഹമ്മദ് കോഴിക്കോട് NIT വന്നു, കുട്ടികളുമായി സംസാരിച്ചു. ഇത്തരമൊരു സയൻസ് എൻവയോൺമെൻറ്റ് ഇവിടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ വ്യക്തിപരമായി ഞങ്ങളെ വിളിച്ചു, കുട്ടിസാറിനെ വിളിച്ചു, അതിലൂടെ എന്നെയും വിളിക്കുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് നടത്താൻ പറ്റുന്ന ഒരു പ്രോഗ്രാമുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ കീഴിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ച് ഗാന്ധിനഗർ, അവിടെ ഈ കണക്ഷൻ തരാം, ഡോക്ടർ AV രവികുമാറുമായി നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞു. അന്ന് സംസാരിച്ച് NITയും അതേപോലെ തന്നെ കോഴിക്കോട് വളരെ ഡൈനാമിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഡയറ്റ്. നമ്മളെ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ നാസർ UK ഒക്കെ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ഈ പരിപാടി ഏറ്റെടുത്തു. അതിനനുസരിച്ചുള്ളൊരു സംഘാടക സമിതി, ജില്ലാ കളക്ടർ, ബഹുമാന്യ RDD, കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ, DOമാർ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സമിതി നമ്മളിവിടെ രൂപീകരിക്കുമ്പോൾ കോഴിക്കോട് NITയിലെ ഫിസിക്സ് വിഭാഗം ഈ പരിപാടി NITക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുമെന്ന് അതിൻ്റെ ഇപ്പോഴത്തെ NITയും HOD ഡോക്ടർ MK രവിവർമ്മ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ഇത് ഏറ്റെടുത്തു. അതോടൊപ്പം തന്നെ NIT കോഴിക്കോട് ജില്ലയിലെ കുട്ടികൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത നമ്മുടെ ബഹുമാന്യായ അധ്യക്ഷൻ ഡോക്ടർ A സുജിത്ത്, അദ്ദേഹമാണ് ഇത്തരം ഒരു റെവല്യൂഷൻ കോഴിക്കോട് NITയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹവും അത് ഏറ്റെടുത്തപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ്. ഏതായിരുന്നാലും ജില്ലയിൽ നാം പ്രതീക്ഷിച്ചതിനപ്പുറത്ത് വലിയൊരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചലിപ്പിച്ചത് ഇതിനായി ഉത്തരവാദിത്തപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ സയൻസ് ക്ലബ്ബാണ്. 17 ഉപജില്ലകൾ, അതിൻ്റെ കൺവീനർമാർ, അതുവഴിയുള്ള പ്രീ രജിസ്ട്രേഷൻ, കൃത്യമായി ഓരോ ദിവസവും നമുക്ക് 2000 കുട്ടികൾ അത് ക്രമീകരിച്ചു വന്നവർക്ക് ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യം ഞങ്ങൾക്കറിയാം. അത് കാരണം മറ്റൊന്നുമല്ല, 500 പേർക്ക് കൃത്യമായി കൊടുക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ 5 സെഷനുകൾ കൊടുക്കേണ്ടടുത്ത് ഞങ്ങൾ 2500 പേരെ നൽകിയപ്പോൾ അല്പം തിരക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ചില വിഷമതകൾ NITയിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സംഘാടകരായ IPRന് നേരിട്ടിട്ടുണ്ട്. ഇവിടെ മറ്റുള്ളവരെല്ലാവരും, പങ്കാളികളും എല്ലാവരും അതിൻ്റെ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇന്ന് കോഴിക്കോട് ജില്ലയിലെ കുട്ടികൾക്കും അധ്യാപകർക്കും പ്ലാസ്മ എന്നത് വെറും ഒരു അന്യവസ്തുവല്ല. അവർ തൊട്ടറിഞ്ഞ് അവരുടെ വീട്ടിൽ, അവരുടെ ചുറ്റുവട്ടത്തുള്ളതാണ്. അതിൽ ഇനിയും ഗവേഷണ സാധ്യതകളുണ്ട്. നമ്മുടെ ഊർജത്തിന്, മാലിന്യ സംസ്കരണത്തിന്, ചികിത്സയ്ക്ക്, അഗ്രികൾച്ചറിൽ എല്ലായിടങ്ങളിലും ഇത് സാധ്യതകളുണ്ട്. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ഗവേഷണം നടത്താനും പഠനങ്ങൾ നടത്താനും ഒക്കെ സാധ്യതകളുണ്ടെന്ന് കുട്ടികളുടെ മനസ്സിൽ ഒരു സ്വപ്നം വിതറാൻ ഈ ഒരു പരിപാടി കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ഇവിടെ കണ്ടു മടങ്ങുന്ന കുട്ടികളും അധ്യാപകരും ആത്മാർത്ഥമായി നടത്തിയ പ്രതികരണത്തിൽ നിന്ന് ഞങ്ങൾക്കെല്ലാവർക്കും വ്യക്തമാണ്. അത് നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഏതായിരുന്നാലും ഈ ഒരു ചടങ്ങ് വിജയകരമാക്കി തീർത്തത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘാടക സമിതിയാണ്. ആ സംഘാടക സമിതിയിലുള്ള ഓരോ അംഗങ്ങളും ഇതിന് അവരുടെ വിഷൻ, അവരുടെ എക്സ്പെർട്ടൈസ് ഇവിടെ നന്നായി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ NITയും അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ തന്നുകൊണ്ട് നമ്മെ സഹകരിച്ചിട്ടുണ്ട്. ഇവർ ഓരോരുത്തരെയും ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതും നമുക്ക് അവർക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഈ സമയത്ത് കോഴിക്കോട് NITയുടെ ബഹുമാന്യായ ഡയറക്ടർ പ്രസാദ് കൃഷ്ണ സാറിന് ഈ സംഘാടക സമിതിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് NIT ഒരു ദിവസം തുറന്നിടാൻ പോകുന്നു എന്നുള്ളത് ഉദ്ഘാടന വേളയിൽ അദ്ദേഹം നമ്മെ അറിയിച്ചിട്ടുണ്ട്. NIT നമുക്ക് വേണ്ടി ഇനിയും പരിപാടികൾ നടത്തുമെന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുന്നു. ഹൃദയം നിറഞ്ഞ നന്ദി സർ. ഈ പരിപാടി നമുക്കിവിടെ ഒരുക്കി തന്നത് ഫിസിക്സ് വിഭാഗമാണ്. ഫിസിക്സ് വിഭാഗം HOD ഡോക്ടർ MK രവിവർമ്മ. അദ്ദേഹത്തിൻ്റെ വളരെ ഹൃദയവിശാലതയാണ് NIT കുട്ടികൾക്ക് വേണ്ടി തുറന്നു കിട്ടിയത്. സംഘാടക സമിതിക്ക് വേണ്ടി ഡോക്ടർ MK രവിവർമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു,
കോഴിക്കോട് NIT കുട്ടികൾക്കുള്ളതാണ്, പൊതുജനങ്ങൾക്കുള്ളതാണ്, പൊതുജനങ്ങളുടെ പണമാണ് എന്ന് ഉറച്ച മനസ്സോടുകൂടി കുട്ടികളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 10 വർഷമായി ഇവിടേക്ക് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ A. സുജിത്ത്, നമ്മുടെ ചേളന്നൂർ സ്വദേശിയാണ്. അദ്ദേഹം കുട്ടികൾക്കിടയിലാണ്. അദ്ദേഹത്തിന് ഈ സംഘാടക സമിതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ചിലെ ഡോക്ടർ AV രവികുമാർ, അദ്ദേഹത്തിന് സംഘാടക സമിതിയുടെ പേരുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിവിധ സംവിധാനങ്ങളാണ് നമുക്ക് കുട്ടികളും അധ്യാപകരുമൊക്കെ ഇവിടെ എത്തിച്ചേരാനും ഞങ്ങൾക്ക് പോലും ഇവിടെ ഡ്യൂട്ടി ചെയ്യാനുമൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അതിനായി മലബാർ മേഖലയിലുള്ള 3 ജില്ലകളുടെ ചുമതലയുള്ള ഹയർ സെക്കൻഡറി വിഭാഗം RDD സന്തോഷ് കുമാർ സാറ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മേധാവി ബഹുമാനായ ഡെപ്യൂട്ടി ഡയറക്ടർ C. മനോജ് കുമാർ സാർ, അദ്ദേഹത്തിനും സംഘാടക സമിതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇത് സാധ്യമായത് വളരെ ഊർജ്ജസ്വലതയോടുകൂടി ക്യാബിനിലിരിക്കാതെ എല്ലാ ജോലികളും ചെയ്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയ, വളരെ 2 മാസമായി ഇതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ UK അബ്ദുൽ നാസർ സാർ, പ്രിൻസിപ്പൽ ഡയറ്റ്, ഞങ്ങളുടെ അഭിമാനമാണ്. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി ഈ വേളയിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടർ മുഹമ്മദ് ഷാഹിൻ, അദ്ദേഹം ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നതിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഷാഹിൻ സാറിന് നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മോടൊപ്പമുള്ള വ്യക്തിത്വം, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇത്രയും കാലം കുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് ഏവർക്കും ബഹുമാന്യനായ ISROയുടെ ഫോമർ ഡയറക്ടർ EK കുട്ടി സാർ. കുട്ടി സാർ സ്കൂൾ കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ട് കുറേ നാളുകളായി. എനിക്കും പറയാൻ കഴിയും, ക്ലാസ് മുറികളിൽ ഒതുങ്ങിയിരുന്ന എന്നെ ഇത്തരത്തിൽ പിടിച്ച് ഈ മേഖലകളിലേക്ക് ഉയർത്തിയത് കുട്ടി സാറാണ്. കുട്ടി സാറ് എപ്പോഴും നമ്മളോടൊപ്പമുണ്ട്. UL സ്പേസ് ക്ലബ്ബും എഡ്യൂമിഷൻ പ്രോജക്റ്റും എല്ലാമായിട്ട് മാർഗദീപമായി നമ്മോടൊപ്പമുണ്ട്. സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി ഈ വേളയിൽ അറിയിക്കുകയാണ്. കുട്ടി സാറിനോടൊപ്പം തന്നെ ISROയുടെ ഇന്നലെ ഇവിടെ സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സാറ്റലൈറ്റുകൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് വിക്ഷേപിച്ചു, അതിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്തു. നമ്മോടൊപ്പം ഇന്നലെ സംബന്ധിച്ച ജയറാം സാർ, ഫോമർ ഡെപ്യൂട്ടി ഡയറക്ടർ, അദ്ദേഹത്തിന് ഈ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും വ്യവസായവും സംരംഭത്വവും ഒക്കെ തന്നെ വേറിട്ട് നിൽക്കേണ്ടതല്ല, അതെല്ലാം ചേർന്ന് പോകുന്നതാണ്. ഇതാണ് സമൂഹം, ഇതാണ് രാജ്യത്തിൻ്റെ പുരോഗതി, ഇതാണ് രാജ്യത്തിൻ്റെ GDP വർദ്ധിപ്പിക്കുന്നത്, സാമ്പത്തിക വ്യാവസായിക വളർച്ചകളാണെന്ന് അറിയിക്കാൻ വേണ്ടി കാലിക്കറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻറ്റും പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ AGM-ഉം ഇപ്പോൾ വൃദ്ധി കൺസൾട്ടൻസി സർവീസിൻ്റെ മാനേജിംഗ് പാർട്ണറുമായ അജയൻ സാറ് വലിയൊരു അത്ഭുതമായി കുട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ കേരളത്തിൻ്റെ നോളജ് മിഷൻ ഡയറക്ടർ കൂടിയായ PM റിയാസ് സാറ് വളരെ നമ്മളോട് ഒരു സെഷൻ തന്നെ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സംഘാടക സമിതിയുടെ കുട്ടികളിൽ ഇനിയും അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന സമൂഹമാണ്, അറിവാണ് ഇനിയും പ്രചരിപ്പിക്കപ്പെടേണ്ടത്. അതിന് റിസർച്ചാണ്, ഗവേഷണമാണ്, കുട്ടികളുടെ അന്വേഷണമാണ്, പുതിയ കണ്ടെത്തലാണെന്നാണ് നോളജ് മിഷൻ നമ്മളോട് പറയുന്നത്. റിയാസ് സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതേപോലെ VHSCയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്ന അപർണ മാം നമ്മോട് സഹകരിച്ചിട്ടുണ്ട്. മാഡത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. SSK പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൻ്റെ കോഴിക്കോട് പ്രോജക്റ്റ് ഓഫീസർ AK അബ്ദുൽ ഹക്കീം സാർ, താമരശ്ശേരി വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ മിസ്റ്റർ മൊയ്നുദ്ദീൻ KS അവർകൾ, അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയത്, ഇതിൻ്റെ ഒരു കൺവീനർ സ്ഥാനം അലങ്കരിച്ചത് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റാം അജോർ മൗര്യ സാറാണ്. സാറ് നമ്മളോടൊപ്പമുണ്ട്. സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻസ്പയർ ഫാക്കൽറ്റിയായ ഡോക്ടർ ഷെരീഫ്, അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. ഡയറ്റിലെ സീനിയർ ലെക്ചറർ KS വാസുദേവൻ സാർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. വിവിധ കമ്മിറ്റികളായ സ്റ്റുഡൻറ്റ് ഇന്നൊവേഷൻ ആൻഡ് എക്സിബിഷൻ കമ്മിറ്റിയുടെ കൺവീനർ ഡോക്ടർ മനീഷ് ചന്ദ്രൻ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സ്, അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. അദ്ദേഹത്തോടൊപ്പം ജോയിൻറ്റ് കൺവീനറായി പ്രവർത്തിച്ച ശ്രീ ശശി KK, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സെലക്ഷൻ ഗ്രേഡ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്,
ലോജിസ്റ്റിക് ആൻഡ് വെന്യൂ മാനേജ്മെൻറ്റ് കൺവീനറായിരുന്ന PM മുഹമ്മദ് ഷാഫി ഇൻസ്പയർ ഫാക്കൽറ്റി നേരത്തെ സൂചിപ്പിച്ചു. അതേപോലെ തന്നെ ഡോക്ടർ മുഹമ്മദ് സാലി അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ പരിപാടി കൃത്യമായി നമുക്ക് ആസൂത്രണത്തിലൂടെ നടപ്പാൻ കഴിഞ്ഞത് കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് സയൻസ് ക്ലബ്ബാണ്. സയൻസ് ക്ലബിൻ്റെ സെക്രട്ടറി മിസ്റ്റർ പ്രശാന്ത് സാർ, അദ്ദേഹം ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സമാഹരണം മറ്റു കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം വഹിച്ചത് ഫിനാൻസ് കമ്മിറ്റിയാണ്. ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ അബ്ദുൽ കരീം, അദ്ദേഹവും പുതുലോകത്തേക്ക് കുട്ടികളെ നയിക്കുന്ന വ്യക്തിത്വമാണ്. PSOM കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ എക്സിബിഷൻ്റെ ലൈസൺ കോർഡിനേറ്ററായി പ്രവർത്തിച്ചത് A നവീനാണ്, അദ്ദേഹം റിട്ടയർഡ് ടീച്ചറാണ്. അതേപോലെ തന്നെ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയുടെ ഫാക്കൽറ്റിയാണ്. അദ്ദേഹം കഴിഞ്ഞ 7 ദിവസമായി കോഴിക്കോട്ട് ഈ കാര്യത്തിനായി നമ്മോടൊപ്പം നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നീട് വിസിറ്റർ എൻഗേജ്മെൻറ്റ്, ഓരോ ദിവസവും വരുന്ന 2500ഓളം വരുന്ന കുട്ടികളെ നിയന്ത്രിച്ചത് താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയുടെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം കോർഡിനേറ്ററായ ശ്രീ സിറാജുദ്ദീൻ PT അവർകളാണ്, സാറാണ്. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. കോഴിക്കോട് NITയിൽ നിന്ന് നമുക്ക് വോളണ്ടിയേഴ്സായിട്ട് നിരവധി കുട്ടികളെ എത്തിച്ച് അവർക്ക് വേണ്ട പിന്തുണ നൽകി ലീഡറായി പ്രവർത്തിച്ചത് UL സ്പേസ് ക്ലബിൻ്റെ മെമ്പർ കൂടിയായ ഇവിടുത്തെ മെക്കാനിക്കൽ എഞ്ചിനീയർ 3rd ഇയർ വിദ്യാർത്ഥി സായൂജ് RS ആണ്. സായൂജ് RSന് ഹൃദയം നിറഞ്ഞ നന്ദി ഈ വേളയിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സായൂജ് RSനോടൊപ്പം വന്ന എല്ലാ NIT വിദ്യാർത്ഥികൾക്കും സംഘാടക സമിതിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കൺവീനറായത് മിസ്റ്റർ ബൈജു K HST GHS നെടുവണ്ണൂരാണ്. അദ്ദേഹത്തിന് സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ നിരവധി പോസ്റ്ററുകൾ, അതേപോലെ തന്നെ നമ്മുടെ മെമൻറ്റോകൾ, സോഷ്യൽ മീഡിയ ഫ്ലയറുകൾ, ഇതെല്ലാം സൃഷ്ടിച്ചത് നമ്മോടൊപ്പമുള്ള ഒരു അധ്യാപകനാണ്. അധ്യാപകൻ ഇവിടെ ഇരിപ്പുണ്ട്. അതൊരു അധ്യാപകൻ എങ്ങനെ ഡൈവേഴ്സിഫൈഡ് ആവണം, എങ്ങനെ ടെക്നോളജി എനേബിൾഡ് ആവണം, ടെക്നോ സേവി ആവണമെന്ന് മറ്റ് അധ്യാപകർക്ക് മാതൃകയാണ്. അദ്ദേഹം ശ്രീ ബഷീർ നരിക്കുനിയാണ്. അദ്ദേഹം ഈ വേദിയിലുണ്ട്. ഒന്ന് ബഷീർ സാർ ഒന്ന് കൈയുയർത്തി കാണിക്കണം. നിങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ഇത്രയും ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ വെബ്സൈറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വെച്ച് രജിസ്ട്രേഷനും എല്ലാം ഇത്രയും ഭംഗിയാക്കി തീർത്തത് അദ്ദേഹത്തിൻ്റെ പരിശ്രമമാണ്. ഉറക്കമില്ലാതെ ഉള്ള പ്രവർത്തനത്തിന് സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് സർ. പിന്നീട് അദ്ദേഹത്തോടൊപ്പമുള്ള ജോയിൻറ്റ് കൺവീനർമാരായ ഗോകുൽദാസ് പാനൂർ, ഷമീർ മടവൂർ, അരുൺ കുമാർ എന്നിവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ UL സ്പേസ് ക്ലബിൻ്റെ സ്റ്റുഡൻറ്റ് ലീഡ് വരുൺ K പാലക്കാട് NSS കോളേജിലെ വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ എല്ലാ ശാസ്ത്ര മേഖലകളിലേക്കും എല്ലാവിധ സംരംഭക മേഖലകളിലേക്കും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഡിഫറൻറ്റ് പേഴ്സണാലിറ്റിയാണ്. ഇന്നലെ വരെ നമ്മോടൊപ്പം ഉണ്ടെന്ന് അത്യാവശ്യം കോളേജിൽ കാര്യമുള്ളത് കൊണ്ട് പോകേണ്ടി വന്നു. വരുണിന് ഈ പരിപാടിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പിന്നീട് എക്സിബിറ്റ് ആൻഡ് ഡിസൈൻ സെറ്റപ്പ് ശ്രീ മനോജ്, ജോയിൻറ്റ് സെക്രട്ടറി ഡിസ്ട്രിക്ട് സയൻസ് ക്ലബിന് സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ സർട്ടിഫിക്കറ്റുകൾ നൽകിയത്, വളരെയധികം പ്രിൻ്റ് ചെയ്ത് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നൽകിയത് ശ്രീ ഷാജൽ കക്കോടിയാണ്. ഷാജൽ കക്കോടിയുടെ ടീം, എല്ലാവരുടെയും പേരുകൾ ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് വായിക്കാൻ ചെറിയ പ്രയാസമുള്ളത്. അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിന്, അദ്ദേഹത്തിൻ്റെ ഈ ആത്മാർത്ഥതയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. രജിസ്ട്രേഷൻ ടിക്കറ്റിൻ്റെ കോർഡിനേറ്റർ തോംസൺ കുമാരനെല്ലൂരിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഹോസ്പിറ്റാലിറ്റി ആൻഡ് അക്കോമഡേഷൻ ഭംഗിയായി നിർവഹിച്ച സുഹേൽ ചേളന്നൂർ ആൻഡ് ടീമിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതേപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി കൺവീനർ മിസ്റ്റർ ധൻലാൽ, ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റി ആദം അത്തോളി, ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക് നകുൽ P, അതേപോലെ തന്നെ രോഹിത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായ രോഹിത് വളരെ ആത്മാർത്ഥമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ക്യാമറാമാൻ നകുലിൻ്റെ പേര് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മറ്റൊരു കമ്മിറ്റിയിലാണ്. അദ്ദേഹം ഒരു അധ്യാപകനാണ്, രാജീവ് ഗാന്ധി സ്കൂൾ അധ്യാപകനാണ് പാനൂർ. അദ്ദേഹം ഫോട്ടോഗ്രാഫറായി നമ്മോടൊപ്പം ഇവിടെയുള്ള ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് ഇതൊരു റെക്കോർഡാക്കി മാറ്റിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന് പുറകിൽ മിസ്റ്റർ സിറാജ് ഇവിടെയുണ്ട്. അദ്ദേഹമാണ് ലൈവ് സ്ട്രീം ചെയ്ത് ഇതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശബ്ദവും വെളിച്ചവും നൽകിയത് സഫ ആണ്. ഓക്കെ. പിന്നെ ഇതോടൊപ്പം നടന്ന ഒരു പരിപാടി കുട്ടികളുടെ ഇന്നോവേഷൻ എക്സിബിഷനായിരുന്നു. അതിനു വേണ്ടിയിട്ട് കോഴിക്കോട് ജില്ലയ്ക്ക് മാതൃകാപരമായ ഒരു ടീം ഇവിടെ വന്നിട്ടുണ്ട്. അത് കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാബിർ സാർ, മർക്കസിലെ സിജ സാർ,
അതുപോലെ തന്നെ നുഫൈൽ സാർ, 3 പേരെയും, അൽ റഹ്മാൻ സ്കൂളിലെ നുഫൈൽ സാർ, 3 പേരും കോഴിക്കോടിന് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള മാറ്റങ്ങൾക്ക് തന്നെയാണെന്ന് മുത്തുകളാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടതുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ ഇനിയും കേരളത്തിൻ്റെ പല ഭാഗത്ത് കോഴിക്കോട് ജില്ലയിലെ വിദ്യാലയങ്ങൾ ടിങ്കറിംഗ് ലാബുകൾ വന്ന് നിറയുന്നു. അത് പ്രവർത്തനക്ഷമമാകാനുള്ള മോഡലുകൾക്കുള്ള മാർഗദീപങ്ങളാണ് ഇവർക്ക്. ഈ 3 പേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അതേപോലെ തന്നെ കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മൊയ്ത് സാറ് നമ്മുടെ പിന്തുണയുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ സംഘാടന സമിതിയുടെ പേരിൽ അറിയിക്കുകയാണ്. അധ്യാപികമാർക്കും ഇവിടെ പേര് പറയാൻ വിട്ടുപോയ ആളുകൾ ധാരാളമുണ്ട്. PM രഘുനാഥ്, സുജ, അഖിൽ ചന്ദ്രൻ, ഉദയകുമാർ, അശ്വിൻ, റസീന BV, ഷിനു ടീച്ചർ, നായർകുഴി REC സ്കൂളിലുള്ള അബ്ദുൾ അസീസ്, അബൂബക്കർ, ഡോക്ടർ സുജീറ, ദെൻ ഇത്രയും ആളുകൾക്ക്, അതേപോലെ തന്നെ പ്രീതി CEO TPI, ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മളിരിക്കുന്നത് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ആണ്. ഇവിടുത്തെ HOD സുനിത മാം, ഇവിടെയുള്ള ഫാക്കൽറ്റിയായ ഡോക്ടർ മുഹമ്മദ് ഷാഫി, ഇവരൊക്കെയാണ് നമുക്ക് ഈ വാതിൽ തുറന്നു തന്നത്. ഇവിടെ സാധാരണ വളരെ എക്സിക്യൂട്ടീവ് ക്ലാസ് പ്രോഗ്രാമുകളാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ചുറ്റുപാടുകൾ തുറന്നു വന്നത് ആദ്യമായിട്ടാണ്. അതേപോലെ തന്നെ ഇവിടെയുള്ള പ്രീതി മാം, എല്ലാവരും, ഇവിടെയുള്ള മറ്റ് സ്റ്റാഫ്, നമുക്ക് പിന്തുണയുമായിട്ട് സെക്യൂരിറ്റി സ്റ്റാഫ് ഇവിടെ ഉണ്ടായിരുന്നു, ക്ലീനിങ് സ്റ്റാഫ് ഇവിടെ ഉണ്ടായിരുന്നു, NITയിലെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടായിരുന്നു, ട്രാൻസ്പോർട്ടേഷൻ്റെ ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടെ പ്രവർത്തിച്ച, നമുക്ക് വൈദ്യുതി തന്ന, നമുക്ക് ഇടം തന്ന, നമുക്കോട് സ്നേഹം കാണിച്ച അധ്യാപകർ ധാരാളമുണ്ട്. ഇതിൽ പങ്കെടുത്ത കുട്ടികളുണ്ട്. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും നമുക്ക് മനസ്സ് നിറഞ്ഞ നന്ദിയാണ്. ഇത്തരത്തിലുള്ള പരിപാടികൾ ഇനിയും കോഴിക്കോട് കാണും. നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള നിർദ്ദേശ ദീപങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഇനിയും ശാസ്ത്രത്തെയും മാനവികതയെയും ഒരുമിച്ച് അടുപ്പിച്ചുകൊണ്ട് വലിയ പരിപാടികൾ ഇനിയും നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. നമ്മുടെ കുട്ടികൾ ഇനിയും ഉയരങ്ങളിലേക്ക് വളർന്ന് ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു എവരിബഡി. Thank you very much. Here we are distributing few certificates on this stage. I call upon respected teacher Muhammad Ali Mash, ET Club convener Mukkam, and Muhammad Chef. Muhammad Ali Mash, Muhammad Shafiq T, Azad Memorial UP School. Muhammad Shafiq T, Azad Memorial UP School. Muhammad Ali and Muhammad Shafiq T. Thank you very much.